Hello everyone, welcome to Untitled Learning app. നമ്മുടെ പരീക്ഷയാണ് 23-ാം തീയതി അല്ലേ? അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ തയ്യാറെടുക്കണമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് സെഷനാണെന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യെസ്, അതിൻ്റെ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്. അതിന് മുമ്പേ ഞാൻ നിങ്ങളെ ഫോക്കസ് ഏരിയ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നമുക്കൊരു മുഴുവൻ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. The Thrills of Empowerment, Any Woman, അതുപോലെ മാച്ച് ബോക്സ്, ഹൊറിഗല്ലു. ദെൻ സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് ആകെ വരുന്നത് ആർ ഓഫ് ട്രൂത്തും മെൻഡിങ് വോളും മാത്രമാണ്. എമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കൺഫ്യൂഷനുള്ള ചാപ്റ്റർ നമുക്കില്ല എന്ന് പറയാം. പിന്നെ നമുക്ക് ചലഞ്ചസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് യൂണിറ്റിനകത്ത് നമുക്ക് ദ 3 വീൽഡ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഇന്റർവ്യൂ അല്ലേ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്കിത് ഫോർത്ത് യൂണിറ്റിൻ്റെ അകത്ത് റൈസ് എന്ന് പറയുന്ന പോയവും അതുപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്ന എസ്സേയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ യൂണിറ്റിലേക്ക് കടക്കാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യൂണിറ്റ്സിന് ഒരു മെയിൻ തീം ഉണ്ടാവും അല്ലെ? ഓരോ യൂണിറ്റും ഇപ്പോൾ 5 യൂണിറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 യൂണിറ്റിന് ഓരോ തീമുണ്ട്. ആ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് 8 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴും നമുക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഈ തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിന് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിന് ഒരു തീമുണ്ട്. വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന തീമാണ് അല്ലെ? അപ്പൊ ഈ വുമൺ എംപവർമെന്റ് എന്ന് പറയുന്ന ഈ തീം ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും 8 മാർക്കിന് ചോദിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൃത്യമായ ചാപ്റ്ററിൽ നിന്നും ചോദ്യത്തിന് ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 ചാപ്റ്റേഴ്സിനും കൂടെ ഒരു ആൻസർ ആയിട്ട് പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? അതൊരു ജനറൽ ടൈപ്പ് ചോദ്യമായിരിക്കും ആ യൂണിറ്റിന്റെ അകത്തൊന്നും. അപ്പോൾ അത് വളരെ ഈസിയാണ്. നമുക്ക് 4 ചാപ്റ്ററും കൂടെ നമുക്കൊരു എസ്സേയിലേക്ക് എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഈ 5 യൂണിറ്റിനകത്തുനിന്നും ഓരോ തീം ഉണ്ടെന്നും ആ തീം എന്തൊക്കെയാണെന്നും അതിന് വേണ്ടുന്ന പോയിന്റ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ശേഖരിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു തന്ത്രപരമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും അടിച്ചെടുക്കാൻ പറ്റും ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ്. ആരാണ് ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്? ക്രിസ്റ്റ്യൻ ലെഗാർഡ് എന്ന് പറയുന്ന ഓതറാണ് അല്ലെ? ക്രിസ്റ്റ്യൻ ലെഗാർഡ് ആണ്. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പം ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചാപ്റ്റേഴ്സിന്റെ ഒരു സമ്മറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും എന്ത് ചെയ്യണം? ഒന്ന് റിഫ്രഷ് ചെയ്യണം. അതിനകത്തുള്ള ക്യാരക്ടേഴ്സിന് നമുക്ക് ഓർമ്മയുണ്ടാവണം. അതിനകത്തുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ പോയിന്റ്സ് ആണോ പറയുന്നത് നമ്മൾ ഓർക്കണം. അത് ഒരു പ്രത്യേക രീതിയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ചില റിവ്യൂ ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചിലത് നമ്മൾ ചില ഇമെയിൽ ടൈപ്പിലായിരിക്കും, ചിലത് ഇന്റർവ്യൂ ടൈപ്പിലായിരിക്കും. അപ്പൊ ആ ചോദ്യങ്ങളും കൂടെ നമ്മൾ അതെങ്ങനെ എഴുതണം എന്നുള്ളത് കൂടെ നമ്മൾ എന്ത് ചെയ്യും? പരിചയപ്പെടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്ലീസ് ലെൻഡ് മീ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ കാതുകൾ എനിക്ക് കടം തരിക. നമുക്കിതൊന്ന് ഓടിച്ചു നോക്കാം. First, The 3 L's of Empowerment is a speech by Christine Lagarde, and here she talks about the importance of women empowerment. ഇത് 3 L's of Empowerment എന്ന് പറയുന്നത് ക്രിസ്റ്റ്യൻ ലെഗാർഡ് എഴുതിയിട്ടുള്ള എന്താണ്? എ സ്പീച്ച് ആണ്, ഒരു സ്പീച്ച് ആണ്. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. ക്രിസ്റ്റ്യൻ ലെഗാർഡിന്റെ സ്പീച്ച് ആണ് എന്ത്? The 3 L's of Empowerment. And here she talks about what? The importance of വിമൻ എംപവർമെന്റ്. വിമൻ എംപവർമെന്റിനെ കുറിച്ചാണ് ഇതിനകത്ത് മുഴുവൻ അവർ സംസാരിക്കുന്നത്. ആൻഡ് ദ വേസ് ടു അച്ചീവ് ദിസ് ഗോൾ. ഈ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള വഴികൾ. ഏത് ഗോള്? വിമൻ എംപവർമെന്റ് എന്ന് പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാനുള്ള വഴികളാണ് അവർ ഇതിനകത്ത് മുഴുവനും ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആയി. രണ്ടാമത്, സോ ഷി ബിഗിൻസ് ദ സ്പീച്ച് ബൈ സ്ട്രെസ്സിംഗ് ദ റൂൾ ഓഫ് വിമൻ ഇൻ ദ മോഡേൺ വേൾഡ്. ശ്രദ്ധിച്ചു വെക്കണം ആ പോയിന്റ്. ഷീ ബിഗിൻസ് എ സ്പീച്ച്. അവരുടെ സ്പീച്ച് തുടങ്ങുന്നത് എങ്ങനെയാണ്? ബൈ സ്ട്രെസ്സിംഗ് ദ റോൾ ഓഫ് വിമൻ ഇൻ ദ മോഡേൺ വേൾഡ്. മോഡേൺ വേൾഡിൽ സ്ത്രീകളുടെ റോൾ എന്താണ് എന്നത് സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അവര് ആ സ്പീച്ച് തുടങ്ങുന്നത്. ഷീ സ്ട്രെച്ചസ് ദാറ്റ്
stresses that women have great potential and inner power. സ്ത്രീകൾക്ക് വളരെ ഒരു ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്, വലിയ ശക്തി ഉണ്ട് അവർക്ക്, അതുപോലെ തന്നെ ഇന്നർ പവർ ഉണ്ട് അവർക്ക് എന്നതും അവരവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നു, എടുത്തു പറയുന്നു. ബട്ട് അവ 2 പോയിന്റ് ഇന്നർ പവറും ഗ്രേറ്റ് പൊട്ടൻഷ്യലും ഓർത്തു വെക്കുക. അങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു വെച്ചാലും മതി. സ്ത്രീകൾക്ക് എന്തുണ്ട്? ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇന്നർ പവർ ഉണ്ട്, ബ്യൂട്ടി but they are denied the opportunity to contribute their potential for the benefit of the entire human race. ശ്രദ്ധിക്കുക, പക്ഷേ അവർക്ക് എന്ത് കൊടുക്കുന്നില്ല? ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. they are denied with the opportunity to contribute their potential. അവരുടെ ശക്തി ഈ ഒരു ഹ്യൂമൻ റേസിന്റെ മൊത്തം എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ മനുഷ്യരാശിക്കുള്ള മൊത്തം എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ശക്തി, അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ ശക്തി, അതിന് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ, അതിനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് നൽകുന്നില്ല. She says that there are 3 ways in which we can open the doors of opportunity. അവർ പറയുന്നു 3 രീതിയിൽ നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തുറക്കാൻ പറ്റും, ഈ ഒരു സാധ്യത നമുക്ക് തുറക്കാൻ പറ്റും. അതൊന്ന് they are learning, ഒന്നാമത്തത് ലേണിംഗ് ആണ്, ലേബർ രണ്ടാമത്തത് ലേബർ ആണ്, മൂന്നാമത്തത് ലീഡർഷിപ്പ് ആണ്. the 3 L's ഇതാണ്. ഏതൊക്കെയാണ്? they are learning, labor and leadership. ഇനി ലേണിംഗ് ഓർ എഡ്യൂക്കേഷൻ is the foundation on which any change is built. അപ്പൊ ഒന്നാമത്തെ പോയിന്റിന്റെ മേലെ നമ്മൾ ചെറിയൊരു ബ്രീഫ് നോട്ട് ഉണ്ടാക്കാണ്. എന്താ പറയുന്നത്? ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് or education, learning അല്ലെങ്കിൽ education എന്ന് പറയുമ്പോൾ which is the foundation on which any change is built. ഏതൊരു മാറ്റവും ഉണ്ടാക്കണമെങ്കിൽ ആ മാറ്റത്തിന്റെ ഫൗണ്ടേഷൻ ഏതാണ് മക്കളെ? ഏതാണ്? അത് എഡ്യൂക്കേഷൻ ആണ്, ലേണിംഗ് ആണ്. ഫസ്റ്റ് എൽ ആണ് നമ്മുടെ. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു empower themselves. ലേണിംഗ് അവരെ എംപവർ ചെയ്യാൻ സഹായിക്കുന്നു. വിമൻസ് എഡ്യൂക്കേഷൻ has a wider and stronger impact than the education of men. She adds that if a man is given education, it will empower only him and his family. But if a woman is given education, she will help the whole society to achieve their goals. ഒരു സ്ത്രീക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും പുരുഷന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓഥർ പറയുന്നു. ക്രിസ്ത്യൻ ലെഗാർഡ് പറയാണ്, she adds that if a man is given education, ഒരു മനുഷ്യനല്ല ഒരു ആണിന് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ എഡ്യൂക്കേഷൻ എന്തിനു മാത്രമേ ഉപകരിക്കുന്നുള്ളൂ? അയാൾക്കും അയാളുടെ ഫാമിലിക്കും മാത്രമേ ഉപയോഗപ്പെടുന്നുള്ളൂ. ബട്ട് ഇഫ് യു ആർ എഡ്യൂക്കേറ്റിംഗ് എ വുമൻ, ഒരു സ്ത്രീക്കാണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ദ ഹോൾ സൊസൈറ്റി ഈസ് ഗോയിങ് ടു ഹാവ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. അതിന്റെ ഗോൾസ്, അതിന്റെ ഓപ്പർച്യൂണിറ്റി മുഴുവൻ സമൂഹത്തിനും കിട്ടാൻ പോകുന്നു എന്നതും കൂടെ അവിടെ പറഞ്ഞു നിർത്താണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ അവിടെ വിടുകയാണ്. അടുത്ത് നോക്കുക. Christian Lagarde says that labor or employment is the second step to help women to achieve their true potential. സ്ത്രീകളുടെ ശരിയായ ശക്തിയിലേക്ക് അവരെ എത്തിക്കാൻ സഹായിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് ലേബർ ആണ്, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്. എഡ്യൂക്കേഷൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ ഈ ലേബർ എന്ന് പറയുന്നതിന് എംപ്ലോയ്മെന്റ് എന്ന കൂടി ഓർത്തു വെക്കുക. Now they face many problems like unequal wages, low payments, low job security and exclusion from high status jobs. സ്ത്രീകൾ നേരിടുന്ന ലേബറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? അൺഈക്വൽ വേജസ് എന്ന് പറഞ്ഞാൽ കൂലി, അൺഈക്വൽ ആയിട്ടുള്ള വേജസ്, low payments, low job security and exclusion from high status jobs. They are excluded from high status jobs with men. Women participates in economics activity. If women participate in the economic activity, it is good not just for women but for the entire nation. നമ്മുടെ സാമ്പത്തിക നിലയിൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അടിത്തറയിൽ കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളും കൂടെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സ്ത്രീകൾക്ക് മാത്രമല്ല ഉപകാരമാകുന്നത്, എൻറ്റയർ ഇന്ത്യ അല്ലെങ്കിൽ എൻറ്റയർ നേഷൻ ആണ് എന്ത് ചെയ്യുക, ഉപകാരപ്പെടുക. വിമൻസ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ക്യാൻ ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം ആൻഡ് ഓൾസോ നമ്മുടെ സ്ത്രീകളും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ
പെർ ക്യാപിറ്റ ഇൻകം അല്ലെ, പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുന്നതിന് അത് സഹായകരമാകും. In order to give more opportunity for women in the workplace, there should be changes in the laws and policies. In order to give more opportunity for women in the workplace, there should be changes in the laws and policies. സ്ത്രീകൾക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ കുറെ കൂടെ അവസരങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ എന്തുണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറഞ്ഞു വെക്കുകയാണ്. അവിടെ കഴിയാണ് എന്ത്, സെക്കൻഡ് എല്, ലേബർ എന്ന് പറയുന്നത്. ദ തേർഡ് ആസ്പെക്ട് ഇസ് ലീഡർഷിപ്പ്. മൂന്നാമത് ചർച്ച ചെയ്യുന്നത് ആരെ കുറിച്ചാണ്, ലീഡർഷിപ്പിനെ കുറിച്ചാണ്. മൂന്നാമത്തെ എല് ഏതാണ്, ലീഡർഷിപ്പ് ആണ്. മോർ വിമൻ ഷുഡ് കം ടു ലീഡർഷിപ്പ് പൊസിഷൻസ്. ഒരുപാട് സ്ത്രീകൾ ഇനിയും ഉയർന്നു വരേണ്ടതുണ്ട് ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക്. ദേ ഷുഡ് ബി എ പാർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അവര് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ഭാഗമായേ പറ്റൂ. ക്രിസ്റ്റ്യൻ ലഗാർഡ് asserts that women are actually as good or even better leaders compared to men. ക്രിസ്റ്റ്യൻ ലഗാർഡ് അസേർട്ട് ചെയ്ത് പറയുന്നു, എടുത്തു പറയുന്നു, ഊന്നി പറയുന്നു എന്ത്, that women are actually as good or even better leaders as compared to men. ആണുങ്ങളെക്കാളും കുറച്ചുകൂടെ മികച്ചതോ അത്രക്ക് തന്നെയോ ആയ ലീഡേഴ്സ് ആണ് ആര്, സ്ത്രീകളെന്ന് അവരെടുത്ത് പറയുന്നു. They take decisions based on conscious building, inclusion and compassion. അവര് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും കുറച്ചുകൂടെ മികച്ച നേതാക്കളാണെന്ന് പറയാൻ കാരണം, ബിക്കോസ് they take decisions based on what, their consciousness, inclusion and compassion. ഓക്കെ, ഈ മൂന്ന് ക്വാളിറ്റീസ് വെച്ചിട്ടാണ് അവര് മുൻഗണന കൊടുക്കുന്നത് അവർ ഡിസിഷൻ എടുക്കുമ്പോൾ. സോ വി ക്യാൻ സേ ദേ ആർ മച്ച് ബെറ്റർ ലീഡേഴ്സ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് സേസ് ദാറ്റ് if we make a whole world where women can meet their potential, ക്രിസ്റ്റ്യൻ ലഗാർഡ് അവസാനം കൺക്ലൂഡ് ചെയ്യാണ്, നമുക്ക് അങ്ങനെ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ പറ്റുകയാണെങ്കിൽ, സ്ത്രീകളുടെ ശരിയായ ശക്തിയിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു ലോകത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുകയാണെങ്കിൽ, the world will be benefit from it. ഈ ലോകത്തിന് തന്നെയാണ് അതിൽ നിന്നും നേട്ടം ഉണ്ടാവുക. ലഗാർഡ് ends her speech by saying that if women dare to take a risk by gathering courage and strength, there will be difference in the entire society and this difference will be deliver good result. എന്താ പറയുന്നത്, ലഗാർഡ് ends her speech by saying that, ലഗാർഡ്സ് അവരുടെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്, if women dare to take a risk, സ്ത്രീകൾ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇങ്ങനെ by gathering courage and strength, ധൈര്യവും ശക്തിയും സ്വരൂപിച്ച് അവർ ഈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, there will be difference in the entire society. അതിന്റെ മാറ്റം നമ്മുടെ entire സൊസൈറ്റിയിലും കാണാൻ പറ്റും. and this difference will deliver good results. ആ റിസൾട്ട്സ്, ആ ഒരു എന്താണ് ഡിഫറൻസ്, ആ ഒരു വ്യത്യാസം വലിയ റിസൾട്ട്സിലും നമുക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു സമ്മറി. റിവ്യൂ എഴുതാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനം മാത്രം എഴുതി വെച്ചാൽ മതി. ഈ റിവ്യൂ, ഈ ചാപ്റ്ററിന്റെ ഒരു റിവ്യൂ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഈ സംഭവം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഇതൊരു ലെറ്ററിന്റെ ഫോർമാറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ ഫോർമാറ്റ് മാറ്റുക, ലെറ്ററിന്റെ ഫോർമാറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ സംഗതികൾ തന്നെ എന്ത് ചെയ്താൽ മതി, കോണ്ടന്റ് ഇത് തന്നെ ആയിരിക്കണം. ഇമെയിൽ എഴുതാൻ പറയുകയാണെങ്കിലോ കോണ്ടന്റ് ഇത് തന്നെ. അപ്പൊ ഈ പറഞ്ഞ സാധനം നിങ്ങൾ ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ ആപ്പിനകത്ത് ഇത് കിട്ടും, നോട്ട്സ് കിട്ടും. അപ്പൊ സോ അതൊന്ന് വായിച്ചു നോക്കുക. ഏറ്റവും ക്രിസ്പി ആയിട്ട് ഞാൻ അത് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നോക്കുക. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് നോക്കാം. യു ആർ ആസ്ക്ഡ് ടു ഇന്റർവ്യൂ ക്രിസ്റ്റ്യൻ ലഗാർഡ്. റൈറ്റ് 4 questions and 4 possible answers. ഒരു 4 ചോദ്യം ചോദിക്കാൻ നമ്മുടെ ക്രിസ്റ്റ്യൻ ലഗാർഡിനെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 4 ചോദ്യം ചോദിച്ചു നോക്കുക അല്ലേ. എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ നിങ്ങൾക്ക്? ക്വസ്റ്റ്യനും ആൻസേഴ്സും ഉണ്ടാവും. ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യനും ആൻസേഴ്സും. ചില ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാനുണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്ര മാർക്കായിരിക്കും? 4 ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ 8 മാർക്കായിരിക്കും ഇത്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ് ക്രിസ്റ്റ്യൻ മാഡം? എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ഒരു 4 ചോദ്യം, വളരെ എളുപ്പമുള്ള 4 ചോദ്യം നമ്മൾ പഠിച്ചു വെക്കണം. ഏതൊരാളുടെ ചോദ്യം. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഗ്രാമർ പാർട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്.
അത് രണ്ടാമത്തെ ടൈപ്പാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഈ 4 ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്? ക്രിസ്ത്യൻ ലഗാർഡ്. ഹാർഡ് വർക്ക് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ സക്സസ്. അത് സിമ്പിൾ, ചൈൽഡിഷ് ആയിട്ട് തോന്നാം. കുറച്ച് നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർക്ക് വേറെ നല്ല ഗഹനമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഈസി മാർക്ക് ഗെയിനിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഹൂ ഈസ് യുവർ റോൾ മോഡൽ? മൈ മദർ ഇസ് മൈ റോൾ മോഡൽ. രണ്ടാമത്തെ ആൻസർ, മൈ മദർ ഇസ് മൈ റോൾ മോഡൽ. ഹൗ ക്യാൻ വി എംപവർ വിമൻ? എങ്ങനെ നമുക്ക് സ്ത്രീകളെ എംപവർ ചെയ്യാൻ പറ്റും? എങ്ങനെ? ഹൗ ക്യാൻ വി എംപവർ വിമൻ? ദ 3 L's ഓഫ് എംപവർമെന്റ് ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇത് ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. വാട്ട് ഈസ് യുവർ മെസ്സേജ്? അത് എല്ലാവരോടും ചോദിക്കാം. ഹാർഡ് വർക്ക് യു വിൽ വിൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എന്താ പറയുക, എഴുതാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള, മാർക്ക് പോകുന്ന പേടിയുള്ള ആളുകൾക്ക് പഠിച്ചു വെക്കാവുന്ന, ബൈ ഹാർട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു 3 ചോദ്യങ്ങൾ. ഈ ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ചാപ്റ്റർ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, മാറ്റി മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ്. Imagine that a leading activist for women's rights is visiting your school. You are one of the students who got an opportunity to interact with her. Frame 4 questions on need of women empowerment that you wish to ask her. നിങ്ങളുടെ സ്കൂള് ഒരു വിമൻ ആക്ടിവിസ്റ്റ്, സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. നിങ്ങളോട് അവരോട് ചോദിക്കാനുള്ളൊരു ഇൻട്രഡക്ഷൻ സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ചോദ്യം അവരോട് ചോദിക്കാം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? 3 ചോദ്യം ചോദിച്ചാൽ മതി. 3 ചോദ്യത്തിന് 3 മാർക്ക്. മാഡം, ഡു യു തിങ്ക് വിമൻ എംപവർമെന്റ് ഇസ് റിയലി പോസിബിൾ? ഒന്നാമത്തെ ചോദ്യം, മാഡം ഡു യു തിങ്ക് വിമൻ എംപവർമെന്റ് ഇസ് റിയലി പോസിബിൾ? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഇസ് ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ യു ഫൈൻഡ് ഇൻ വിമൻ എംപവർമെന്റ്? വിമൻ എംപവർമെന്റിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ആ ഒരു ഒബ്സ്റ്റക്കിൾ, തടസ്സം എന്താണ്? അടുത്തതൊരു എസ് ക്വസ്റ്റ്യൻ, WH സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോഴും ഡു യു തിങ്ക് വിമൻ themselves are against women empowerment because in many families mothers prefer their sons to their daughters? നിങ്ങൾ തോന്നുന്നുണ്ടോ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ഈ എംപവർമെന്റിന്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന്? കാരണം പല അമ്മമാരും പെൺകുട്ടികളെക്കാളും കൂടുതലും ആൺകുട്ടികളെയാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം. ലാസ്റ്റ് വൺ, we have heard that 3 L's of empowerment are learning, labor and leadership. Are they enough? അത് മാത്രം മതിയോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നേരത്തെ ചോദിച്ച 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 3 മാർക്കിനായിരുന്നു. നമ്മളൊരു ചോദ്യം കൂടെ എക്സ്ട്രാ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഇനി വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ഓഫ് ദ കംഫർട്ട് സോൺ. ഡിസ്കസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വിമൻ ഷുഡ് സ്റ്റെപ്പ് ഔട്ട് സൈഡ് ഓഫ് ദ കംഫർട്ട് സോൺസ്, ഒരു ടോപ്പിക്. എന്നിട്ട് നമ്മളോട് അതിൻ്റെ മേലെ ഒരു ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. നോക്കാം. ദ മെജോറിറ്റി ഓഫ് വിമൻ ഇൻ ദ വേൾഡ് ഫീൽസ് കംഫർട്ടബിൾ. പോയിന്റ്സ് ഓർത്ത് വെക്കാനാട്ടോ ഞാനത് തരുന്നത്. പോയിന്റ്സ് ഓർത്ത് വെക്കണേ. ഏതൊക്കെയാണ്? മെജോറിറ്റി ഓഫ് വുമൻ in the world feels comfortable within the 4 walls of their homes. They are not ready to take up challenging jobs to prove their ability. They are only selecting safe jobs like teaching and nursing. Really, they are blessed with unlimited abilities. The above statement, women should step outside their comfort zone, is a great call towards women for a new world. We have great women personalities like Indira Gandhi, Mother Teresa, Kalpana Chawla. ഈ പോയിന്റ് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇതെന്തിനാന്ന് വെച്ചാലേ, ഇതേപോലെ ഒരു സാധനം വേറെ വരാനുണ്ട്. നമ്മളോട് ഒരു 4 ടോപ്പിക്സ് വന്നിട്ട് നിങ്ങളോട് അതിൻ്റെ എഗെയിൻസ്റ്റ് ടോപ്പിക് എഴുതാൻ വേണ്ടി പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പോയിന്റുകൾ നിങ്ങൾ ഇതിന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഒപ്പീനിയൻ എഴുതാൻ, ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഇസ് എ ഗ്രേറ്റ് കോട്ടിങ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന, ബിക്കോസ് ദ മെജോറിറ്റി ഓഫ് വുമൺ ഇൻ ദ വേൾഡ് ഫീൽസ് കംഫർട്ടബിൾ വിത്തിൻ ദ 4 walls ഓഫ് ദെയർ ഹോംസ്. ഇങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി.
അപ്പോൾ ആ ഒരു ചോദ്യത്തിനും കൂടെ കണക്കായിട്ട് ഈ പോയിന്റുകൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ചാലഞ്ചിങ് ജോബ്സ് ടു പ്രൂവ് ദെയർ എബിലിറ്റീസ്. നമ്മുടെ എസ്സേനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. They are only selecting safe jobs like teaching and nursing. Really, they are blessed with the unlimited abilities. The above statement of women should step outside their comfort zone is a great call towards women for a new world. We have great women personalities like Indira Gandhi, Mother Teresa, Kalpana Chawla, etc., etc., etc. ആ പോയിന്റ് ഒക്കെ മൈൻഡിലേക്ക് വേഗം ഒന്ന് കയറ്റി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. കാതറിൻ ടിനാനിൻ്റെ ഏതാണ് ചാപ്റ്റർ? എനി വുമൺ ആണ് നമ്മുടെ ചാപ്റ്റർ. നമ്മുടെ പോയമാണ് എനി വുമൺ. ഓക്കെ, എനി വുമണിലേക്ക് വരാം നമുക്ക്. അതിനു മുമ്പ് കാതറിൻ ടിനാൻ ആരാന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ചെയ്യാനൊന്ന് വായിക്കാം. കാതറിൻ ടിനാൻ is an Irish-born writer known mainly for her novels and poetry. ഓക്കെ, ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഐറിഷ് പോയറ്റ് ആണ് കാതറിൻ ടിനാൻ എന്നത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. നോവൽസ് ആൻഡ് പോയട്രി. She has also a credit to more than a score of novels and 7 books of verse. She usually wrote under the name of Catherine Tynan Higson. Okay, അത്രയും മതി. നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് വരാം. The poem Any Woman presents the all-embracing power of a woman to hold a family together. എന്താണ് പോയത്തിന്റെ തീം? എന്താണ്? The poem Any Woman presents the whole embracing power of a woman to hold a family together. To hold a family, the power of woman to hold a family together. That's enough. Okay, any woman. കാതറിൻ ടിനാൻ അല്ലേ? സ്പെല്ലിംഗ് ഓർത്തു വെക്കണം, പേര് ഓർത്തു വെക്കണം. കാതറിൻ ടിനാൻ്റെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ പോയം. ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. പോയം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ പോയം വായിക്കാൻ കാരണം ഇതിനകത്തുനിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? പോയറ്റിക് ലൈൻസ് എന്നിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. സോ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാം. I am the pillars of the house. I am the pillars of the house. ഞാനാണ് ഈ വീടിൻ്റെ 4 തൂണുകൾ. ഞാനാണ്, അല്ലെങ്കിൽ എത്ര തൂണുകളുണ്ടോ ആ തൂണുകളെല്ലാം ഞാനാണ്. I am the pillars of the house, the keystone of the arch am I. ഞാനല്ലേ ഈ ആർച്ചിന്റെ കീസ്റ്റോൺ. കീസ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആണിക്കല്ല്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല്. ആ കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആർച്ച് മുഴുവൻ വീണു പോകും. അപ്പൊ ആദ്യ കല്ലാണ് വെക്കുക, എന്നിട്ടാണ് കൽപ്പണിക്കാരൻ എന്ത് ചെയ്യുന്നത്? അടുത്ത കല്ല് അതിനോട് സെറ്റ് ചെയ്ത് ചേർത്ത് വെക്കുന്നത്. അപ്പൊ ആ കീസ്റ്റോൺ ഞാനാണ്. മനസ്സിലായില്ലേ? ടേക്ക് മീ അവേ, എന്നെ എടുത്ത് നോക്ക്. എന്നെ എടുത്താലുണ്ടല്ലോ, ആൻഡ് ദ റൂഫ്, ദ വാൾ വുഡ് ഫോൾ ടു റൂയിൻ മീ അറ്റേർലി. എല്ലാം, റൂഫ് ആയിക്കോട്ടെ, വാൾ ആയിക്കോട്ടെ, എല്ലാം താഴെ വീണ് തരിപ്പണമായി പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ആരൊക്കെയാന്നാ പറയുന്നത്? ഞാൻ പില്ലേഴ്സ് ആണ്, ഞാൻ കീസ്റ്റോൺ ആണ് അല്ലേ? എന്നെ തന്നെ നശിപ്പിക്കാൻ അത് സാധിക്കും. റൂയിൻ മീ അറ്റേർലി എന്ന് വെച്ചാൽ ഞാനാണ്. എന്നെ എടുത്തു കഴിഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നശിക്കുന്നല്ല പറയുന്നത്, ഞാൻ തന്നെ നശിക്കും. ഞാൻ തന്നെയാണ് ഫാമിലി എന്നാ പറയുന്നത്. ഇവിടെ മെറ്റഫേഴ്സ് ആണ് മുഴുവനും, പോയത്തിൽ മുഴുവനും മെറ്റഫേഴ്സ് ആണ്. എന്നാൽ മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യല്ലേ? ഇവിടെ സ്ത്രീ അവളെ ആരുമായിട്ട് കമ്പയർ ചെയ്യാണ്? പില്ലേഴ്സ് ആയിട്ടും ഫാമിലി ആയിട്ടും അവളുടെ കീ സ്റ്റോൺ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇനിയുണ്ട് ഇഷ്ടംപോലെ കമ്പാരിസൺസ്. അതുകൊണ്ട് പോയം മുഴുവനും മെറ്റഫേഴ്സ് ആണ്. ഓക്കെ, ഇനി I am the fire upon the hearth. I am the light of the good sun. I am the heat that warms the earth, which lies where colder than a stone. I am the fire upon the hearth. ഞെരിപ്പോടിലുള്ള, അടുപ്പിലുള്ള തീ ഞാനാണ്. എന്തിനാണ് ഈ അടുപ്പിൽ തീ? ഞെരിപ്പോടാണ് ശരിക്കും ഈ ഹേർത്ത് എന്ന് പറഞ്ഞാൽ. ഞെരിപ്പോട്, തീ കായാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ കണ്ടില്ലേ അല്ലെ? അപ്പോൾ അവിടെ എന്തിനാണത്? കംഫർട്ടാണ്. കംഫർട്ടിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ തീ കായുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ്? ഐ ആം ദ ഫയർ അപ്പോൺ ദ ഹേർത്ത്. ആ നെരിപ്പോടിലുള്ള തീ ഞാനാണ്. നിങ്ങളുടെ വീട്ടിൽ കംഫർട്ട് ഉണ്ടാക്കുന്നത് ഞാനാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ.
നല്ല സൂര്യൻ്റെ നല്ല പ്രകാശം ഞാനാണ്. ഭയങ്കര തീക്ഷ്ണമായ ചൂടല്ല പറയുന്നത്, നല്ല നമ്മുടെ ലൈഫ് ത്രൈവ് ചെയ്യാനുള്ള ചൂടുണ്ടല്ലോ അല്ലെ, ലൈഫ് ത്രൈവ് ചെയ്യാനുള്ള ചൂട് ഞാനാണ്. ഐ ആം ദ ഹീറ്റ് ദാറ്റ് വാംസ് ദ എർത്ത്, ഈ ഭൂമിയെ ചൂട് പിടിപ്പിക്കുന്ന ആ ചൂട് ഞാനാണ്. പിന്നെയോ വിച്ച് എൽസ് വർ കോൾഡർ ദാൻ എ സ്റ്റോൺ, ഇല്ലായിരുന്നുവെങ്കിൽ, ഞാനില്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമി ഒരു വിൽ ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. കോൾഡർ ദാൻ എ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രയോഗമാണ്. തണുത്തുറച്ചു പോയേനെ, ജീവനില്ലാതെ, ജീവന്റെ കണികകളില്ലാതെ തണുത്തുറച്ചു പോയേനെ. ആര് ഇപ്പം നമ്മൾ വല്ലാതെ തണുപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവന്റെ അംശങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്ന് അല്ലെ. ചില പ്ലാനറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ് മൂടി കിടക്കുന്നു, അവിടെ ജീവന്റെ സാന്നിധ്യമില്ല. ഇതുപോലെ ജീവന്റെ സാന്നിധ്യമില്ലാതെ കിടന്നേനെ എൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ, സ്ത്രീകളില്ലായിരുന്നുവെങ്കിൽ, അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭൂമിയും എന്നാണ് പോയറ്റ് അവിടെ സെക്കൻഡ് സ്റ്റാൻസയിൽ പറഞ്ഞു വെക്കുന്നത്. അടുത്ത സ്റ്റാൻസ നോക്കാം. അറ്റ് മീ, എൻ്റെ മേലെയാണ്. ദ ചിൽഡ്രൻ വാം ദെയർ ഹാൻഡ്സ്, കുഞ്ഞുങ്ങൾ അവരുടെ കൈകള് വാം ചെയ്യുന്നത്. എന്താ വാം ചെയ്യാന്ന് പറഞ്ഞാല് ചൂട് പിടിക്കുന്നത് അല്ലെ, ചൂട് കംഫർട്ട് നേടുന്നത് എൻ്റെ മേലെയാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ഞാനാണ് ജീവിച്ചിരിക്കുന്ന ആ സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിന് ഉദാഹരണം ഞാനാണ്. ഐ ആം ദ ലൈറ്റ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ പ്രകാശമാകുന്നു ഞാൻ. വിത്തൗട്ട് മീ കോൾഡ് ദ ഹെർത്ത് സ്റ്റോൺ സ്റ്റാൻഡ്സ്, ഞാനില്ലായിരുന്നുവെങ്കിൽ ഹെർത്ത് സ്റ്റോൺ അല്ലെ, അടുപ്പ് കല്ല് തണുത്തുറച്ചു പോയേനെ, കോൾഡായി പോയേനെ. പാചകം ചെയ്യാനില്ലാതെ, ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാനില്ലാതെ നിങ്ങളെല്ലാവരും എന്താണ് ചത്തൊടുങ്ങിയേനെ. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, അതാണ് അടുത്ത ലൈനിൽ പറയുന്നത്. നോർ കുഡ് ദ പ്രഷ്യസ് ചിൽഡ്രൻ ത്രൈവ്, ഈ വിലപിടിച്ച നമ്മുടെ മക്കളുണ്ടല്ലോ, അവർക്കും ത്രൈവ് ചെയ്യാൻ, ഗ്രോ ചെയ്യാൻ അവർക്കും പറ്റില്ലായിരുന്നു ഞാനില്ലായിരുന്നുവെങ്കിൽ. ഇനിയോ ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ്സ് ടുഗെദർ, I am the twister. I am the twist that holds together. ആ ട്വിസ്റ്റ് ഞാനാണ്, ആ കെട്ടുപടഞ്ഞു കിടക്കുന്നത് ഞാനാണ്. Holds together the children in its sacred ring. കുട്ടികളെ ആ ഒരു സീക്രട്ട് പാവനമായ ഒരു വലയത്തിൽ പിടിച്ചു നിർത്തുന്ന കെട്ട് ഞാനാണ്. The knot അല്ലെ, their knot of love. എന്തിന്റെ കെട്ടാണത്? സ്നേഹത്തിന്റെ കെട്ടാണത്. ഫാമിലിയിൽ നിന്നും കുഞ്ഞുങ്ങൾ എവിടേക്കും പോകാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന സ്നേഹത്തിന്റെ ആ ഒരു കെട്ട് ഞാനാണ്. From whose close tether no children, no lost child goes a wandering. ഒരു കുഞ്ഞു പോലും ആ കെട്ടിൽ നിന്നും അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, അലഞ്ഞു തിരിഞ്ഞു പോവുകയില്ല. ആ ഫാമിലിയുടെ ബന്ധത്തിൽ നിന്നും വളരെ ക്ലോസ് ആയിട്ട് അവരെ ടെതർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ക്ലോസ് ആയിട്ട് അവരെ കെട്ടുപടഞ്ഞു വെച്ചിരിക്കുന്നത് എൻ്റെ സ്നേഹമാകുന്നു, ഞാനാകുന്നു. അവരൊരു കുഞ്ഞിൽ പോലും അവിടെ നിന്നും വഴിതെറ്റി പോവുകയില്ല. സെക്കൻഡ് ലാസ്റ്റ് ആൻസർ നോക്കാം. ഐ ആം ദ ഹൗസ് ഫ്രം റൂഫ് ടു ഫ്ലോർ ടു റൂഫ്. അടുത്ത ലൈനിൽ പറയാണ് ഐ ആം ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഞാനാണ് വീട്. ഏത് വീട്? ഫ്രം ഫ്ലോർ ടു റൂഫ്, അടിമുതൽ മുടി വരെ എന്ന് പറയില്ലേ, എ ടു സെഡ് എന്ന് പറയില്ലേ, അതാണ് ഫ്ലോർ ടു റൂഫ് എന്ന് പറയുന്നത്. ഐ ഡെക്ക് ദ വാൾസ്, ഐ ഡെക്കറേറ്റ് ദ വാൾസ്. ഞാനാണ് ഈ മതിലുകളെ അലങ്കരിക്കുന്നത്. ദ ബോർഡ് ഐ സ്പ്രെഡ്, ഈ വിരിപ്പുകളും ഈ ജനലുകളും ഈ വിരികളും എല്ലാം വിരിക്കുന്നത് ഞാനാണ്. ഐ സ്പിൻ ദ കർട്ടൻസ്, റാപ്പ് ആൻഡ് റൂഫ്. ഊടും പാവും മേഞ്ഞുകൊണ്ട് ഈ കർട്ടൻസ് എല്ലാം വിരിക്കുന്നത് ഞാനാകുന്നു. ആൻഡ് ഷേക്ക് ഡൗൺ ടു ബി ദെയർ ബെഡ്സ്. അതെന്താന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഈ ഷേക്ക് ഡൗൺ ടു ബി ദെയർ ബെഡ്സ്? അവരുടെ കിടക്കയായി മാറാറുണ്ട് എന്നുദ്ദേശിക്കുന്നത്. ഇവിടെ ഷേക്ക് ഡൗൺ ടു ദെയർ ബെഡ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ പക്ഷികളുമായിട്ടൊരു കമ്പാരിസൺ നടത്താണ് അവിടെ. പക്ഷികൾ അവരുടെ തൂവലുകൾ പൊഴിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ബെഡിങ് ഉണ്ടാക്കുക. മനസ്സിലായില്ല? അവരുടെ വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക്, അടവെച്ച് വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് ബെഡിങ് ഉണ്ടാക്കുന്നത് അവരുടെ തൂവലുകൾ പൊഴിച്ചിട്ടാണ്.
ഇവിടെ അമ്മ പറയാണ് ഞാൻ എൻ്റെ തൂവലുകൾ പൊഴിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ബെഡിങ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെ ശരിക്കും അമ്മ ഇവിടെ തൂവല് വിരിക്കല്ല, ഞാൻ അവർക്ക് കംഫർട്ട് ഉണ്ടാക്കുന്നു, അവരുടെ ലൈഫ് ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. I am their wall against all dangers. I am their wall against all dangers. എല്ലാ അപകടങ്ങളിലെയും അവരെ കാത്തുരക്ഷിക്കുന്ന അവർക്കൊരു മതിലാണ് ഞാൻ. I am their wall against all danger. എല്ലാ അപകടങ്ങളിലും അവരെ കാത്തുരക്ഷിക്കുന്ന ഒരു വലിയ മതിലാണ് ഞാൻ, അല്ലേ? Their door against the wind and snow. എന്താണ് ഈ വിൻഡ് ആൻഡ് സ്നോ? പ്രോബ്ലംസ് ഇൻ ലൈഫാണ്, ത്രെഡ്സ് ഇൻ ലൈഫാണ്. അപ്പോൾ ഈ വിൻഡും സ്നോയും എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രോബ്ലംസിനെ സൂചിപ്പിക്കുന്നു. ആ പ്രോബ്ലംസിനെതിരെയുള്ള ഒരു ഡോറാണ് ഞാൻ. അമ്മ പറയാണ് തോ. അടുത്ത 2 ലൈന് ഒരു പ്രയറാണ്, ദൈവത്തോടൊരു പ്രാർത്ഥനയാണ്. ഒരു ഓൾഡ് ഇംഗ്ലീഷ് ആണ്. തോ എന്ന് പറഞ്ഞാൽ തോ, യു എന്നർത്ഥം. നിന്നെ, യു whom a woman laid in a manger. മേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുതിരയുടെ ഒക്കെ കാലിത്തൊഴുത്തിലുള്ള ഒരു തൊട്ടിയാണ്, പാത്രമാണ്. നമ്മുടെ ഈ കാലികൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രം. ആരാണോ നിന്നെ മേഞ്ചറിലേക്ക്, ആ പാത്രത്തിലേക്ക് പ്രസവിച്ചിട്ടത്? മനസ്സിലായില്ലേ? തോ whom a woman laid in a manger. നിന്നെ ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചവനല്ലേ നീ? Take me not till the children grow. അങ്ങനെയുള്ള ദൈവമേ, നീ എന്നെ വിളിക്കരുതേ, എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ. ഒരു പ്രാർത്ഥനയാണ്. കാലിത്തൊഴുത്തിൽ ജനിച്ചവനായ ദൈവമേ, എന്നെ നീ വിളിക്കരുതേ, എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ. ഓക്കെ, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ആരാണ് ആ വുമൺ എന്ന് പറയുന്നത്? മേരിയാണ് ആ വുമൺ എന്ന് പറയുന്നത്. മദർ മേരിയാണ് ആ വുമൺ എന്ന് പറയുന്നത്. ഇവിടെ ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. എൻ്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ എന്നെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, വിളിക്കരുതേ എന്ന് പറയാണ്. ഇവിടെ വുമൺ ആണ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി. ഓക്കെ, ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം ഫോക്കൽ പോയിന്റ് ഓഫ് ദ ഫാമിലി വുമൺ ആണ് എന്ന ഒരു പോയിന്റിലേക്കാണ് എത്തിക്കുന്നത്. നമുക്ക് നോക്കാം ഒരു അപ്രീസിയേഷന്റെ മോഡൽ. എനി വുമൺ by Catherine Tynan is a short poem presenting the all-embracing power of women to hold a family together. Any woman എന്ന് പറയുന്ന കാതറിൻ ടിനാനിന്റെ ഷോർട്ട് പോയം പ്രസന്റിങ്, നമുക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? ദ ഓൾ എംബ്രേസിംഗ് പവർ ഓഫ് വുമൺ ടു ഹോൾഡ് എ ഫാമിലി ടുഗെദർ. സ്ത്രീകളുടെ ആ ഒരു ശക്തിയെയാണ് കാണിക്കുന്നത്. എന്തിനുള്ള? ആ ഫാമിലിയെ ഒരുമിച്ച് പിടിക്കാനുള്ള ശക്തിനെ കാണിക്കുന്നത്. ദ റോൾ ഓഫ് വുമൺ ഇസ് ഇൻഡിസ്പെൻസിബിൾ ഇൻ എ ഫാമിലി. സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത് എടുത്തു പറയത്തക്ക ഒരു റോളാണ് ഫാമിലിയിൽ. ഷീ ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഫാമിലി ആസ് വെൽ ആസ് സൊസൈറ്റി. സൊസൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഫാമിലിയുടെയും ബാക്ക് ബോൺ ആണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. ഷീ ഈസ് ദ without her the family will crumble down and ruin utterly. അവളില്ലെങ്കിൽ ഫാമിലി will crumble down and ruin നശിക്കുക utterly, completely. Though she is not given due care or consideration, she lives for others and loves and cares them. ശ്രദ്ധിച്ച എന്താ ഇവിടെ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കേ. Though she is not given due care, അവൾക്ക് പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്നില്ലെങ്കിലും, കൺസിഡറേഷൻസ് കൊടുക്കുന്നില്ലെങ്കിലും, പരിഗണനകൾ, ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലും, പരിഗണന കൊടുക്കുന്നില്ലെങ്കിലും, she lives for others, അവൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, and loves and cares them, അവരെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്ത് ജീവിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. There is a harmonious bond between the woman and the family. ഒരു ഹാർമോണിയസ് ആയ, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ആയ ബോണ്ട് ഉണ്ട് എവിടെ? ബിറ്റ്വീൻ വുമൺ ആൻഡ് ഫാമിലി, സ്ത്രീകളും ഫാമിലിയും തമ്മിൽ. There is no home in its right sense if there is no woman. There is no home in its right sense. ശരിയായ അർത്ഥത്തിൽ ഒരു വീടുമില്ല ആരില്ലെങ്കിൽ, നോ വുമൺ, സ്ത്രീകളില്ലെങ്കിൽ.
ശരിയായ സെൻസിൽ, റൈറ്റ് സെൻസിൽ ഒരു ഹോമും ഉണ്ടാവില്ല. If she is cut off from the family, if somebody cut off this woman from the family, what happens? The integrity of the family will be no more, and even the earth wouldn't be place worthy to live. ഭൂമി പോലും ജീവയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി മാറും, അല്ലെ? മനുഷ്യർക്കിടയിലുള്ള യോജിപ്പില്ലാത്ത ഒരു ഫാമിലിയായി മാറും സ്ത്രീകളില്ലെങ്കിൽ. Her warmth of love prevails in the entire family. അവളുടെ സ്നേഹമാണ് ഈ ഫാമിലിയിൽ, കുടുംബത്തിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത്. She safeguards the family from any evil forces or adverse experiences affecting them. She safeguards, അവളെ രക്ഷിച്ചോളും, the family from any evil forces, ഏതൊരു ശക്തികളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും നമ്മുടെ സ്ത്രീകളെ രക്ഷിച്ചുകൊള്ളും ഫാമിലിനെ. ഓർ അഡ്വേഴ്സ് എക്സ്പീരിയൻസസ്, മോശം എക്സ്പീരിയൻസസിൽ നിന്നും. അഫക്റ്റിംഗ് ദം, ഷീ വിഷസ് ആൻഡ് പ്രേയേഴ്സ് ഫോർ ദ സേഫ്റ്റി ആൻഡ് വെൽനെസ് ഓഫ് അവർ ചിൽഡ്രൻ. അവളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഹിയർ കാതറിൻ ടിനാൻ ക്ലോസസ് ദ പോയം. കാതറിൻ ടിനാൻ ഇവിടെ പോയം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ബൈ എ പ്രെയർ, ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. ടു ജീസസ്, ആരോട്? ദൈവത്തോട് ഒരു പ്രാർത്ഥന. മദർ പ്രേസ് ദാറ്റ് ഷീ ഷുഡ് ബി അലൗഡ് ടു ലിവ് ഇൻ ദ വേൾഡ് ടിൽ ഹർ ചിൽഡ്രൻ ഗ്രോ. തൻ്റെ കുഞ്ഞുങ്ങൾ ഗ്രോ അപ്പ് ചെയ്യുന്നത് വരെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തരണേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് കാതറിൻ ടിനാൻ ഈ ഒരു സ്പീച്ച് പോയം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയത്തെ ഒന്ന് അനലൈസ് ചെയ്യാം. കുറച്ചുകൂടെ ഒരു ഡീപ്പർ ലെവലിൽ നമുക്കൊന്ന് ഈ പോയത്തെ നോക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ ആകെ 2 പാരഗ്രാഫായിട്ടല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതൊരു 4 മാർക്കിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ഇനി കുറച്ചുകൂടെ ഗഹനമായിട്ടൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, the poet opens the poem with a metaphorical images. Metaphorical images വെച്ചിട്ടാണ് പോയറ്റ് ഈ നമ്മൾ ചില വാക്കുകൾ ഇങ്ങനെ പഠിച്ചു വെക്കണം. മെറ്റഫറിക്കൽ ഇമേജസ്, അല്ലെ? അങ്ങനെയുള്ള വിഷ്വൽ ഇമേജസ് എന്നൊക്കെ പറയുന്ന പോലെ മെറ്റഫറിക്കൽ ഇമേജസ്, മെറ്റഫേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. It is said mother is the pillar of the house, the keystone of the arch, roof of the wall, and to insist her pivotal role അല്ലെങ്കിൽ her vital role in the family. അമ്മയുടെ വൈറ്റൽ റോൾ എന്ന വേർഡ് ഓർത്ത് വെച്ചാൽ മതി. ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് പോയറ്റ് ഇവിടെ കുറച്ച് മെറ്റഫറിക്കൽ ഇമേജസുകളിലൂടെയാണ് പോയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പറയുന്നു? അവളാണ് വീടിൻ്റെ കീ സ്റ്റോൺ, പില്ലേഴ്സ്, ആർച്ച്, അല്ലെ? ആർച്ച് ഓഫ് ദ റൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, റൂഫ് ആൻഡ് വാൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് മെറ്റഫറിക്കൽ ഇമേജസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു ഇൻസിസ്റ്റ് വൈറ്റൽ റോൾ ഇൻ ദ ഫാമിലി, വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഫാമിലി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹെർ സാക്രിഫൈഷ്യൽ ലവ് is symbolized through fire upon the hearth. അവളുടെ ത്യാഗോജ്ജലമായ സ്നേഹം സിംബോളൈസ് ചെയ്തിരിക്കുന്നത്, പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് through the fire upon the hearth, light of good sun, heat warmth of the earth and light of love എന്നീ ചിഹ്നങ്ങളിലൂടെയാണ്. എങ്ങനെയാണ് അവളുടെ സ്നേഹത്തെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്, സിംബോളൈസ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ മാർഗത്തിലൂടെയാണ്? ഫയർ അപ്പോൺ ദ എർത്ത് എന്ന് പറഞ്ഞിട്ട്, ലൈറ്റ് ഓഫ് ഗുഡ് സൺ എന്ന് പറഞ്ഞിട്ട്, ഹീറ്റ് വാമിംഗ് ദ എർത്ത്, ദ ലൈറ്റ് ഓഫ് ലവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. How the complete family is kept in the bondage of her love, not allowing anyone going astray in the pictures picturesquely expressed through a sacred ring. ഇവിടെ ഒരു കുഞ്ഞു പോലും അവളുടെ ആ ഒരു സ്നേഹവലയത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയില്ല എന്നത് പറഞ്ഞിരിക്കുന്നത് ഒരു സീക്രട്ട് റിംഗ് എന്ന് പറയുന്ന ഒരു ചിത്രം നമുക്ക് നൽകിയിട്ടാണ്. The images of floor to roof, wrap and roof represent the woman or mother as a symbol of patience and omnipresence.
ഇവിടെ wall to roof എന്ന് ഒരു ഇമേജ് പറയുന്നുണ്ട് അല്ലെ. ഐ ആം ദ wall to roof എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ wrap and roof, ഊടുംപാവം നെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്തിനെയാണ് സിംബോളൈസ് ചെയ്യുന്നത്? ഇറ്റ്സ് എ വുമൺ ആസ് എ സിംബൽ ഓഫ് പേഷ്യൻസ്, ക്ഷമയുടെയും ഒംനിപ്രസൻസ്, സർവ്വവ്യാപി എന്നാണ് ഈ ഒംനി പ്രസന്റിന്റെ മീനിങ്. സാധാരണ ദൈവത്തെയാണ് നമ്മൾ ഈ ഒംനി പ്രസന്റ് എന്ന് പറയാ, എല്ലായിടത്തുമുള്ളവൻ. ഓക്കെ, ഇവിടെ വീട്ടിനകത്ത് എല്ലായിടത്തുമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് സ്ത്രീകളെ ഇവിടെ ഈ രണ്ട് ചിഹ്നങ്ങളിലൂടെയും കാണിച്ചിരിക്കുന്നത്. ഫ്ലോർ ടു റൂഫും റാപ്പ് ആൻഡ് വൂഫും. The reference to the birth of Jesus Christ and the prayer highlight the unique and define role of any woman. ലാസ്റ്റില് ജീസസ് ക്രൈസ്റ്റിന്റെ ഒരു ജനനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു പ്രയറും നടത്തുന്നതിലൂടെ സ്ത്രീകളുടെ യുണീക്നെസ്സസ് ആണ് ഇവിടെ. എന്ന് വെച്ചാൽ അവൾക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ് പ്രസവിക്കുക എന്നുള്ളതും കുഞ്ഞുങ്ങളെ പരിപാലിച്ച് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ. അതിനെ എടുത്തു പറയുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. The choice of words to describe the multifaceted role, the metaphorical images, sober tone that prevails throughout the poem transform the emotions and feelings of the speaker, the woman, to the readers and asserts her identity as well. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിൽ, ഒരുപാട് ഇമേജസിലൂടെ, ഒരുപാട് വേർഡ് സെലക്ഷൻസിലൂടെ പോയറ്റ് കാണിച്ചിരിക്കുന്നത് വായനക്കാരനെ ഊന്നി ഊന്നി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ദ റോൾ ഓഫ് വുമൺ ഇൻ എ ഫാമിലി. The poem is a humble expression of the supreme role of a woman. The author steadily moves the poem to bring out the status of such selfless loving woman who is not given any consideration or recognition. ഒരു കൺസിഡറേഷനോ ഒരു റെക്കഗ്നേഷനോ കൊടുക്കാത്ത സ്ത്രീകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് വ്യക്തമാക്കി തരികയാണ് പോയറ്റ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പോയം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The poem Any Woman ends with the prayer, "Take me not till the children grow." Analyze this line in the Indian context where women sacrifice their lives for their children. Write a paragraph of the unfailing love of mothers in about 100 words. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം, നന്നായിട്ട് മനസ്സിലാക്കാം എന്താ ചോദ്യം എന്നുള്ളത്. ഇതൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? The poem Any Woman ends with the prayer. പോയം അവസാനിക്കുന്ന പ്രയറോട് കൂടിയിട്ടാണ് അല്ലെ. Take me not till the children grow. Analyze the line in the Indian context. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ പോയം ഒന്ന് അനലൈസ് ചെയ്യാണ്. എന്നിട്ടോ where women sacrifice their lives for their children. അല്ലെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ശരിക്കും എന്താ ചെയ്യുന്നത്? സ്ത്രീകൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ജീവിക്കുക ചെയ്യുന്നത്. Write a paragraph of the unfailing love of mothers in about 100 words. നമുക്ക് നോക്കാം. It is often said that good 4 മാർക്കാട്ടോ എൻ്റെ ചോദ്യത്തിന്. It is often said that since God could not be everywhere at the same time, he created mothers. അങ്ങനെ ചൊല്ലുണ്ട്. ദൈവത്തിന് എല്ലായിടത്തും എപ്പോഴും എത്താൻ പറ്റാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അമ്മമാരെയാണ്. He created mothers. This is more so in the case of an Indian mother. ഇത് കുറച്ചുകൂടെ കറക്റ്റാണ് ഇന്ത്യൻ മദേഴ്സിന്റെ ഇടയിൽ. In the Indian context, a mother lives and dies for her child. Any woman ends with the prayer, "Take me not till the children grow." The mother is praying like that not because she is afraid of death or because she wants to live long, but to ensure that her children are grown up and they can stand up and face the world. The Indian woman will go to any extent to ensure the safety and welfare of her child. The mother is praying like that not because she is afraid of death. മരണത്തെ പേടിച്ചിട്ടല്ല അമ്മ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. Or because she wants to live long, അതോ ഒരുപാട് കാലം ഇനിയും ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടുമല്ല, but to ensure that ഉറപ്പിക്കാനാണ്
എന്ത് ദാറ്റ് ഹർ ചിൽഡ്രൻ ഹാഡ് ഗ്രോൺ അപ്പ്, എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് ഒറ്റയ്ക്ക് ജീവിക്കാൻ വളർന്നിട്ടുണ്ട് എന്നത് ഉറപ്പിക്കാൻ. ആൻഡ് ദേ ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഫേസ് ദ വേൾഡ്, ഈ ലോകത്തെ അവർക്ക് അവരുടെ കാലിൽ നിന്നുകൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ. ദ ഇന്ത്യൻ വുമൺ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു എൻഷുർ ദ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് എ ചൈൽഡ്. ഇന്ത്യൻ വുമണ് ഏത് അറ്റം വരെയും പോവും അവരുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനൊരു പോയം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം, നിങ്ങൾ ഓർത്ത് വെക്കാം. ദ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ, നെസ്സി മെസ്സിക്കേൽ എന്ന് പറയുന്ന ഓതറിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ എന്ന പോയം നിങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നെസ്സി മെസ്സിക്കേലിൻ്റെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയോൺ. ചിലപ്പോൾ ആ പോയമായിരിക്കും നിങ്ങൾക്ക് തരിക കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, 8 മാർക്കിൻ്റെ കമ്പാരിസണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ആ പോയത്തിലൊരു അമ്മേനെ, ഒരു ഇന്ത്യക്കാരിയായ അമ്മേനെ, റൂറൽ വില്ലേജിലുള്ള അമ്മേനെ സ്കോർപ്പിയോണ് കുത്തുന്നതാണ് രാത്രിയിൽ. കർഷക കുടുംബമാണ്, അപ്പോൾ അവരെ സ്കോർപ്പിയോണ് കുത്തി രാത്രി മുഴുവൻ അമ്മ അനുഭവിക്കുന്ന വേദനയും ആ വേദനയിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ആ വില്ലേജേഴ്സ് മൊത്തം അവിടെ വരികയും അവരെല്ലാവരും ഓരോ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും. അച്ഛൻ കുറച്ച് റാഷണലിസ്റ്റാണ്. അച്ഛൻ എന്ത് ചെയ്തതാണ്, ഒരു പാരഫിനൊക്കെ വെച്ചിട്ട് ഒരു മരുന്നൊക്കെ വെച്ച് കെട്ടി വേദന മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ അവസാനം ഈ അമ്മ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഏതാ? ഈ സ്കോർപ്പിയോൻ്റെ വേദന എല്ലാം കഴിഞ്ഞു പോയി, 20 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വേദന എല്ലാം നഷ്ടപ്പെട്ടു, അതിൻ്റെ സ്റ്റിങ് നഷ്ടപ്പെട്ടു. അപ്പം അമ്മ പറയുന്നത്, താങ്ക് ഗോഡ്, ദൈവത്തിന് നന്ദി, ദ സ്കോർപ്പിയോൺ പിക്ഡ് ഓൺ മീ ആൻഡ് സ്പെയർഡ് മൈ ചിൽഡ്രൻ. എന്നെ ആണല്ലോ ഈ സ്കോർപ്പിയോണ് കൊത്തിയത്, അതിന് ദൈവത്തിന് നന്ദിയെന്ന്. എന്താ, എൻ്റെ കുഞ്ഞുങ്ങളെ വെറുതെ വിട്ടല്ലോ. ഇവിടെയാണ് അമ്മയുടെ നമ്മൾ ശരിയായ. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ വളരെ വളരെ എക്സലൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഒരു ജനറൽ ടൈപ്പിലേക്ക് നമ്മുടെ എസ്സേസ് എപ്പോൾ മാറുന്നു അവിടെയാണ് നമ്മുടെ മാർക്ക് വീഴുക കേട്ടോ. അല്ലാതെ നമ്മളൊരു ആൻസർ ഇവിടെ നോക്കി പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് അതേപോലെ എഴുതി വെക്കുന്നതിനല്ല മാർക്ക്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കൃത്യമായിട്ടും എന്ത് ചെയ്യണം, ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. 8 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 2.5 പേജിൽ കൂടുതൽ എന്ത് ചെയ്യണം, എഴുതണം. 2.5 പേജിൽ കൂടുതൽ എഴുതണം. ഇപ്പോൾ 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് 2.5 എന്ന് പറയാം. 2.5 പേജിൽ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 8 മാർക്കിൻ്റെ ചോദ്യം എഴുതണം. 7 മാർക്കിൻ്റെ ആണെങ്കിലോ 2 പേജെങ്കിലും എഴുതണം. 2 പേജിൽ കൂടുതൽ എഴുതണം. 2 പേജ് എന്ന് പറയുമ്പോൾ ഒരു പേജ്, ഒരു പുറം, 2 പുറമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പേജ് ഒരു പേപ്പർ അല്ല, പേപ്പർ എന്ന് പറയുമ്പോൾ 2 പേജ് വരും. ഇനി അതേപോലെ 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ നമ്മൾ എത്ര എഴുതണം, 1 പേജെങ്കിലും എഴുതണം. ഓക്കെ. ഇനിയോ 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിലോ 5 മാർക്കിൻ്റെ ആണെങ്കിൽ ഒരു 1/2 പേജെങ്കിലും നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ആണ് നമ്മുടെ സംശയം ഉണ്ടാവുക. എല്ലാ ചോദ്യത്തിനും ഇത് ബാധകമല്ല, ഇതൊരു ഏകദേശ വർത്തമാനം മാത്രമാണ് അല്ലേ. ചില ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? എല്ലാ ചോദ്യത്തിനും ഇത്രയും എഴുതാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. പക്ഷെ നമ്മളെ എസ്സേ കാര്യങ്ങളൊക്കെ ഇത്രയും വിശദമായിട്ട് വലിച്ചു വാരി എഴുതുക തന്നെ വേണം, എന്നാലേ മാർക്ക് വീഴുള്ളൂ. കുറച്ച് മാത്രം എഴുതി വെച്ച ആൾക്കാരാണ് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് പണി കിട്ടിയത് അല്ലേ. കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ എക്സാമിനേഷന് വളരെ ടൈറ്റായിരുന്നു. എക്സാമിനേഷൻ്റെ വാല്യുവേഷനൊക്കെ കുറേ ആളുകൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ ആ മിസ്റ്റേക്സ് ഒന്നും എന്ത് ഇനി വരുത്തരുത്. ഓക്കെ. ഇനി അപ്പോൾ ഇതാണ് ഞാൻ തന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Read the following lines and answer the questions given below. Though whom a woman laid in a manger, take me not till the children grow. Who is the though referred to here? ആരാണ് ഇവിടെ though എന്ന് പറയുന്നത്? You, whom a woman, നിന്നെ ആരാണോ ഒരു സ്ത്രീ പ്രസവിച്ചത്. ഇവിടെ though എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നത് ആരാണ്? ജീസസ് ക്രൈസ്റ്റ് ആണ് ഇവിടെ അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഗോഡ് എന്ന് എഴുതിയാലും ആൻസർ ശരിയാണ്. What is the incident referred to? എന്താണ് ഇവിടെ, ഏത് ഇൻസിഡന്റ് ആണ് ഇവിടെ പറയുന്നത്? ഈ ലൈൻസിൽ പറയുന്ന സംഭവം ഏതാണ്? The birth of Jesus ആണ്, ജീസസിന്റെ ജനനമാണ് പറയുന്നത്. What is mother's prayer? അമ്മയുടെ പ്രാർത്ഥന എന്താണ്? The mother's prayer is that she shouldn't die until her children grow. തൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വരെ അല്ലെങ്കിൽ വളരുന്നത് വരെ എന്ത് ചെയ്യരുത്, എന്നെ മരിപ്പിക്കരുത് എന്ന് പറയുന്നതാണ് അമ്മയുടെ പ്രാർത്ഥന. ഓക്കെ. Keeping the view, the ideas discussed above, prepare an appreciation of the poem. അപ്പോൾ ഐഡിയാസ് ഡിസ്കസ് above ഒന്നും വേണ്ട,
അപ്രീസിയേഷൻ ഓഫ് ദ പോയം എനി വുമൺ ആണ്. അപ്രീസിയേഷൻ്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. അപ്രീസിയേഷനിൽ നമുക്ക് ശ്രദ്ധിക്കണം, ഈ മെറ്റഫർ സിമിലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു രീതി നമുക്കൊന്ന് നോക്കാം. ദ പോയം എനി വുമൺ ബൈ കാതറിൻ ടിനാൻ സ്പീക്സ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വുമൺ ഇൻ ദ ഫാമിലി. ഷീ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. ഷീ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ആർച്ച്. ഷീ ഈസ് ദ റൂഫ് ആൻഡ് വാൾസ്. She is the fire upon the earth. Without her, the home could be colder than a stone. ഞാൻ ഇത് തന്നിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളോട് അപ്രീസിയേഷൻ മാത്രം തന്നിട്ട് ചിലപ്പോൾ ചോദ്യം ചോദിക്കാം. അല്ല, നിങ്ങൾക്ക് പോയറ്റിക് ലൈൻസ് തന്നിട്ട് ആ പോയറ്റിക് ലൈൻസിൻ്റെ ഒടുക്കം താഴെ നിങ്ങളോടും എന്തും പറയാം, അപ്രീസിയേഷൻ എഴുതാനും പറയാം. അപ്പോൾ അങ്ങനത്തെ പോയം തന്നിട്ടുണ്ടെങ്കിൽ ആ പോയത്തിൽ നിന്ന് തന്നെ നോക്കി എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്ക് എന്താ പറഞ്ഞുള്ളത്, ആ പോയറ്റിക് ലൈൻസ് തന്നെ അതേപോലെ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ദ പോയം എനി വുമൺ ബൈ കാതറിൻ ടിനാൻ സ്പീക്സ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എനി ഫാമിലി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കേണ്ട ഒരു സെന്റൻസ് ആണ് അല്ലേ. പിന്നെന്താണ്, ഷീ ഈസ് ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്, ആ ലൈൻ തന്നെ. ഷീ ഈസ് ദ കീ സ്റ്റോൺ ഓഫ് ദ ആർച്ച്, രണ്ടാമത്തെ ലൈന്. ഷീ ഈസ് ദ റൂഫ് ആൻഡ് വാൾസ്, മൂന്നാമത്തത്. ആൻഡ് ഷീ ഈസ് ദ ഫയർ അപ്പോൺ ദ ഹെർത്ത്. വിത്തൗട്ട് ഹെർ ദ ഹോം വുഡ് ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. ആ ലൈൻസ് തന്നെയാണ്, വേറെ എവിടെ നിന്നൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. The children come to her for love and affection. She is the light of their love. The children could hardly thrive without her support. The children could hardly a negative word ആണ്. The children could not thrive എന്നാണ് അതിനർത്ഥം. Children could not thrive without her support. അമ്മയുടെ സപ്പോർട്ട് ഇല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. She is the one who holds the family together. അവളാണ് ആര് ഈ ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. No child wants to get away from the close-skinned family group. ആ close-skinned family ഗ്രൂപ്പിൽ നിന്നും ഒരു കുഞ്ഞിന് പോലും വിട്ടുപോകാൻ കഴിയില്ല. She is all over the house, from the floor to the roof. Nothing happens without her knowledge. ഒന്നും നടക്കില്ല അവളുടെ അറിവില്ലാതെ. She decorates the house and makes the children's bed and cozy and warm. അവളാണ് ആ വീടിനെ അലങ്കരിക്കുന്നത്. അവളാണ് ബെഡ് ഉണ്ടാക്കുന്നതും ആ വീടിന് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വാം കൊടുക്കുന്നതും കോസി ആക്കുന്നതും കംഫർട്ട് ഉണ്ടാക്കുന്നതും അവളാണ്. She also protects the children from all dangers. She is the door that guards against all kinds of troubles and tribulations that comes to the pester the inmates. വീട്ടിലെ അന്തേവാസികളെ പ്രയാസപ്പെടുത്താൻ വരുന്ന എല്ലാ ട്രബിൾസിനെയും ട്രിബുലേഷൻസിനെയും എതിരെ അവരെ സഹായിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മതിലാണ് അല്ലെങ്കിൽ ഒരു വാതിലാണ് അമ്മ. At the end of the poem, the woman prays to Jesus to spare her life until her children are properly grown up. കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ തൻ്റെ ജീവൻ നിലനിർത്തി തരാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അമ്മ. The poem has simple language. ഇനി നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പോയറ്റിക് ലാംഗ്വേജിനെ കുറിച്ച് പറയാൻ പോവാണ്. The poem has simple language. The entire poem is a exquisite metaphor. പോയം മുഴുവനും മെറ്റഫർ ആണ്. The imagery is great. അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ഇമേജറി എല്ലാം മഹത്വമുള്ളതാണ്, വളരെ നല്ലതാണ്. The woman doing all kind of jobs and standing guard at the same time makes us admire her capabilities. Her love is superb. Her love is superb, and there is utter unselfishness in her activities. നിസ്വാർത്ഥമായ സേവനമാണ് അമ്മ ചെയ്യുന്നത്, ഒന്നും തിരിച്ചാഗ്രഹിച്ചല്ല ചെയ്യുന്നത്. At last we also see the birth of Jesus in the manger. മേഞ്ചറിൽ അവസാനം നമ്മൾ ആ ജീസസ് ക്രൈസ്റ്റ് ജനിച്ചതും കണ്ടു. We see the woman standing before Jesus praying to him to let her live till her children grow up. Catherine has painted a fine picture of devoted mother with his words. വാക്കുകൾ കൊണ്ട് ഒരു വളരെ മനോഹരമായി കാതറിൻ ടിനാൻ ഇവിടെ ഒരു അമ്മയെ ചിത്രീകരിച്ചിട്ടുണ്ട്. The poem is
in rhyme except the first stanza. First stanza ഒഴികെ ബാക്കി എല്ലാത്തിലും rhyming scheme ഉണ്ട്. The rhyme scheme is AB AB. ഇത്രയാണ് നമ്മുടെ Any Woman എന്ന് പറയുന്ന പോയത്തിൽ നമുക്ക് നോക്കാനുള്ളത്. ഒരൊറ്റ കാര്യം കൂടെ. What is the symbolic significance of the ഒരു ചോദ്യം ഇതാണ്. തിങ്ക് ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനുള്ള ചോദ്യമാണ്. ക്വാളിറ്റീസ് ഓഫ് വുമൺ നീഡ്സ് ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. സ്ത്രീകൾക്ക് എന്തെല്ലാം ക്വാളിറ്റീസ് ആണ് വേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ചാലഞ്ചസിനെ നേരിടാൻ വേണ്ടിയിട്ട്? ആ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കണം. ഒന്ന്, ദ വുമൺ ഷുഡ് ഹാവ് മെനി ക്വാളിറ്റീസ് ടു ഫേസ് ചാലഞ്ചസ് ഇൻ ലൈഫ്. ഓക്കെ, ജനറൽ ആയിട്ട്. അടുത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. ഒന്നാമത് അവൾക്ക് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം കൊടുക്കണം. എഡ്യൂക്കേഷൻ ടെൽസ് എ വുമൺ ഹെർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇതെല്ലാ ചാപ്റ്റേഴ്സിനും എടുത്തിട്ടാണ് ഈ ഒരു യൂണിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഷീ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷൻ ടെൽസ് എ വുമൺ ഹെർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. Secondly, she should have some employment which brings her some income. Income empowers her. Then she should have leadership qualities. These includes wisdom, understanding, courage, determination, compassion, sympathy, and empathy. Women should not remain the weaker sex. There is nothing weak about them. They should dare the difference and come into leadership roles, acquiring equality with men in all the walks of life. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും മാനുമായിട്ട് ഈക്വാലിറ്റി പങ്കിടുന്ന ഒരാളായിട്ട് സ്ത്രീകൾ മാറണം. മറ്റൊരു ചോദ്യം, അനലൈസ് ദ തീം ഓഫ് ദ പോയം കീപ്പിംഗ് ഇൻ വ്യൂ the plight of women in the Indian scenario. The theme of the poem is importance of women in the family. Without a woman, a family is simply unimaginable. This is more so in the case of Indian women. Women take care of the children, cook, wash, and do all the other jobs. Nothing at home happens without her knowledge or without her participation. She is the pillars of roof, walls and doors of the house. She is the one who gives love to all. It is the woman who makes home a sweet place. ഇനി അത്രയും മതി. എനി വുമൺ അത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം. മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും സെയിം യൂണിറ്റിൽ തന്നെയാണ്. അപ്പോൾ സെയിം തീം തന്നെയാണ് അതിനകത്തും വരുന്നത്. മാച്ച് ബോക്സ് എന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ആരാണ്? ആശാപൂർണ ദേവിയാണ് അല്ലേ? ആശാപൂർണ ദേവിയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവ്യൂ. Matchbox written by Ashapurna Devi tells the story of the couple Ajit and Naumita. നമുക്ക് ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കഥാപാത്രങ്ങൾ മെയിൻ ആയിട്ടുള്ള രണ്ടാൾക്കാരെ നമുക്ക് ഓർത്ത് നോക്കാം. ഒന്ന് ഒരു കപ്പിൾ ആണ് അല്ലെ, അജിത്ത് ആൻഡ് നോമിറ്റ. അജിത്ത് ഹീറോ, നോമിറ്റയാണ് ഹീറോയിൻ. ഇറ്റ് represents the picture of unhealthy relationships existing in some Indian families. എന്താണ്? It presents the picture of
the unhealthy relationship existing in some Indian families. The author compares women to matchboxes. The author compares women to matchboxes. Matchboxes have the potential to set everything on fire. Matchboxന് എല്ലാത്തിനെയും തീപ്പെടുത്താനുള്ള കഴിവുണ്ട്. But in appearance they are meek and harmless. പക്ഷെ കാണാൻ അവർ വളരെ നിസ്സാരക്കാരാണ്, പ്രശ്നക്കാരല്ല. Women also are capable of great things. സ്ത്രീകളും അതുപോലെ തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. But in most occasions they will stay without exhibiting this capacity. പക്ഷെ പലപ്പോഴും അവർ ഈ കപ്പാസിറ്റി കാണിക്കാതെയാണ് നിൽക്കാറ്. The central character of the story, Matchbox, is Nomita. നിങ്ങൾക്ക് കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നോമിറ്റയാണ്. She is a typical Indian wife who does not realize her true potential. സാധാരണ ഏതൊരു ഇന്ത്യക്കാരെയും പോലെ തന്നെ അവളുടെ യഥാർത്ഥ കഴിവുകളെ കുറിച്ച് അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയാണ് ആര്? നോമിറ്റ. She is good looking and she got married to a rich family. അവള് സുന്ദരിയാണ്, അവളൊരു വലിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ് അവളെ ബിക്കോസ് ഓഫ് ഹർ ലുക്സ്, അവളുടെ ഭംഗി കൊണ്ട് മാത്രം. Her husband Ajit has the habit of opening his wife's letters. അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്തിന് ഒരു സ്വഭാവമുണ്ട്, ഭാര്യയ്ക്ക് വരുന്ന കത്തുകൾ വായിച്ചു നോക്കുക എന്നുള്ളത്. He argues that it is his right to screen her mail. അവളുടെ കത്തുകൾ വായിച്ചു നോക്കുക, മുന്നേ വായിച്ചു നോക്കുക എന്നുള്ളത് അയാളുടെ അവകാശമായിട്ടാണ് അയാൾ കാണുന്നത്. He does not pay any attention to Nomita's protest. നോമിറ്റ അതിനോട് പ്രതിരോധിക്കുന്നുണ്ട് പല സമയങ്ങളിലും, അതിനൊന്നും അയാളത് വകവെക്കുന്നില്ല. Whenever she protests, he is treated badly. She is treated badly. എപ്പോഴെങ്കിലും അവൾ പ്രതികരിക്കുമ്പോൾ അവളെ വളരെ മോശമായിട്ടാണ് അയാൾ ട്രീറ്റ് ചെയ്യാറ്. He even ridicules her by calling her Doug Picker's daughter. അവളെ കളിയാക്കുക കൂടെ ചെയ്യാറുണ്ട്, ഒരു ഡങ് പിക്കേഴ്സ് ഡോട്ടർ എന്ന് വിളിച്ചിട്ട്, ചാണകം വാരുന്നവന്റെ മകളെ എന്ന് വിളിച്ചിട്ട് അവളെ കളിയാക്കാറുണ്ട്. Her poor family background forces her to suffer the humiliation in silence. അവളുടെ ഫാമിലി വളരെ പാവപ്പെട്ടവരാണ്. ആ poor family ബാക്ക്ഗ്രൗണ്ട് കൊണ്ടാണ് അവള് ഇതെല്ലാം, ഈ അപമാനങ്ങളെല്ലാം സഹിക്കുന്നത്. Nomita is presented in the story as a person who speaks her mind. നോമിറ്റയെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ഒരാളായിട്ടാണ്. സോ നോ വൺ അറ്റാക്സ് ഹർ ഔട്ട് റൈറ്റ്. അതുകൊണ്ട് തന്നെ ആരും അവളെ എടുത്തടി എന്താ പറയുക, അവളെ അറ്റാക്ക് ചെയ്യാറില്ല. The other members of the joint family can only pinch her with sharp words. ആ ഫാമിലി, ജോയിന്റ് ഫാമിലിയിലുള്ള മറ്റ് ആളുകൾ അവളെ എന്ത് ചെയ്യാറുണ്ട്? ക്രൂരമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാറുണ്ട്. The readers become very empathetic towards Nomita as they understand the poverty and the miserable conditions of her mother. Her mother has the habit of begging money from her daughter and son-in-law. അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു സ്വഭാവം ഉണ്ട്, താനും മകളോടും മരുമകനോടും പണം കടം ചോദിക്കുന്ന. At the climax of the story, we see Nomita infuriated with when Ajit challenges her by asking her what she could do. എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അവൾ ആകെ തിളച്ചു മറയുന്ന ഒരു നോമിറ്റയെ നമ്മൾ കാണുകയാണ് അവസാനം. She sets fire to the alcohol of her own sari. This frightens Ajit and he becomes defensive. But later, when he goes out and meets others, she pretends as if nothing has happened. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അവൾ പുറത്തിറങ്ങിയിട്ട് ആളുകളെ കാണുമ്പോൾ ഇതൊന്നും നടക്കാത്തതുപോലെ, സംഭവിക്കാത്തതുപോലെയാണ് അവൾ അഭിനയിക്കുന്നത്. She cannot tell her mother and those in the village about her real situation. അവളുടെ കുടുംബക്കാരോടോ അവളുടെ അമ്മയോടോ അവളുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. She is considered as a queen in the family, at least to them. She is not ready to burn the colorful shell which she has shut herself by. അവളൊരു മാലാഖ, ഒരു രാജ്ഞിയെ പോലെയാണ് അവിടെ ജീവിക്കുന്നതെന്നാണ് അവളുടെയൊക്കെ വിചാരം. ആ കളർഫുൾ ഷെല്ല് നഷ്ടപ്പെടുത്താൻ
അങ്ങനെ തന്നെ നിൽക്കട്ടെ, അവളുടെ ഭർത്താവിനൊരു ഇമേജ് ഉണ്ട്, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് അവൾ വിചാരിക്കുന്നത്. Men knows that women will not be ready to move out of their comfort zones. പുരുഷന്മാർക്കറിയാം സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തേക്ക് പോകില്ല എന്ന്. That is why they handle them so confidently and carelessly as they treat match boxes. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ മാച്ച് ബോക്സസ് ഹാൻഡിൽ ചെയ്യുന്ന ലാഘവത്തോട് കൂടിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കെയർലെസ് ആയിട്ട് ഈ സ്ത്രീകളെ ഹാൻഡിൽ ചെയ്യുന്നത്. They put them in their pockets because they are sure that they will not burn themselves or harm them. പോക്കറ്റിലിടാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് ഇവരെ പോക്കറ്റിലിട്ട് നടക്കും. കാരണം അവർ ഉറപ്പാണ് ഇവ ഒന്നും അവരെ ഉപദ്രവിക്കാൻ പോകുന്നില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് what do you understand about the character of Nomita and Ratna? Compare and contrast the character of Nomita and Ratna. നോമിറ്റയുടെയും രത്നയുടെയും ക്യാരക്ടേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്ത് കോൺട്രാസ്റ്റ് ചെയ്യാനാണ് ചോദ്യം. From the talk of Nomita, one can easily guess that നോമിറ്റയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. Guess that she is a hot-tempered woman. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്ത്രീയാണ്. Here she is challenging her husband, saying that if he thinks she can't do certain things, he is mistaken. She can do something which he thinks she can't. She is challenging him that and telling him whether he is prepared to see what she is capable of doing. It is by talking like this she puts a burning matchstick to her sari which catches fire. The conversation can act quite rashly in an unthinking manner. But Ratna is quite different woman. She is middle-aged, madhyavayaskayanu, senior clerk aanu, and she is always smiling. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. രണ്ടുപേരുടെയും ഒരു സ്വഭാവ വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഫസ്റ്റ് നോമിറ്റേൻ്റെ പറഞ്ഞു, അടുത്തത് നോമിറ്റ എങ്ങനെയാണ് ഭർത്താവിനോട് ചലഞ്ച് ചെയ്യാൻ തക്ക ഒരു തൻ്റെ സാരിയിൽ തീ പിടിപ്പിക്കാൻ പോലും ഗഡ്സ് കാണിച്ച ഒരു സ്ത്രീയാണ്. എന്നാൽ അതുപോലെയല്ല രത്ന. രത്ന ഈസ് എ ക്വൈറ്റ് ഡിഫറെൻറ്റ് വുമൺ. ഷീ ഈസ് എ മിഡിൽ ഏജ്ഡ് സീനിയർ ക്ലർക്ക് ആൻഡ് ഷീ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. Every day after lunch, she sits with some person and listens to her or him. She is listening to people's problems. Even by listening to them, she can help them. അവരെ ജസ്റ്റ് കേൾക്കുന്നതിലൂടെ പോലും അവർക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. A big problem the modern world faces is the people have no time to listen to the problems of others. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയമില്ല എന്നുള്ളതാണ്. God has given us 2 ears to listen. ദൈവം നമുക്ക് 2 കാതുകൾ തന്നത് കേൾക്കാനാണ്, ആളുകളെ കേൾക്കാനാണ്. The person with a problem feels revealed when somebody sympathetically listens to him or her. ആരെങ്കിലും നമ്മളെ കേൾക്കാനുണ്ടെങ്കിൽ ഒരാൾക്ക് അയാളുടെ വിഷമങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇല്ലാതെയാവും. Between the 2 women, Ratna is by far the better one. ഈ 2 സ്ത്രീകൾക്കും ഇടയിൽ രത്നയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് നമ്മളുടെ ഒരു അഭിപ്രായം കൂടെ അവിടെ രേഖപ്പെടുത്താം. ഈ രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് പല രീതിയിലും എഴുതാം കേട്ടോ. ഇതിൽ നോമിറ്റിൻ്റെ ഒരു സ്വഭാവം മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതുള്ളൂ. നിങ്ങൾക്ക് വേറെ രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാം. Ajit's elder brother notices the rift between Ajit and നോമിറ്റ. അജിത്തിൻ്റെ എൽഡർ ബ്രദർ, അജിത്തിൻ്റെ ചേട്ടൻ, ഇവർ തമ്മിലുള്ള പ്രശ്നം കേൾക്കുകയാണ്. ഹി മേക്സ് ദ കപ്പിൾ മീറ്റ് എ കൗൺസിലർ. ഒരു കൗൺസിലറെ പോയി കാണാൻ വേണ്ടി പറയുന്നു. ഇഫ് യു വർ ദ കൗൺസിലർ, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് അജിത്ത്? അജിത്തിന് നിങ്ങൾ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? 3 pieces of advice using expressions like you should, you ought to, you had better. അപ്പോൾ ഈ 3 യൂസേജ് നമ്മൾ പഠിക്കാൻ വേണ്ടത് യു ഷുഡ് ഉപയോഗിച്ചിട്ട്, യു ought to ഉപയോഗിച്ചിട്ട്, യു ഹാഡ് ബെറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. യു ഷുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാം? യു ഷുഡ് ഉപയോഗിച്ചിട്ട് പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. യു ഷുഡ് നോട്ട് റീഡ് ദ ലെറ്റേഴ്സ് അഡ്രസ് ടു ദ അതേഴ്സ് അൺലെസ് ദേ പെർമിറ്റ് യു ടു ഡു സോ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മളതിന് ശേഷം യു ഷുഡിന് ശേഷം എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. യു ഷുഡ് നോട്ട് റീഡ് ദ ലെറ്റേഴ്സ് അഡ്രസ് ടു അതേഴ്സ് unless they permit you to do so.
മറ്റുള്ളവർ നിങ്ങളെ അനുവദിക്കുന്നത് വരെ മറ്റുള്ളവർക്ക് വരുന്ന കത്തുകൾ നിങ്ങൾ വായിക്കാൻ പാടില്ല എന്നൊന്ന് പറയാം. നെക്സ്റ്റ്, യു ഓട്ട് ടു ഷോ മോർ റെസ്പെക്ട് ടു യുവർ വൈഫ്. യു ഓട്ട് ടു ഉപയോഗിച്ചിട്ട് എങ്ങനെ എഴുതും നോക്കാം. ഷുഡ് ടു ഉപയോഗിച്ച് അതുപോലെ തന്നെ ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. യു ഓട്ട് ടു ഷോ, നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു, മോർ റെസ്പെക്ട് ടു യുവർ വൈഫ് നോമിറ്റ ആൻഡ് ഗിവ് ഹർ all the letters addressed to her without opening them. കത്ത് പൊട്ടിക്കാണ്ട് അവൾക്ക് തന്നെ കൊടുക്കണം. അതാണ് നിങ്ങളുടെ കടമ ആസ് എ ഹസ്ബൻഡ്. യു ഹാഡ് ബെറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ്? യു ഹാഡ് ബെറ്റർ ടേക്ക്, ഇത് ഇൻഫിനിറ്റീവ് രൂപത്തിൽ എഴുതണം. ടേക്ക് ടുക്ക് എന്ന് എഴുതാൻ പാടില്ല, ടേക്കൺ എന്ന് എഴുതാൻ പാടില്ല, ടേക്കിംഗ് എന്ന് എഴുതാൻ പാടില്ല, ടേക്ക് തന്നെ വരിക. യു ഹാഡ് ബെറ്റർ കൺസൾട്ട്, യു ഹാഡ് ബെറ്റർ സ്റ്റഡി എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, സ്റ്റഡിങ് എന്നോ സ്റ്റഡീഡ് എന്നോ അല്ല, കൺസൾട്ടഡ് എന്നോ കൺസൾട്ടിങ് എന്നോ അല്ല. യു ഹാഡ് ബെറ്റർ കൺസൾട്ട്. അതുപോലെ യു ഹാഡ് ബെറ്റർ ടേക്ക് എ റെസൊല്യൂഷൻ നോട്ട് ടു ഓപ്പൺ നോമിറ്റാസ് ലെറ്റേഴ്സ്. ഓക്കെ, നോമിറ്റയുടെ കത്ത് ഇനി വായിക്കില്ല എന്നൊരു റെസൊല്യൂഷൻ, തീരുമാനം ഇന്ന് മുതൽ എടുക്കുന്നത് നന്നായിരിക്കും. അതാണ് യു ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ഷീ വാണ്ട്സ് ടു യു ടു റീഡ് ദം she will give them to you after she reads them. നിങ്ങൾ വായിക്കേണ്ടതാണെങ്കിൽ അവൾ നിങ്ങൾക്ക് നൽകും, അവൾ വായിച്ചതിന് ശേഷം. Letters are private affairs and no one has the right to read the letter addressed to others. ഇത് ഒരുപാട് തവണ പല രീതിയിൽ ഈ ചോദ്യം ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളോടൊരു അഡ്വൈസ് പറയുന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് ഒന്നുകൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെ ചോദിക്കേണ്ടതെന്നുള്ളത്. You should not read the letters addressed to others unless they permit you to do so. ഒന്ന്. അടുത്ത്, you ought to show more respect to your wife nomita and give her all the letters addressed to her without opening them. രണ്ട്. മൂന്നാമത്തെ, you had better take a resolution തീരുമാനം, not to open nomita's letters. If she wants you to read them, she will give them to you after she reads them. Letters are private affairs and no one has the right to read the letters and address to others. Okay, അപ്പോൾ അത് ഓർത്ത് വെക്കുക, നോട്ട് ചെയ്യുക. നല്ല ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോമിറ്റ is angry with Ajit for reading the letters sent by her mother. She found the letters in Ajit's pocket. What could have been the content of the letter? Attempt it. നല്ല ചോദ്യമാണ്, 5 മാർക്കിൻ്റെത്. നോമിറ്റ is angry with Ajit for reading the letters sent by her mother. അമ്മ അയച്ച ലെറ്റർ കണ്ടിട്ട് നോമിറ്റയ്ക്ക് ദേഷ്യം വന്നു. She found the letter in Ajit's pockets. അജിത്തിന്റെ പോക്കറ്റിലാണ് അവൾ കത്ത് കണ്ടത്. What could be the content of the letter? ലെറ്ററിൽ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? ലെറ്ററിൻ്റെ ഒരു മോഡൽ ഇതാ ഇവിടെ ഉണ്ട്. ആദ്യം നമ്മൾ സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതണം. ഇതൊരു പേഴ്സണൽ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ ഫ്രം ടു ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഫ്രം അഡ്രസ്സ് അത് എഴുതുക. അതുപോലെ തന്നെ ടു അഡ്രസ്സ് വേണ്ട, ഡേറ്റ് എഴുതുക അല്ലേ, അല്ലെങ്കിൽ പ്ലേസ് ഡേറ്റ് എഴുതുക. വൈഷ്ണോ ദേവി ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, കൽക്കത്ത. താഴെ ഡേറ്റ് എഴുതാൻ ശ്രദ്ധിക്കണം, മറന്നു വരുത്. ഡിയറസ്റ്റ് ഡോട്ടർ, സല്യൂട്ടേഷനിൽ തുടങ്ങി. ഡിയറസ്റ്റ് ഡോട്ടർ, it has been quite a long time since I heard anything from you. How are you? How are you there? How is Ajit? How are the others members of the family? സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു പാരഗ്രാഫിൽ നമ്മൾ തുടങ്ങി വെച്ചു. ഇനിയോ, I can't say I am quite fine. I can't say I am quite fine. ഞാൻ തികച്ചും എനിക്ക് സുഖമാണെന്ന് പറയാൻ കഴിയൂല മോളെ. I have been suffering from some cough and cold. എനിക്ക് ചുമയും ജലദോഷവും ഉണ്ട്. I tried some local medicines but the cough is persisting. Now neighbors told me I must visit the doctor. ആൾക്കാരൊക്കെ പറയുന്നു നിങ്ങൾ ഡോക്ടറെ കാണിക്കണമെന്ന്. But the fact I have no money to pay the doctor's fee or to buy the medicine. My clothes have become very old and I need a new sari also. So I have to ask you to send me some money. I know I am bothering you, but what can I do? Your immediate response will help me. Yours lovingly, signature Vaishno Devi. സിഗ്നേച്ചറിൻ്റെ ആവശ്യപ്പെടില്ല കേട്ടോ. സിഗ്നേച്ചർ എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല.
ഏതിൽ? ഇൻഫോർമൽ ലെറ്ററിൽ, ഫ്രണ്ട്ലി ലെറ്ററിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. ആദ്യം ഫ്രം അഡ്രസ്, ഡേറ്റ്, സല്യൂട്ടേഷൻ. ഫസ്റ്റ് ഒരു പാരഗ്രാഫ് സ്വകാര്യതകൾ അന്വേഷിക്കുന്നു. കണ്ടന്റ്, എന്തെങ്കിലും മെയിൻ ബോഡി ഓഫ് ദ ലെറ്റർ. ശേഷം എന്താ, ഇങ്ങനെ ഒരു ക്ലോസിങ് സെൻറ്റൻസ് വേണം. ഏതാണ്? യുവർ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ എന്ന് പറയുന്നില്ലേ അത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, കൺവേ മൈ റിഗാർഡ്സ് ടു അജിത്ത്, അജിത്തിൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്ന് പറയാം. താഴെ യുവേഴ്സ് ലവിങ്ലി പേര് എഴുതിയാൽ സംഭവം കറക്റ്റായി. ഓക്കെ, അത്രയാണ് നമ്മുടെ ആ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ. അപ്പോൾ അതിന് ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിറ്റ എന്നൊരു ചോദ്യം ഉണ്ട് അവിടെ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് നോമിറ്റ, നോമിറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ പോയിന്റ്സ് മാത്രം ഞാൻ പറഞ്ഞു പോവാം. നോമിറ്റ ഇസ് ദ വൈഫ് ഓഫ് അജിത്ത്. ആരാണ് നോമിറ്റ എന്നുള്ളത് നമ്മൾ ആദ്യം നിന്ന് പറയണം. They live in a joint family. Altogether, there are 26 members in the family. Nomita comes from a very poor family, but she is very beautiful, and that is how she gets married into this family, into a rich family. Her mother, who is a widow, was the one who managed to find a rich boy for her daughter. Nomita has no brothers or sisters. She is referred to as a queen by her mother. Her mother frequently writes to Nomita requesting her for money. She used to write in postcards which could be read by anyone. Nomita is ashamed that her mother is always begging for money. To prevent that others from reading, Nomita asks her mother to write letters in an envelope. The requests are so frequent that Ajit says that there is no need for reading the letter, but send some money to her. Nomita also secretly helps her mother. It seemed her mother is very demanding and shameless as she goes on begging. One day, while collecting the soiled clothes of giving to the washerman, Nomita sees a letter in the pocket of Ajit. It is torn and crumbled. It is addressed to her mother, and from the postmark it is obvious that Ajit got it some 3 days before. But he had not told anything about it. Nomita is unhappy because Ajit reads the letters addressed to her. She had told him many times not to do it. He says he is checking to see if anyone is passing love letter to her. At this point, Nomita gets angry and tells him that he is a common vulgar man. This enrages Ajit, and he says that she is a dung picker's daughter. He will do what he wants. Nomita's family, flaming with anger, picks a matchbox and lights a stick and puts it on her saree, which instantly catches fire. Ajit rushes and with his bare hands he puts out the fire, telling that she loses her common sense when she is angry. Nomita can be very sarcastic and can make faces effectively. She can easily tell lies, and she calmly says her sari got burned when she was taking down the hot pot from the stove. Nomita is good making retorts. When her sister-in-law accuses her for rushing to Ajit's at every small opportunity, she asks her to come and peek into her room to see what is happening there. Nomita seems to be a snob. She has forgotten that she came from a poor. Okay. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയനും എഴുതാം. ഞാൻ ഇവിടെ പറഞ്ഞത് ഷീ ഈസ് എ സ്നോബ് എന്നൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. അവളെ പാത്തറ്റിക്കാണ് അവളുടെ കണ്ടീഷൻ, അവളെ ന്യായീകരിച്ചുകൊണ്ട് എഴുതാം. അല്ല അവളുടെ പുവർ കണ്ടീഷൻ എന്നൊക്കെ മറന്നിട്ട് ഇന്ന് അജിത്തിനോട് പെരുമാറി ആ രീതിയിലും നിങ്ങൾക്ക് എഴുതാം. ഏത് രീതിയിലാണെങ്കിലും ഈ പറഞ്ഞ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ആരാണ് ആദ്യം പറയുന്നു, സ്റ്റോറിയിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, ഒരു കൺക്ലൂഷൻ നോക്കി പറയാം, നിങ്ങളുടെ ഒരു പാരഗ്രാഫും അതിനകത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരാം നമുക്ക്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഹൊറിഗല്ലു. ഹൊറിഗല്ലു ആരെഴുതിയതാണ്? സുധാമൂർത്തിയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. ആരാണ് സുധാമൂർത്തി എന്നതിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. സുധാമൂർത്തി, yes, Sudhamurthy was born in 1950 at Shigon in North Karnataka. North Karnataka ജനിച്ചത് ഓർത്ത് വെച്ചാൽ മതി. An M.Tech in computer science. She teaches computer science to postgraduate students. A prolific writer in English and Kannada. She has written novels, technical books, travelogues, collections of short stories and non-fiction pieces. Horigallu is taken from The Old Man and His God, Discovering the Spirits of India, 2006, Penguin Books. അത്രയും ഓർത്ത് വെക്കാം. കർണാടകക്കാരിയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഹൊറിഗല്ലു, സുധാമൂർത്തി. In every tiresome journey, ഇതിൻ്റെ റിവ്യൂ ആണ് വായിക്കുന്നത്. We need a place to reset, to regain our energy. അല്ലേ? In every tiresome journey, ഏതൊരു പ്രയാസം നിറഞ്ഞ യാത്രയിലും we need, നമുക്ക് ആവശ്യമാണ് എന്ത്? A place to reset, to regain our energy. നമ്മുടെ എനർജീനെ റീഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം നമുക്ക് അത്യാവശ്യമാണ്. This is necessary if we want to continue our journey successfully. ഇത് അത്യാവശ്യമാണ് നമുക്ക് നമ്മുടെ ജേർണിയെ ഒന്ന് ഉഷാറാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് അത്യാവശ്യമാണ്. Everyone is carrying heavy burdens of problems and worries. എല്ലാ ആളുകളും ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ. They need a place to unburden themselves. ഇതെല്ലാം ഇറക്കി വെക്കാൻ ഒരു സ്ഥലം അവർക്ക് വേണം. Sudhamurthy in her anecdote, Horigallu talks about a stone bench. സുധാമൂർത്തി അവരുടെ അനിക്ഡോട്ടിൽ ഇതാ ഇങ്ങനെ ഒരു ഹൊറിഗല്ലുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു സ്റ്റോൺ ബെഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോൺ ബെഞ്ചിന് അണ്ടർ ദ വില്ലേജ് ബനിയൻ ട്രീ, ഒരു വലിയ വില്ലേജ് ബനിയൻ ട്രീയുടെ താഴെയുള്ള ഒരു സ്റ്റോൺ ബെഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പീപ്പിൾ യൂസ് ടു സിറ്റ് ദെയർ ആൻഡ് റിഫ്രഷ് ദംസെൽസ് ഡ്യൂറിങ് ദെയർ ലോങ് വാക്സ്. അവരുടെ നീണ്ട യാത്രകൾക്കൊടുവിൽ ആളുകൾ അവിടെ ഇരിക്കാറുണ്ട്. ദേ ബ്ലെസ്ഡ് ദ ഹൊറിഗല്ലു ഫോർ ബീങ് ദെയർ. അങ്ങനെ ഒരു ഹൊറിഗല്ലു അവിടെ ഉണ്ടായതിൽ അവരെപ്പോഴും അതിനെ നന്ദി പറയാറുണ്ട്, അതിനെ അനുഗ്രഹിക്കാറുണ്ട്. ലൈക്ക് ദ ഫിസിക്കൽ ഹൊറിഗല്ലൂസ്, പീപ്പിൾ നീഡ് ഇമോഷണൽ ഹൊറിഗല്ലൂസ് ആസ് വെൽ. ഇവിടെ ഭൗതികമായി നമ്മൾ കാണുന്ന ഈ ഹൊറിഗല്ലു പോലെ നമുക്ക് കുറച്ച് ഇമോഷണൽ ഹൊറിഗല്ലൂസും ആവശ്യമാണ്. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരാൾ. ദ ഓതേഴ്സ് ഗ്രാൻഡ് ഫാദർ വാസ് സച്ച് വൺ. ഓതറിന്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ ഒരാളായിരുന്നു. സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ അത്തരത്തിലുള്ളൊരു ഹൊറിഗല്ലു ആയിരുന്നു. ദ ഇമോഷണൽ ഹൊറിഗല്ലു ആയിരുന്നു. ദ ഗ്രാൻഡ് ഫാദർ യൂസ് ടു സിറ്റ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച് ആൻഡ് ലിസൺ ടു ദ വറീസ് ഓഫ് ദ വില്ലേജസ്. ആ സ്റ്റോൺ ബെഞ്ചിൽ നിന്നിട്ട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ദിസ് ഗേവ് ദം സ്ട്രെങ്ത് ടു ക്യാരി വിത്ത് ദെയർ ജേർണി. ഇതവർക്ക് ഊർജം നൽകി. എന്തിന്? അവരുടെ യാത്ര തുടരുന്നതിന് അവർക്ക് ഊർജം നൽകി. In the modern times, the author found Ratna a clerk in her office doing the same service. പിന്നീട് ഓതർ അവരുടെ ഓഫീസിൽ രത്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടു. ഇതേ പരിപാടി ചെയ്യുന്ന ആളാണ്. She used to listen to the problems shared by her colleagues. അവരുടെ കൊളീഗ്സ്, സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ഉച്ചയ്ക്ക് കേൾക്കുക എന്നുള്ളത് അവരുടെ ഒരു പതിവായിരുന്നു. പീപ്പിൾ സംടൈംസ് നീഡ് ടു ഷെയർ ദെയർ വറീസ്. ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യേണ്ടി വരും, അല്ലേ? നീഡ്സ് ടു ഷെയർ ദെയർ വറീസ് ആൻഡ് പ്രോബ്ലംസ് വിത്ത് someone else. In the present times, everyone is busy. എന്നാൽ ഈ ലോകത്ത് എല്ലാവരും ബിസിയാണ്. And no one has time to listen to others. മറ്റുള്ളവരെ കേൾക്കാൻ ആർക്കും സമയമില്ല. Talking itself can release a lot of pressure. ഒരാൾ വെറുതെ സംസാരിച്ചാൽ തന്നെ ഒരുപാട് പ്രഷർ നമ്മളിൽ നിന്നും പോവും. It is not necessary to suggest solutions to their problems.
അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി സൊല്യൂഷൻസ് ഷുഡ് കം ഫ്രം ദ പീപ്പിൾ ദംസെൽസ്. ശരിക്കും സജഷൻസ് സൊല്യൂഷൻസ് ഒക്കെ വരേണ്ടത് ആ അനുഭവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇറ്റ് ഇസ് ഇനഫ് ടു ബി എ ഗുഡ് ലിസണർ. ഏറ്റവും നല്ലത് നിങ്ങൾ ആരായാൽ മതി? നല്ലൊരു കേൾവിക്കാരനായാൽ മതി. സജഷൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എ ഗുഡ് ലിസണർ ഷുഡ് ബി പേഷ്യൻറ്റ്. ഒരു ഗുഡ് ലിസണർ ആരായിരിക്കണം? അയാൾ നല്ല ക്ഷമയുള്ളവനായിരിക്കണം. ആൻഡ് സിമ്പത്തറ്റിക്, അനുകമ്പയുള്ള ആളായിരിക്കണം. ഓൾസോ ഹി ഷുഡ് നോട്ട് ബി ജഡ്ജ്മെൻ്റൽ. ജഡ്ജ്മെൻ്റൽ ആവുകയും ചെയ്യരുത്. ഒരു വാദത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളാവരുത്. It is not necessary to be immensely intelligent or professionally trained. ഇങ്ങനെ കേൾവിക്കാരനാവാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിയോ അല്ലെങ്കിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് കൗൺസിലർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. No one can solve other person's problems. ആർക്കും മറ്റൊരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. The process of sharing itself can give the person some clarity about the problems. നമ്മളൊന്ന് ജസ്റ്റ് കേട്ടിരുന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് അയാളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെയോ മോസ്റ്റ് ഓഫ് ഓൾ, അതിലൊക്കെ ഉപരി എ ഗുഡ് ലിസണർ ഷുഡ് ബി ട്രസ്റ്റ് വർത്തി. നല്ല കേൾവിക്കാരൻ എപ്പോഴും ട്രസ്റ്റ് വർത്തി, വിശ്വസിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. ദേ ഷുഡ് നോട്ട് ബിട്രേ ദ അതർ പേഴ്സൺസ് ട്രസ്റ്റ്. മറ്റേ പറയുന്ന ആളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന, ഇല്ലാതെയാക്കുന്ന ഒരു പ്രവർത്തനവും ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. ഹലോ, ഇവിടെ പവർ പോയപ്പോഴേ ഒന്നുകൂടെ വരും. Awesome.
Okay, now let's come back. Now, in the modern times, the author found Retna a clerk in the office doing the same service. She used to listen to the problems shared by her colleagues. People sometimes need to share their worries and problems with someone else. In the present times, everyone is busy and no one has time to listen to others. Talking itself can release a lot of pressure. It's not necessary to suggest solutions to their problems. Actually, the solutions should come from the people themselves. It is enough to be a good listener. A good listener should be patient and sympathetic. Also, he should not be judgmental. It is not necessary to be immensely intelligent or professionally trained. No one can solve another person's problems. The process of sharing itself can give the person some clarity about their problems. Most of all, a good listener should be trustworthy. They should not betray the other person's trust. Our present times require more and more origalus. ഇന്ന് നമുക്ക് ആധുനിക ലോകത്ത് വേണ്ടത് ഒരുപാട് origalus ആണ്. In a world where people have become increasingly selfish, അല്ലേ, ഈ ലോകത്ത് വല്ലാതെ ആളുകൾ എന്തായിപ്പോയി, സെൽഫിഷ് ആയി പോയിട്ടുണ്ട്. This has great relevance. ഇന്ന് ഇതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഒറിഗലുവിന്. Sudhamurthy concludes her anecdote with the hope that there were many more living origalus like the grandfather and Ratna in this world. ഒരുപാട് ഒറിഗലൂസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചിട്ട് പ്രത്യാശിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു എന്താ പറയുക കഥ അവസാനിപ്പിക്കുന്നത്, അനിക്ഡോട്ട് അവസാനിപ്പിക്കുന്നത്. ഇനി നമുക്ക് അതിനുള്ള ചോദ്യങ്ങൾ നോക്കാം. I hear them out with sympathy and without any judgment, says Ratna and Horigalu. As part of the World Mental Health Day, the Saurda Club coordinator of your school asked you to prepare a chart on the topic listen to others, broaden your mind. Write a paragraph of in about 80 words. 80 വാക്കുകൾ കവിയാതെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കിൻ്റെ മേലെ ഒരു ചെറിയ പാരഗ്രാഫ് എഴുതണം. ടോപ്പിക് ഇതാണ്, ലിസൺ ടു അതേഴ്സ് ബ്രോഡൻ യുവർ മൈൻഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നല്ല ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ മേലെ നിങ്ങളോടൊരു എസ്സേ എഴുതാം, ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം പാരഗ്രാഫ് എന്താണെന്നുള്ളത്. ലിസൺ ടു അതേഴ്സ് ബ്രോഡൻ യുവർ മൈൻഡ്, ഹെഡിങ് അത് തന്നെ കൊടുത്തു. ഇനി God has given us 2 years but only one mouth. We have 2 years so that we can listen more than we speak. There is difference between listening and hearing. Listening is a voluntary activity, but hearing is something that happens automatically. It is like the difference between looking and seeing. By listening to the other people's problems, we help them to get some relief. A person feels happy and relieved when he tells his problems to sympathetic listener. So we should learn to listen sympathetically to people without making judgments. By listening to others, we broaden our minds as we learn new things. By listening, we can also be origalus to others. Some people say that that only if we listen to others, God will listen to us. അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചു ഞാനത്. ചില ആൾക്കാർ പറയുന്നു ദൈവത്തോട് നമ്മൾ മറ്റുള്ളവരെ കേട്ടാലേ ദൈവം നമ്മളെ എന്ത് ചെയ്യുള്ളൂ, കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു 80 വേർഡ്സിൻ്റെ പാരഗ്രാഫ് അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ്, fill in the blanks with appropriate similes or adjectives from the bracket. ഇതേ ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു fill in the blanks ഞാൻ ഇവിടെ പരിചയപ്പെടുത്താണ്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം ആദ്യം. അപ്പം തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. ശേഷം നമുക്ക് നോക്കാം. With technology at our fingertips, it is now as dash as ABC to scan across the world and explore the unexplored. The boundaries that are
as thick as dash crumble down to help us experience a unified existence. Now man is as busy as a dash, joyously defeating the conversions and customs of yesterdays. His vision is as dash as crystal, and his attitude is as stubborn as that of a mule. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നു. ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാണോ ഈ ഒരു ബ്രാക്കറ്റിൽ നിന്നും മികച്ചു നിൽക്കുന്നത്, ഇവിടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് സിമിലി അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് അല്ലേ. സിമിലി എന്താ നമുക്കറിയാലോ, ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ട് ഒന്നിനും മറ്റൊന്നിനും കമ്പയർ ചെയ്യാം. അപ്പോൾ അതിനോട് ഏറ്റവും യോജിക്കുന്ന ഒന്നിനെ നമ്മൾ കണ്ടെത്തണം. ഒന്നാമത്തത്, വിത്ത് ടെക്നോളജി at your fingertips, it is now as easy as ABC ആണോ, as complex ആണോ, as tough ആണോ? As easy as ആണ്, വളരെ എവിഡന്റ് ആണത്. രണ്ടാമത്, the boundaries that are as thick as brick, iron, glass crumble down to help us experience a ununified existence. The boundaries are as thick as brick. Glass അല്ല, എന്താണ്, brick ആണ്. Crumble down to help us experience a unified existence. Now man is as busy as a dash. Busy as a bee, അതൊരു യൂസേജ് ആണ് ഇംഗ്ലീഷിൽ. busy as a bee. bee എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ്. ബിസി മാൻ. ആസ് സ്ലോ എന്നായിരുന്നു ഇവിടെ എങ്കിൽ സ്നെയിൽ പറയാം നമുക്ക്. സ്നെയില് ഒച്ചിനെ പോലെ വളരെ വേഗത കുറഞ്ഞ് പതുക്കെയാണ്. Now a man is now his vision is as dash as the crystal. His vision is as clear as the crystal. വളരെ വ്യക്തമാണ് എന്നർത്ഥം. കഴിഞ്ഞു. അവിടെ നമ്മുടെ സുധാമൂർത്തിയുടെ ഹൊറിഗല്ലുവിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ തീരാണ്. ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ചാപ്റ്ററിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്. Do you think the grandfather and Rekna were doing some tremendous social service? Explain. ഈ രത്നയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഒരു ട്രമെൻഡസ് സോഷ്യൽ സർവീസ് ചെയ്യാമെന്ന് പറയാൻ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, ഐ ഡു തിങ്ക് ദാറ്റ് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന were doing tremendous social service. They used to sit down and calmly listen with sympathy, listen to the problems of people. They listened to people with sympathy and no judgment. By opening up their mind, people feel relieved. The grandfather and Ratna might not have solved people's problems, but they were simply horigallus, giving the people temporary relief from their ill burdens. Okay, അതൊരു നല്ല ചോദ്യമാണ്. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരികയാണ്. ചാപ്റ്ററിൻ്റെ പേര് മെൻഡിങ് വോൾ എന്നാണ്. മെൻഡിങ് വോൾ. ആരാണ് ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്? മെൻഡിങ് വോൾ എഴുതിയിട്ടുള്ള ആരാണ്? യെസ്, മെൻഡിങ് വോൾ എഴുതിയിട്ടുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് യൂണിറ്റിൽ വുമൺ എംപവർമെൻ്റ് ആയിരുന്നു തീം. ഹൊറിഗല്ലു വരെ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹൈറ്റ്സ് ഓഫ് ഹാർമണി ആണ് അടുത്ത യൂണിറ്റ്. ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഓക്കെ, എന്താണ് ഐക്യത്തിൻ്റെ ഔന്നിത്യം എന്നൊക്കെ പറയാം. ഐക്യത്തിൻ്റെ ഔന്നിത്യം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എന്ത് ഐക്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, യൂണിറ്റി, അതാണ് ഐക്യം എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ തീം ഇതാണ്, ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി റാദർ ദാൻ ഫൈറ്റിംഗ്. ലിവിങ് ടുഗെദർ പീസ്ഫുള്ളി റാദർ ദാൻ ഫൈറ്റിംഗ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള തീം എന്ന് പറയുന്നത്. ചാപ്റ്ററിൻ്റെ അകത്തുള്ള തീം അതാണ്.
ഇനി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്നു. മുമ്പേ റോബർട്ട് ഫ്രോസ്റ്റിനെ ഒന്ന് പരിചയപ്പെടാം. അമേരിക്കൻ പോയറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. വെൽ നോൺ ഫോർ ഹിസ് പോയംസ് ആൻഡ് ദാറ്റ് ആർ കൊളോക്കിയൽ ഇൻ സ്റ്റൈൽ. അദ്ദേഹത്തിൻ്റെ പോയത്തിൻ്റെ പ്രത്യേകത ദേ ആർ കൊളോക്കിയൽ ഇൻ സ്റ്റൈലാണ്, കൊളോക്കിയലാണ് അവർ. ഹിസ് പോയം ബിഗിൻ ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പോയം ബിഗിൻസ് ഇൻ ഡിലൈറ്റ്, സന്തോഷത്തിൽ തുടങ്ങുകയും ജ്ഞാനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെത്. റോബർട്ട് ഫ്രോസ്റ്റ് അമേരിക്കൻ പോയറ്റ്, ഓർത്തു വെക്കുക, അമേരിക്കൻ പോയറ്റ്, കൊളോക്കിയൽ സ്റ്റൈല്, ബിഗിൻസ് ഇൻ ഡിലൈറ്റ് ആൻഡ് എൻഡ്സ് ഇൻ വിസ്ഡം, ഓർത്തു വെച്ചാൽ മതി. ഇനി പോയത്തിലേക്ക് വരാം. മെൻഡിങ് വേൾഡ്. ഇതിൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തീമുകൾ പറയുന്നുണ്ട്. ഒരു തീം ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചു വെക്കുന്ന തീം ഇതാണ്. ഇറ്റ് ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് ഇന്നോവേഷൻ. ട്രഡീഷനും ഇന്നോവേഷനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് എന്താ ഈ പോയം എന്ന് പറയുന്നത്. ഒരുപാട് രീതിയിൽ നമുക്ക് പറയാം ഇതിനെ തീം. ഈ ഒരു രീതി ഇതാണ്, ഒരു രീതി ഇതാണ്. ഏതാണ്? ഇറ്റ് ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് ഇന്നോവേഷൻ. പുതിയതും പഴമയും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയതെന്ന് പറഞ്ഞാൽ ഓതർ പറയുന്നു മതിലുകളുടെ ആവശ്യമില്ല. ഓതറിൻ്റെ നൈബർ പറയുന്നു അയാൾ പഴയ ചിന്താഗതിക്കാരനാണ്, അയാൾ പറയുന്നത് എന്താണ്? മതിലുകൾ നല്ലതാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറയുന്നത്. സംതിങ് there is that doesn't love a wall. അതെ, പ്രകൃതിയിൽ എന്തോ ഒന്നുണ്ട്, അതിനെന്തിനെ ഇഷ്ടമല്ല? മതിലുകളെ ഇഷ്ടമല്ല. That sends a frozen ground swell under it. അത് എന്തോ ഒരു വലിയ സാധനത്തെ, അല്ലെ, ഒരു വലിയ ഗ്രോയിങ് ഫ്രോസൺ ഗ്രൗണ്ട് സ്വെല്ല്, ഒരു ഐസിന്റെ ഒരു വലിയ പാളിയെ അവിടെ ഭൂമിക്കടിയിൽ ഉണ്ടാക്കുന്നു. അണ്ടർ ഇറ്റ് ആൻഡ് സ്പിൽസ്. അത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, ഇൻ ദ സൺ, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഐസ് ചുരുങ്ങി പോവുകയും അവിടെ കാലിയാവുകയും മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴുകയും ചെയ്യുന്നു. ആൻഡ് സ്പിൽസ് എന്ന് പറഞ്ഞാൽ ത്രോസ് ഔട്ട് എന്ത്? ദ അപ്പർ ബൗൾഡേഴ്സ് ഇൻ ദ സൺ. ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മുകളിലുള്ള കല്ലുകളെ, ബൗൾഡേഴ്സിനെ താഴേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് എ ബ്രസ്റ്റ്. രണ്ടുപേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വലിയ ഗ്യാപ്പുകൾ അവിടെ വിടുന്നു. ദ വർക്ക് ഓഫ് ഹണ്ടേഴ്സ് ഇസ് അനദർ തിങ്. മറ്റൊന്ന് ഈ ഹണ്ടേഴ്സിന്റെ ഒരു ജോലിയാണ്. മറ്റൊന്ന് എന്ന് വെച്ചാൽ അതിൽ പൊളിക്കുന്ന ജോലി ചെയ്യുന്നത് മറ്റൊരാൾക്കാർ എന്ന് പറയുന്നത് ആരാണ്? ഈ വേട്ടക്കാരാണ്. ഐ ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മെയ്ഡ് ദം റിപ്പയർ. ഞാൻ അവർക്ക് പിന്നാലെ വരേണ്ടി വരും. ഈ വേട്ടക്കാർ പോയി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പിന്നാലെ വന്നിട്ട് അത് റിപ്പയർ ചെയ്യണം. Where they could have left no one stone on a stone. അവർ പോയി കഴിഞ്ഞാൽ ഒരു കല്ല് പോലും മറ്റൊരു കല്ലിന്റെ മേലെ ഉണ്ടാവാറില്ല. But they would have the rabbits out of hiding to please the yelping dogs. The gaps I mean. അവരുടെ നായകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് റാബിറ്റ്സിനെ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ റാബിറ്റ്സ് കല്ലുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ കല്ലുകളുടെ ഇടയിലുള്ള റാബിറ്റ്സിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവര് ഈ കല്ലുകളൊക്കെ തട്ടിമറിക്കുകയാണെന്ന് ആക്ഷേപഹാസ്യത്തിലൂടെ പറയാണ്. സർക്കാസമാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ ആരാണ് അവിടെ പുറത്തേക്ക് ഈ യജമാനനെ സ്നേഹിക്കാം അല്ലെങ്കിൽ യജമാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നായകളാണ് ഈ പരിപാടി ചെയ്യുക. ഈ റാബിറ്റ്സിനെ പുറത്തേക്ക് കൊണ്ടുവരിക. നേരെ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ടു പ്ലീസ് ദ യെൽപ്പിംഗ് ഡോഗ്സ്. യെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബാർക്കിംഗ് ഡോഗ്സ് ആണ്. ദ ഗ്യാപ്സ് ഐ മീൻ, ഞാൻ ഉദ്ദേശിച്ച ഗ്യാപ്സ് എന്ന് പറഞ്ഞില്ലേ, നോ വൺ ഹാസ് സീൻ ദം മെയ്ഡ് ഓർ ഹേർഡ് ദം മെയ്ഡ്. ആ ഗ്യാപ്സ് ഉണ്ടാക്കിയത് ആരാണെന്ന് ഇന്ന് ഇവരാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ബട്ട് അറ്റ് സ്പ്രിംഗ് ടൈം, മെൻഡിങ് ടൈം കംസ്, വി ഫൈൻഡ് ദം ദേർ. പക്ഷേ സ്പ്രിംഗ് സീസൺ ആവുന്ന സമയത്ത്, മെൻഡിങ് സീസൺ ആവുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾക്ക് അവിടെ അത് കാണാൻ പറ്റും. ഐ ലൈക്ക് മൈ നൈബർ നോ ബിയോണ്ട് ദ ഹിൽസ്. ഞാൻ എൻ്റെ നൈബർ, അപ്പുറത്തുള്ള കുന്നിനപ്പുറത്തുള്ള താമസിക്കുന്ന എൻ്റെ നൈബറോട് ഞാൻ പറഞ്ഞു, ആൻഡ് വൺ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. നടക്കാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടാറുണ്ട്. ആൻഡ് സെറ്റ് ദ വാൾ ബിറ്റ്വീൻ അസ് വൺസ് അഗെയിൻ. അയാൾ അയാളുടെ പറമ്പിലൂടെ നടക്കും, ഞാൻ എൻ്റെ പറമ്പിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ വീണ് കിടക്കുന്ന മതിലുകൾ ഞങ്ങൾ ശരിയാക്കി വെക്കും. വി കീപ് ദ വാൾ ബിറ്റ്വീൻ അസ് ആസ് വി ഗോ. ഞങ്ങൾ പോകുന്നതിനനുസരിച്ചിട്ട് ഞങ്ങളുടെ നടുവിൽ ഒരു മതിലും ഞങ്ങൾ കൃത്യമായിട്ട് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ ആ മതിൽ ഞങ്ങൾ കെട്ടിപ്പടുക്കാറുണ്ട് എന്നർത്ഥം. ടു ഈച്ച് ദ ബോൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫോളൻ ടു ഈച്ച്
എന്ന് പറയുന്ന ലൈന് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ടു ഈച്ച് ദ ബൗൾഡേഴ്സ് ദാറ്റ് ഹാവ് ഫോളൻ ടു ഈച്ച്, ഓരോ കല്ലുകളും അതിന് പുറകെ ഒന്നായി, ഒന്നിനു പുറകെ ഒന്നായി. ആൻഡ് സം ആർ ലോബ്സ് ആൻഡ് സം ആർ നിയർലി ബോൾസ്. മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. ചിലതൊക്കെ ചില കല്ലുകളൊക്കെ ലോബ്സ് ബ്രെഡ് പോലെയാണ്, ചിലതൊക്കെ ബോൾ പോലെയാണ് എന്ന് പറയുന്നത് കൊണ്ട് ചില കല്ലുകൾ ബോൾ ആണെന്നും ചില കല്ലുകൾ ബ്രെഡ് ആണെന്നുമാണ് ഡയറക്റ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്തിരിക്കുന്നു. സോ അത് മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. വി ഹാവ് യൂസ് ടു സ്പെൽ ടു മേക്ക് ദം ബാലൻസ്. നമുക്ക് എന്തെങ്കിലും ഒരു മാജിക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരു സ്പെല്ല് എന്ന് പറഞ്ഞാൽ മന്ത്രം ഉപയോഗിച്ചാലേ ഇതൊക്കെ നിൽക്കുള്ളൂ. സിമെന്റ് ഒന്നും ഇടാതല്ലേ. ഈ കല്ലുകൾ പലതും പല കോലത്തിലായതുകൊണ്ട് വല്ല മന്ത്രവും ഉച്ചരിച്ചാലേ അത് നേരെ നിൽക്കുള്ളൂ എന്ന് പറയുന്നതും ഒരു സർക്കാസമാണ്, ഒരു തമാശയാണ്. സ്റ്റേ വേർ യു ആർ അൺടിൽ അവർ ബാക്ക് ആർ ടേൺഡ്. നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ തിരിയുന്നത് വരെയെങ്കിലും. ഈ കല്ലുകളോട് പറയാണ് നിങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറയുന്നതും പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. പേഴ്സോണിഫിക്കേഷൻ ആണത്. ഓക്കെ, കല്ലുകളോട് പറയാണ്, മനുഷ്യന്മാരോട് പറയുന്നത് പോലെ ഞങ്ങൾ തിരിയുന്നത് വരെയെങ്കിലും അവിടെ അങ്ങനെ അനങ്ങാതെ നിൽക്കണം. വി വിയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. ഇവ കൈകാര്യം ചെയ്ത് ഞങ്ങളുടെ കൈകളൊക്കെ പരുക്കനായിട്ടുണ്ട്. ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഷട്ടിൽ പോലെ, ക്രിക്കറ്റ് പോലെയുള്ള ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. വൺ ഓൺ എ സൈഡ്. അതിനകത്ത് ഒരാൾ ഒരു സൈഡിലാണ്. ഇറ്റ് കംസ് ടു എ ലിറ്റിൽ മോർ. where it is we do not need the wall. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മതിലിന്റെ ആവശ്യമില്ല. അയാൾ അയാളുടെ സ്ഥലത്തും ഞാൻ എൻ്റെ സ്ഥലത്തും. He is all pine and I am apple orchard. അത് ലൈൻ എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റഫറിന് എക്സാമ്പിൾ ആണ്. He is all pine. അയാൾ പൈൻ മരങ്ങളാണ്. എനിക്കാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിൽ ആപ്പിൾ ആണുള്ളത്. My apple trees will never get across and eat the corns under his pines. എൻ്റെ ആപ്പിൾ മരം നടന്നു പോയിട്ട് അയാളുടെ പൈൻ മരത്തിലുള്ള കോണുകളൊന്നും ധാന്യങ്ങളൊന്നും ശേഖരിക്കില്ലല്ലോ, അല്ലേ? കോൺ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഓഫ് പൈൻ ട്രീ, പൈൻ ട്രീയുടെ ഫ്രൂട്ട്. അതൊന്നും കഴിക്കാൻ പോകുന്നില്ല എൻ്റെ ആപ്പിൾ പോയിട്ട്. ഐ ടെൽ ഹിം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്കാര്യം ഞാനോട് പറഞ്ഞു, എന്തിനാണ് നമുക്കിടയിൽ ഒരു മതില്? ഈ മതിൽ എന്തിനാണ് നിങ്ങളിങ്ങനെ കെട്ടി വെക്കുന്നത്? എൻ്റെ തോട്ടത്തിൽ ആപ്പിൾ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ പൈൻ മരങ്ങളല്ലേ, അല്ലേ? എൻ്റെ ആപ്പിൾ നിങ്ങളുടെ പൈൻ മരം വന്ന് തിന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഹി ഓൺലി സേസ്. അയാൾക്ക് ഒന്നേ പറയാൻ അറിയുള്ളൂ, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. നല്ല അയൽക്കാരെ എന്ത് സൃഷ്ടിക്കുക? നല്ല മതിലുകൾ സൃഷ്ടിക്കും എന്ന് അദ്ദേഹം പറയാണ്. സ്പ്രിംഗ് ഇസ് ദ മിസ്ചീഫ് ഇൻ മീ. സെക്കൻഡ് സ്റ്റാൻസയില് സ്പ്രിംഗ് ഇസ് ദ മിസ്ചീഫ് ഇൻ മീ ആൻഡ് ഐ വണ്ടർ ഇഫ് ഐ കുഡ് നോട്ട് പുട്ട് എ നോഷൻ ടു ഹിസ് ഹെഡ്. ഈ എന്തായാലും സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഈ ഒരു വികൃതി ഇവിടെ നടക്കാറുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ അയൽക്കാരൻ്റെ തലയിൽ ഈ ഒരു ആശയം ഉദിപ്പിക്കാൻ വേണ്ടിയിട്ട്, നോഷൻ ഉദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. വൈ ഡു ദേ മേക്ക് എ ഗുഡ് നൈബേഴ്സ്? എല്ലാ സുഹൃത്തെ, എന്തിനാണ് നല്ല നൈബേഴ്സ് ഉണ്ടാവുന്നത്? Isn't it where there are cows but there are no cows? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ആണെങ്കിൽ പശുവൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നല്ല അയൽക്കാരനുണ്ടെങ്കിൽ നല്ല മതിലുകൾ വേണം. പശു ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ but here there are no cows. Before I built a wall, I would ask to know what I was walling in or walling out. ഒരു മതിൽ കെട്ടുന്നതിന് മുമ്പേ ഞാൻ ആലോചിക്കണം, am I walling in or walling out? ഞാൻ walling in ചെയ്യാണോ അല്ലെങ്കിൽ walling out ചെയ്യാണോ എന്ന് വെച്ചാൽ, ഞാൻ മതിൽ കെട്ടുന്നതിലൂടെ ഞാൻ ആ മതിലിന്റെ അകത്ത് പെട്ടുപോവാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറം ലോകത്ത് നിന്ന് ഞാൻ പുറത്താക്കപ്പെടുകയാണോ ചെയ്യുന്നത് മതിൽ കെട്ടുന്നതിലൂടെ എന്നത് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്. And to whom I was like to give offense, something there is that doesn't love a wall. പക്ഷേ ഇവിടെ മതിൽ പൊളിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പ്രകൃതിയിൽ എന്തോ ഒരു സംഗതി ഉണ്ട്, അതിന് എന്തിന് ഇഷ്ടമല്ല? മതിലുകളെ ഇഷ്ടമല്ല. That wants it down, അത് താഴെ വീഴാൻ അത് ആഗ്രഹിക്കുന്നു. I could say yields to him. ഞാൻ അയാളോട് അത് എൽസ് ആണ്, സ്പിരിറ്റ്സ് ആണ് എന്ന് പറയാൻ, കുട്ടിച്ചാത്തനാണത് എന്ന് പറയാൻ ആഗ്രഹിച്ചു. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇൽസ് എക്സാക്ട്ലി. പക്ഷേ അത് യഥാർത്ഥത്തിൽ കുട്ടിച്ചാത്തന്മാരൊന്നുമില്ല. ആൻഡ് ഐ വുഡ് റാദർ, he said, it is for himself. I see them there bringing a stone grasped firmly by the top. ഞാൻ അയാളെ കാണും, സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ഞാൻ അയാളെ കാണും എങ്ങനെ
ഒരു കല്ലുകൾ ഇങ്ങനെ എന്താ പറയുക, ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ് ഫേംലി ബൈ ദ ടോപ്പ്, കല്ലുകളുടെ പുറകിൽ ഏറ്റവും മുകളിൽ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരാൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫേംലി പിടിച്ചിട്ട് വരുന്നത് കാണാം. ഇൻ ഈച്ച് ഹാൻഡ്സ്, രണ്ട് കൈകളിലും കല്ലുകൾ ഏന്തി വരുന്ന ഒരാളെ കാണാം. ലൈക്ക് എൻ ഓൾഡ് സാവേജ്, സ്റ്റോൺ സാവേജ് ആംഡ്, ഒരു പഴയ പ്രാകൃത മനുഷ്യനെ പോലെ അയാൾ വരുന്നത് കാണാം. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ്, അയാൾ ഇരുട്ടിൽ നടക്കുകയായിരിക്കും. ആസ് ഇറ്റ് സീംസ് ടു മീ നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ദ ഷെയ്ഡ് ഓഫ് ദ ട്രീ, ആ മരത്തിന്റെ തണലിൽ അയാളെ എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഒരു നേലുണ്ട് അയാളുടെ മേലെ. ഹി വിൽ നോട്ട് ഗോ ബിഹൈൻഡ് ഹിസ് ഫാദർ സെയിങ്, അയാളുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ ഒരു ചൊല്ലിനപ്പുറത്തേക്ക് അയാൾ ഒരിക്കലും പോവുകയില്ല. ആൻഡ് ഹി ലൈക്സ് ഹാവിങ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ, അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കാനും അയാൾ ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹി സേസ് അഗെയിൻ, എന്നിട്ട് അയാൾ വീണ്ടും പറയുന്നു, ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്, നല്ല അയൽക്കാരെ സൃഷ്ടിക്കാൻ എന്ത് അത്യാവശ്യമാണ്, നല്ല വേലിക്കെട്ടുകൾ അത്യാവശ്യമാണെന്ന് അയാൾ പറഞ്ഞിട്ട് അയാൾ അവിടെ നിർത്തുകയാണ്. പോയം കഴിഞ്ഞു. മെൻഡിങ് വാൾ ഇസ് എ പോയം ബൈ അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. ആ ഡയലോഗ് മതി. മെൻഡിങ് വാൾ ഇസ് എ പോയം by the American poet Robert Frost. The poem describes how the speaker and the neighbor meets to rebuild a stone wall between their properties, a ritual repeated every spring. എന്താ പറയുന്നത് നോക്ക്. The poem describes, പോയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, how the speaker, എങ്ങനെയാണ് സ്പീക്കർ എന്ത് ചെയ്യുന്നത്, and a neighbor meet to rebuild a stone wall between their properties. എ റിച്വൽ റിപ്പീറ്റഡ് എവറി സ്പ്രിങ്, എല്ലാ സ്പ്രിങ് സീസണിലും അവർ ചെയ്യുന്ന ഒരു റിച്വലാണ് ഏത്, ഒരു ആചാരം പോലെ ചെയ്യുന്നതാണ് ഈ മതിൽ കെട്ടുക എന്ന് പറയുന്നത്. ദിസ് റിച്വൽ റേസസ് സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓവർ ദ കോഴ്സ് ഓഫ് ദ പോയം. ഈച്ച് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ആചാരം ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഓഫ് ദ പോയം ആസ് സ്പീക്കർ കൺസിഡേഴ്സ് ദ പേർപ്പസ് ഓഫ് ബോൾഡേഴ്സ് ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ദ വാല്യൂസ് ഓഫ് ഹ്യൂമൻ വർക്ക്. മനുഷ്യന്മാർക്കിടയിൽ മതിൽ കെട്ടുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതാണ് ശരിക്കും ഇയാൾ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ നമ്മൾ ഇന്ന് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനെതിരെ അല്ലെങ്കിൽ ഇടയിൽ നമ്മൾ മതിലുകൾ തീർക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഓഥർ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പോയറ്റ് ബിഗിൻസ് ദ പോയം ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് there are some forces in the world that doesn't like wall. പോയം തുടങ്ങുന്നത് തന്നെ എന്ത് പറഞ്ഞിട്ടാണ്, ഈ ലോകത്ത് ചില ശക്തികളുണ്ട്, അവർക്ക് ആരെ ഇഷ്ടമല്ല, മതിലുകളെ ഇഷ്ടമല്ല. It causes frozen ground to swell underneath a wall and the wall's upper stones fells then in the warmth of the sun. This creates gaps in the wall so big that two people could walk through them side by side. രണ്ടാൾക്കും ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന അത്രയും വലിയ ഗ്യാപ്പുകൾ ഉണ്ടാക്കുന്നു. And then there are hunters who destroy the wall. They try to drive their rabbits that hide in the wall in order to make their barking dogs happy. No one has seen a herd or heard these gaps in the wall being made. ആരാണിത് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ആരും കേട്ടിട്ടൊന്നുമില്ല. They just find it there in the spring when it comes time to repair the wall. മതിൽ നന്നാക്കാനുള്ള സമയമാകുമ്പോൾ സ്പ്രിംഗ് സീസണിൽ എപ്പോഴും അവിടെ അത് കേടായി കിടക്കുന്ന മതിൽ കാണാൻ പറ്റും. Poet says that he visits his neighbor and find a day to repair the wall. ഒരു ദിവസം പോയറ്റ് പറയാണ്, ഞാൻ എൻ്റെ നൈബറിനെ കണ്ടു, അയാൾ അതിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് റിപ്പയർ ചെയ്യുന്നുണ്ട്. On the mending day, they walk along the wall and repair the walls. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നടന്നിട്ട് അത് റിപ്പയർ ചെയ്യണം. He walks on his side of the wall and his neighbor on the next side. Some stones look like loaves, ചിലതൊക്കെ ബ്രെഡിനെ പോലെയാണ്. And some are like round balls, bells എല്ലാ balls ആണ്. Poet exaggerates that they would have to use a spell, balance the walls. ഒരു മാജിക് വേണ്ടി വരും, മന്ത്രം വേണ്ടി വരും ഇവരെ ശരിക്കും നിർത്താൻ എന്ന് പോയിട്ട് പറയുന്നു.
The poet complains that their fingers get rough by working on the walls. Poet says that it is just another outside activity. Poet പറയുന്നത് ശരിക്കും മറ്റൊരു outside activity മാത്രമാണ്. There is no need for a wall. His neighbor has a pine trees and he has apple orchard. He says that his apple trees are not going to cross the wall and eat his pine cones. But neighbor was of the opinion that good fences are necessary to have good neighbors. Frost says that before building a wall, he would like to know what he was keeping in and what I was keeping out, and who would be offended by this. ഒരു മതിൽ കെട്ടുന്നതിലൂടെ ഞാൻ മതിലിന് അകത്തായി പോവാണോ അല്ലെങ്കിൽ ഞാൻ സൊസൈറ്റിക്ക് പുറത്തായി പോവാണോ എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് സംശയം ഉണ്ടാവുന്നു. There is some forces like eels that doesn't love a wall. Frost compares his neighbor to a primitive who holds stone as a weapon. He closes the poem by asserting that his neighbor moves in the darkness of this ignorance. നൈബർ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയിൽ അങ്ങനെ സഞ്ചരിക്കുകയാണെന്നാണ് പോയറ്റ് അവസാനം കൺക്ലൂഡ് ചെയ്തിട്ട് പറയുന്നത്. നെക്സ്റ്റ്, പോയറ്റിക് ഡിവൈസസ് എംപ്ലോയിഡ് ബൈ ദ പോയറ്റ്. പോയറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഒരുപാട് പോയറ്റിക് ഡിവൈസസിനെ പറ്റിയിട്ട് പറയാനാണ്. ദ പോയറ്റ് ഹാസ് എംപ്ലോയിഡ് മെനി ഡിവൈസസ് ടു മേക്ക് ദിസ് പോയം എഫക്റ്റീവ്. ഒരുപാട് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോയറ്റിക് ഡിവൈസ് പോയറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ദ പോയം ഹാസ് ഫൈൻ റിതം. ഹി ഹാസ് യൂസ്ഡ് ഫൈൻ മെറ്റഫോർ ഇൻ കോളിംഗ് ദ boulders as loaves and bowls. നല്ലോണം ഓർത്തു വെച്ചേ. He has used a lot of humor. The hunters fighting rabbits for their dogs. His command to the stones to stay place in their back is turned, and calling his neighbor as a stone age man with stones as weapons in his hands. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഹ്യൂമറിന് എക്സാമ്പിൾസ് ആണ്. His logic of his apple trees not going to eat the pine cones in his neighbor's estate is very funny. The logic of the apple trees not going to eat the pine cones in his neighbor's estate is very funny. He has used a simile. അദ്ദേഹം ഇതിനകത്ത് simile ഉപയോഗിച്ചതാ. When he says that the two neighbors keeping the stones back was like an outdoor game. Like an outdoor game എന്ന് പറയുന്നത് ലൈക്ക് ഉപയോഗിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് സിമിലിയാണ്. There is a personification when he tells that the boulders stay where you are എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ആ personification എക്സാമ്പിൾ ആണ്. Here he thinks the boulders to be some kind of mischievous children who would run away from the moment their parents' eyes are off. രക്ഷിതാക്കളുടെ കണ്ണ് തെറ്റിയാൽ ഓടിപ്പോകുന്ന കുഞ്ഞുങ്ങളെ പോലെ ആണ് ഇവിടെ ബൗൾഡേഴ്സിനെ കാണുന്നത്. There is a parallelism in the use of good fences make good neighbors. There is an excellent imagery in the poem. We see how spring season causes the ground to swell and loosen the boulders. We can see the hunters trespassing with their barking dogs. They are trying to shoot the rabbits. The examples are images. We can see the apple trees and the fine trees. We can see the neighbors walking on their side of the wall, fixing the wall, fallen stone and stones falling down as soon as they turn their backs. Next, read the following lines from the poem Mending Walls by Robert Frost and bring out the difference in attitude between the poet and his neighbor. നല്ല ചോദ്യമാണ്. He is all pine and I am apple orchard. The poet, my apple trees will never get across and eat the corns under his pines. I tell him. He only says, good fences make good neighbors. ആ ലൈനിനെയാണ് ഈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് എഴുതണം. The poet is not at all
in favor of having a wall between him and his neighbor. നൈബറിനും തനിക്കുമെതിരെ ഇടയിൽ ഒരു മതിലുണ്ടാവുന്നതിനെ കുറിച്ചിട്ട് ആഗ്രഹിക്കുന്നതല്ല പോയിട്ട്. He tries to convince his neighbor by quite logical argument. He tells him that he is growing apple, his neighbor is growing pines. There is no possibility that his apple trees will go and eat the pine cones of his neighbor. Neither will the pines of the neighbor will come up to eat the apples of the poet. So what is needed for a wall? The poet asks. പിന്നെ എന്താണ് ഒരു മതിലിന് വേണ്ടത്? പോയറ്റ് ചോദിക്കുകയാണ്. But the neighbor insists on having a wall and he says, good fences make a good neighbors. The poet is quite liberal and he wants to be open. But the neighbor is very possessive and he wants to keep his things in his wall. He wants to keep his things in and he wants to keep out the things of the others. I think the attitude of the people is better, especially in this context, as there is no danger and apple trees attacking pine trees or vice versa. അതാണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. വായിക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, വേറെ ചോദിച്ചൊരു വേറെ ചോദ്യമാണ്, വാട്ട് ആർ ദ കോൺട്രാസ്റ്റിംഗ് വ്യൂസ് പ്രസന്റഡ് ഇൻ ദ പോയം? പോയത്തിൽ ഉപയോഗിക്കുന്ന കോൺട്രാസ്റ്റിംഗ് വ്യൂസ് എന്തൊക്കെയാണ്? കോൺട്രാസ്റ്റിംഗ് വൈരുദ്ധ്യങ്ങളാണ് ചോദ്യം, അല്ലെങ്കിൽ വിരുദ്ധ അഭിപ്രായങ്ങളെ കുറിച്ചിട്ടൊരു ചോദ്യമുണ്ട്. ദ പോയറ്റ് ഹാസ് വൺ വ്യൂ ബട്ട് ഹിസ് നൈബർ ഹാസ് എ ഡിഫറെൻറ്റ് വ്യൂ. പോയറ്റിന് ഒരു കാഴ്ചപ്പാടും അയാളുടെ നൈബറിന് മറ്റൊരു കാഴ്ചപ്പാടുമാണുള്ളത് അല്ലേ. ദർ ഇസ് നോ നീഡ് ഓഫ് എ ഫെൻസ് ഓർ വാൾ ബിറ്റ്വീൻ നൈബേഴ്സ്, especially when the other's areas has apple trees and the neighbors area has pine trees. There is no way that the apple trees will trespass into the neighbor's estate and eat the cones of the pines, but the neighbor thinks that the good fences make good neighbors. മറ്റൊന്ന്, elaborate the idea good fences make good neighbors. ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്ന് പറഞ്ഞ ഐഡിയ തന്നെ നമ്മളൊന്ന് എലാബറേറ്റ് ചെയ്യണം. ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നൈബേഴ്സ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് സം ലിമിറ്റ് ബിറ്റ്വീൻ നൈബേഴ്സ് സോ ദാറ്റ് ദ റിലേഷൻഷിപ്പ് വിൽ റിമെയിൻ ഹെൽത്തി അറ്റ് ഓൾ ദ ടൈംസ്. ഇഫ് ദർ ഇസ് അൺലിമിറ്റഡ് ഫ്രീഡം ബിറ്റ്വീൻ നൈബേഴ്സ്, ട്രബിൾ വിൽ സൂൺ സ്റ്റാർട്ട്. അൺലിമിറ്റഡ് ഫ്രീഡം ഉണ്ടാകുമ്പോൾ ട്രബിൾസ് ഉണ്ടായി തുടങ്ങും. പിന്നെ suppose you grow goats in your house, your neighbor has vegetable garden. If there is no fence, your goats will go and eat them up, eat the vegetables of your neighbors. Will he like it? Suppose your house neighbors how children come and open your refrigerator and eat up all the good food you have kept there. Will you like it? So there must be some boundaries between the neighbors and only then there will be good relations. നല്ല റിലേഷൻസ് ഉണ്ടാവണമെങ്കിൽ നല്ല ബൗണ്ടറീസ് ഉണ്ടാവണം. What is the central idea of the poem? പോയത്തിൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? നല്ല ചോദ്യമാണ്. The central idea of the poem is that nature does not like separation and that is why it tends to destroy the walls. എന്താണ് സെൻട്രൽ ഐഡിയ? എന്താണ്? Nature doesn't like water. Nature does not like separation. Separation ഇഷ്ടമില്ല. പിന്നെയോ, that is why it tends to destroy the walls. അതുകൊണ്ടാണ് അത് മതിലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനെ പറഞ്ഞയക്കുന്നത്. But for healthy relationships, walls or fences are necessary. If there are no boundaries between neighbors, their relation will not last longer. Good fences make good neighbors. കഴിഞ്ഞു. അടുത്തത് സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വാൾ ഇൻ ദ പോയം. ആ പോയത്തിൽ വാളിൻ്റെ ഒരു സിംബോളിക് സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ടെന്ന്.
The wall symbolizes the restrictions between neighbors. നൈബേഴ്സിന് ഇടയിലുള്ള റെസ്ട്രിക്ഷൻസിനെയാണ് wall കാണിക്കുന്നത്. Even if you love your neighbor dearly, you can't give him unlimited freedom in your house. Wall symbolizes boundaries. Boundaries ആണ് wall symbolize ചെയ്യുന്നത്. Why does the poet say that there is something that doesn't love a wall? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് ചില കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ അതിന് മതിലുകൾ ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അവിടെ അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പോയറ്റ് പറയുന്നത്? The poet says that there is something that doesn't love a wall because nobody sees or hears anybody breaking the wall. But every spring season the poet finds the wall is broken. So it is obvious that there is something that does not love wall and wants to see it broken. It is this something that makes the ground under the wall swell, cause the stones of the wall fall down on the other side. ഇതാണ് ഈ മതിലുകളെ തല്ലി തകർക്കുന്ന കാര്യം. Why does the poet meet his neighbor beyond the hill at spring? എന്തുകൊണ്ടാണ് കുന്നിനപ്പുറത്തുള്ള അയാളുടെ അയൽവാസിയെ പോയറ്റ് സമീപിക്കുന്നത്? എന്തിനാണ് കാണാൻ പോകുന്നത്? The poet meets his neighbor beyond the hills so that they can fix one day and walk along the wall, mending it by picking up the fallen stones and fixing them. അടുത്ത question. How does the poet and his neighbor mend the gaps in the wall? എങ്ങനെയാണ് അവർ മെൻഡ് ചെയ്യുന്നത്? ആ വാൾസിലെ ഗ്യാപ്പ് എങ്ങനെയാണ് മെൻഡ് ചെയ്യുന്നത്? The poet and his neighbor mend the gaps in the wall by walking along the wall on either side and picking the fallen stones and placing them back on the wall in an effort to mend it. അല്ലേ? മതിലിന് ഓരോ വശത്തു കൂടെയും അവർ ഓരോരുത്തരും നടന്നിട്ട് എന്ത് ചെയ്യുന്നു? കല്ലുകൾ പെറുക്കിയിട്ട് വീട് കിടക്കുന്ന കല്ലുകൾ പെറുക്കി എടുത്തു വെച്ച് ആ മതിലുകളുടെ സ്ഥാനത്ത് വെച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. Why does the poet argue that there is no need of wall in between his estate and that of the neighbor? നൈബറിന്റെയും തന്റെയും എസ്റ്റേറ്റുകൾക്കിടയിൽ ഇങ്ങനെ ഒരു വാൾ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എന്താണ്? The poet argues that there is no need of a wall between his estate and that of his neighbors because poet's area is full of apple trees and the neighbor's area is covered with full of pine trees. The poet's apple will never go to the area will never go to his area to eat the corns of his pine. How does the neighbor justify the need of a wall or fences? മതിലുകളുടെ ആവശ്യം എങ്ങനെയാണ് അയാൾ ന്യായീകരിക്കുന്നത്? മതിലുകൾ വേണമെന്ന് അയാൾ എങ്ങനെയാണ് പറയുന്നത്? The neighbor justifies that the need for walls or fences, saying that good fences make good neighbors. അടുത്തത്, why does the poet consider the spring season mischievous? എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് സ്പ്രിംഗ് സീസൺ മിസ്ചീവിയസ് ആണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? The poet considers spring season mischievous because it is that season gaps are found in the walls. വാൾസിൽ ഗ്യാപ്സ് കാണുന്നത് ആ സമയത്താണ് അല്ലേ? He thinks that spring season makes the frozen ground under the wall expand. Because of this expansion, the wall get cracks, making the upper stones of the wall fall down onto the sides. Okay. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ആ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. പോയത്തിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം, കാരണം അതിൽ തന്നെ നേരിട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ
നമ്മുടെ ഈ എനി വുമണിലെയും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ജസ്റ്റ് കവർ ചെയ്യാൻ പോവാണ്. ഒന്ന് കേട്ടോളൂ. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? നമുക്ക് ആ ചോദ്യത്തിൻ്റെ ആൻസർ ഇത് നോക്കിയാൽ എഴുതാൻ പറ്റില്ല. തീം എന്താണെന്നുള്ളത് പോയറ്റിക് ലൈൻസ് തന്നിരിക്കുന്ന പോയറ്റിക് ലൈൻസ് നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? The theme of the poem is what? മുമ്പേ ചോദ്യം ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ അണ്ടർലൈങ് ഐഡിയാസ് ഇൻ ദ എക്സ്പ്രഷൻ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നതിൽ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള അന്തർലീനമായ അർത്ഥം എന്താണെന്ന്. The pillars are the main supports of the house. It is not possible to have a house without pillars. The pillars support the weight of the house and makes it stand without crumbling. രണ്ടാമത്തെ ചോദ്യം, how does the poet portrays the bond between mother and her children? അമ്മയും അവരുടെ കുട്ടികളും തമ്മിലുള്ള ആ ബന്ധത്തെ എങ്ങനെയാണ് കവി ചിത്രീകരിക്കുന്നതെന്ന ചോദ്യം. According to the poets, children gets their love from their mother. She is the light of love. Without her, children can't thrive. കുട്ടികളില്ലാതെ അവൾക്ക് ത്രൈവ് ചെയ്യാൻ കഴിയില്ല. അമ്മയില്ലാതെ കുട്ടികൾക്ക് ത്രൈവ് ചെയ്യാൻ കഴിയില്ല. She is the twist that holds the children together in the sacred ring of the family. അവളാണ് സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളാണ് സ്നേഹത്തിൻ്റെ കെട്ടുകൾ കൊണ്ട് കുട്ടികളെ കുടുംബത്തിൻ്റെ സ്നേഹ വലയത്തിൽ നിർത്തുന്നത്. The children do not want to leave her and go away. The bond between the mother and her children can be compared to a stem and its branches. Comment on the expression from floor to roof. Floor to roof എന്ന് പറയുന്ന അതിൻ്റെ എക്സ്പ്രഷനോട് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ. Floor to roof means എന്ന് വെച്ചാൽ floor to roof means from the start to finish, അടി മുതൽ മുടി വരെ നമ്മൾ പറഞ്ഞതുപോലെ, from the beginning to end, all aspects of the home are connected with the woman, and the mother of the house. Nothing in the house is nothing in the home is away from her or unknown to her. Another expression with the same meaning would be from top to toe or head to foot. അടി മുതൽ മുടി വരെ അർത്ഥം, ഹെഡ് ടു ഫൂട്ട്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് വിൻഡ് ആൻഡ് സ്നോ? വിൻഡ് ആൻഡ് സ്നോന്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് എന്താണ്? The symbolic significance of wind and snow is the troubles of the and tribulations that comes to life. Life is affected by problems of various sorts. They can be diseases, financial problems, emotional problems, or some other tragedies. The mother tries to prevent all these things from entering the family and bothering its members. ഇതെല്ലാം ഫാമിലിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾ അമ്മയാണ്. Next one, explain in your own words the concluding line of the poem. Concluding line എന്തായിരുന്നു? ഒരു prayer ആയിരുന്നു. അത് നിങ്ങളുടെ ലൈൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. It is a prayer that the woman makes to Jesus Christ. Jesus is the person who a woman, Mary, laid in the manger. The woman in the prayer, the woman is praying to Jesus not to take her away until her children have grown. She knows without her, children won't be able to live and thrive in the world. Next. Appreciation ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Identify the major figure of speeches used in the poem and describe the significance. The major figure of speeches used in the poem is metaphor. A metaphor is a comparison where one thing is seen as another. The entire poem is a metaphor because the woman thinks she is the pillars, walls, roof and doors of the house. She is the heat and light of the house. In fact, she is the house. അവൾ തന്നെയാണ് വീട് എന്ന് പറയുന്നത്. What is the quantum of work done by a woman in the household?
The quantum of work done by a woman in the is tremendous. She cooks for everyone in the family. She washes the plates, pots and pans. She washes the clothes and irons them and keeps them in the cupboard. She has to clean the house and yard. She has also to take care of the children, discipline, as well as the education. Indeed, she has a lot to do. അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് നിന്ന് വന്നതാണ്. ആൻഡ് വിത്ത് ദാറ്റ് ഇറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്ലൈറ്റ്സ് ഫ്രീഡം, അതിൽ 3 L's ഓഫ് എംപവർമെൻറ്റ്, എനി വുമൺ, മാത്സ് ബോക്സ്, അതുപോലെ ഹോളിഗലു. ഹൈറ്റ്സ് ഓഫ് ഹാർമണിയിൽ മെൻഡിങ് ബോൾ ഡിസ്കസ് ചെയ്തു. ഞാൻ അതിനകത്ത് 2 ചാപ്റ്റേഴ്സും കൂടെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, പോയംസിന് ഞാൻ പ്രത്യേക പ്രിഫറൻസ് കൊടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം പോയത്തിൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി എന്തായാലും നമുക്കൊരു ബ്രേക്കിന് ശേഷം വരാം. ഒരു ഹാഫ് ആൻ അവർ ബ്രേക്ക് എടുത്തോളൂ. ശേഷം ചായ കഴിക്കാനുള്ളവരൊക്കെ ചായ കഴിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. ഓക്കെ.
ഹലോ ചിൽഡ്രൻ, വെൽക്കം ബാക്ക്. നമുക്ക് തുടങ്ങാം. നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് അമിഗോ ബ്രദേഴ്സ് എന്നാണ് അല്ലേ, അമിഗോ ബ്രദേഴ്സ്. പക്ഷേ ഈ ചാപ്റ്റർ നമുക്ക് എന്തിനില്ല, ഫോക്കസ് ഏരിയ ഇല്ലാത്ത ചാപ്റ്ററാണ് അമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന. പിയറി തോമസ് ആണ് ഓതർ, പിയറി തോമസ്. Amigo Brothers by Perry Thomas is a short story about friendship. It is difficult for people to engage in healthy competitions and at the same time to maintain a warm relationship. പിയറി തോംസൺ എന്ന് പറയുന്ന ആളുടെ ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് അമിഗോ ബ്രദേഴ്സ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു എൻഗേജ് ഇൻ ഹെൽത്തി കോമ്പറ്റീഷൻ ആൻഡ് അറ്റ് ദ സെയിം ടൈം മെയിൻറ്റെയിൻ എ വാം റിലേഷൻഷിപ്പ്. ഒരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണെന്നും, ആൻഡ് ബട്ട് ദ സ്റ്റോറി പ്രൂവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. എന്നാൽ സ്റ്റോറി പറഞ്ഞു തരുന്നത് അത് നടക്കാത്തൊരു കാര്യമൊന്നുമല്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് വെച്ചിട്ട് തന്നെ നല്ലൊരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്ക് നടത്താൻ പറ്റും എന്നതാണ് സ്റ്റോറി കാണിച്ചു തരുന്നത് നമുക്ക്. അന്റോണിയോ ക്രൂസ് നമ്മുടെ ഹീറോ ആൻഡ് ഫെലിക്സ് വർഗാസ്, രണ്ട് ഹീറോസ് ആണ് അല്ലേ. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് were 17-year-old boys, 17 വയസ്സുള്ള ആൺകുട്ടികളായിരുന്നു അവര്. whose friendship was so strong that they felt themselves to be brothers. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ ശക്തമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നി അവര് ബ്രദേഴ്സ് ആണെന്ന്. both had the same dream of becoming a lightweight champion of the world in boxing. രണ്ടുപേരുടെയും ആഗ്രഹം, ഡ്രീം എന്തായിരുന്നു എന്ന് വെച്ചാൽ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ് ആവാനാണ് രണ്ടുപേരുടെയും ആഗ്രഹം. ബോത്ത് വർ ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ ആൻഡ് വർക്ക്ഡ് സോ ഹാർഡ് ഫോർ ഇറ്റ്. രണ്ടുപേരും അതിനു വേണ്ടിയിട്ട് വല്ലാതെ പരിശ്രമിച്ചു. ടു റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെന്റ് ദേ ഹാഡ് ടു ഫൈറ്റ് ഈച്ച് അതർ. രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടി വന്നു ഈ ബോയ്സ് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ദേ ഡിസൈഡഡ് ടു ഫൈറ്റ് ലൈക്ക് സ്ട്രേഞ്ചേഴ്സ്. രണ്ടുപേരും അപരിചിതരെ പോലെ ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. ആൻഡ് ആഫ്റ്റർ ദ ഫൈറ്റ് ടു കണ്ടിന്യൂ ടു ബി ഫ്രണ്ട്സ് ആസ് ബിഫോർ. ഫൈറ്റിന് ശേഷം പണ്ടത്തതുപോലെ തന്നെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനും അവർ വിചാരിച്ചു. ദേ ഡിസൈഡഡ് നോട്ട് ടു മീറ്റ് ഈച്ച് അതർ ടിൽ ദ ഡേ ഓഫ് ദ ഫൈറ്റ്. രണ്ടുപേരും ഫൈറ്റിന്റെ ദിവസം വരെ എന്ത് ചെയ്യണ്ട, പരസ്പരം കാണണ്ടെന്നും വിചാരിച്ചു. ഓൺ ദ ഡേ ഓഫ് ദ ഫൈറ്റിന്റെ ദിവസം ടോംസ്കിൻ സ്ക്വയർ പാർക്ക് വേർ ദ ഫൈറ്റ് വാസ് ടേക്കിംഗ് പ്ലേസ്. ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ ഫൈറ്റ് നടക്കുന്ന ടോംസ്കിൻ സ്ക്വയർ പാർക്കിൽ ഫിൽഡ് വിത്ത് പീപ്പിൾ ആസ് ദേ വർ ക്യൂരിയസ് ടു സീ ഹൗ ദീസ് അമിഗോ ബ്രദേഴ്സ് വർ ഗോയിങ് ടു ഫൈറ്റ്. അമിഗോ ബ്രദേഴ്സ് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് അവിടെ. As they were curious to see how these Amigo brothers were going to fight. But as the fight began, പക്ഷേ ഫൈറ്റ് തുടങ്ങിയപ്പോൾ they forgot everything. അവരെല്ലാം മറന്നു about their friendship and started fighting ferociously. vigorous ആയിട്ട്, ക്രൂരമായ രീതിയിൽ, വളരെ പരുഷമായ രീതിയിൽ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. The spectators even got frightened. കാണികൾ വരെ പേടിച്ചു പോയി. Seeing their savagery, it was a neck and neck competition. എന്താ പറയുക, രണ്ടും ഒരേപോലെയുള്ള എന്ന് വെച്ചാൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റായിരുന്നു. When the fight was over, the announcer turned to point the winner. ഫൈറ്റ് കഴിഞ്ഞപ്പോൾ അനൗൺസർ വിന്നറെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിഞ്ഞപ്പോൾ ബട്ട് അന്റോണിയോ ആൻഡ് ഫെലിക്സ് were not there. അന്റോണിയോയും ഫെലിക്സും അവിടെ ഇല്ലായിരുന്നു. They had left the ring arm in arm. രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. Whatever be the decision of the referee, they knew that they would be always champion to each other. എന്ത് തന്നെ ആയിക്കോട്ടെ റെഫറിയുടെ ഡിസിഷനും അവർക്കറിയാമായിരുന്നു, അവർക്ക് പരസ്പരം അവർ രണ്ടുപേരും ചാമ്പ്യൻസ് തന്നെയാണ്. To present world which is highly competitive, this story is sending a very positive message. ഈ ലോകത്ത് ഇന്നെല്ലാം വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് ഈ ഒരു സ്റ്റോറി നല്ല ഒരു മെസ്സേജാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നത്. സെൻഡിങ് എ വെരി പോസിറ്റീവ് മെസ്സേജ്. ഇറ്റ് ഷോസ് അസ് വാട്ട് ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇസ്. എന്താണ് ഒരു ട്രൂ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളത് നമുക്ക് കാണിച്ചിരുന്നു. ദ സ്റ്റോറി ഓൾസോ ഇൻസ്പയർസ് അസ് ബൈ
the example of the Amigo brothers who had a clearly defined goal in their lives and who worked so constantly for achieving that goal. It also talks about the value of friendship. This point നിങ്ങൾ ഓർത്തു വെക്കണം. This story also inspires us. ഈ സ്റ്റോറി നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നറിയോ? As an example of the Amigo brothers who had a clearly defined goal in their lives. സ്വന്തം ജീവിതത്തിൽ നല്ലൊരു ഡെഫിനിറ്റ് ഗോൾ അവർക്കുണ്ട്. And who worked so consistently for achieving that goal. ആ ഗോളിന് വേണ്ടിയിട്ട് അവർ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ദ വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഈ സ്റ്റോറി വാല്യൂ ഓഫ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു എസ്സേയിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ സമ്മറിക്കകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി അതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. No dreams can be realized without effort. How far is this true in the case of Antonio and Felix? ആന്റോണിയോയുടെയും ഫെലിക്സിന്റെയും കാര്യത്തിൽ ഇത് എത്രത്തോളം കറക്റ്റ് ആണ്? No dreams can be realized without effort. ഒരു ഡ്രീം നമുക്ക് എഫേർട്ട് ഇല്ലാണ്ട് റിയലൈസ് ചെയ്യാൻ കഴിയില്ല. This is true in the case of Antonio and Felix. ഇത് വളരെ സത്യമാണ് ആന്റോണിയോയുടെയും ഫെലിക്സിന്റെയും കാര്യത്തിൽ. They both continued working hard till the last day of fight. അവർ രണ്ടുപേരും നന്നായിട്ട് പരിശ്രമിച്ചു അവസാനത്തെ ദിവസം വരെ, ഫൈറ്റിങ്ങിന്റെ അവസാനത്തെ ദിവസം വരെ. They even decided to go their separate ways till the fight was over. In the fight also they did not spare the opponent because he was his friend. തൻ്റെ സുഹൃത്തായതുകൊണ്ട് മറ്റാളെ വിടാനൊന്നും ആ ഫൈറ്റിന്റെ അന്ന് പോലും അവർ തയ്യാറായിരുന്നില്ല. They tried their best to win. അവർ ജയിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബെസ്റ്റ് തന്നെ ചെയ്തു. No pain, no gain. അല്ലേ? അങ്ങനെയാണല്ലോ. No pain, no gain. There is a saying in English. The finest pearls are found in the deepest part of the ocean. ഇംഗ്ലീഷിൽ ഒരു saying ഉണ്ട്. എന്താ saying? ഇതാണ്, the finest pearl are found in the deepest part of the ocean. ഏറ്റവും കടലിന്റെ ആഴത്തട്ടിലാണ് നമുക്ക് എന്താ പറയാ ഏറ്റവും നല്ല മുത്തുകൾ ലഭിക്കുക. Only those who make genuine efforts can get these pearls. ആരാണോ ഏറ്റവും നന്നായി പരിശ്രമിക്കുന്നത്, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത്, അവനാണ് ഏറ്റവും നല്ല പേൾസ് കിട്ടാൻ പോകുന്നത്, അല്ലേ? ഏറ്റവും നല്ല മാർക്ക് കിട്ടാൻ പോകുന്നത് അവനാണ്. ഇനി വേറൊരു ചോദ്യം. Now prepare a newspaper report. Imagine that you are a newspaper reporter and you witness the contest between the Amigo brothers fight. Now prepare a newspaper report to be mailed to your editor. നിങ്ങളുടെ എഡിറ്ററിന് വേണ്ടിയിട്ട് മെയിൽ ചെയ്യേണ്ട ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഇത് ചോദിക്കാറുണ്ട്. ന്യൂസ് റിപ്പോർട്ട് നല്ല ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഹെഡിങ് ഒക്കെ എഴുതി, അതുപോലെ തന്നെ താഴെ നമ്മുടെ റിപ്പോർട്ടറിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റ് എന്നൊക്കെ എഴുതി. അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയും. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ. ശേഷം താഴെ എന്താണ് ഡേറ്റ് എഴുതി. താഴെ The fight between Antonio Cruz and Felix Vargas was scheduled to take place in Tompkins Square Park. The time was afternoon. Even before the scheduled fight, the park begins to fill up because of the fighters were much liked by the people around. There was expectation in all the faces to see very good fighter. The fighters entered, the crowd exploded with the roar. The Antonio and Felix bow gracefully and raised their arms in acknowledgement. Welcome they received from the crowd. The announcer makes the announcement telling that the
contest is between Antonio Felix and Antonio Cruz and Felix Vargas to find Puerto Ricans. Felix Vargas weighs 134 pounds and his rival Antonio Cruz weighs 133 pounds. The winner will represent the boys club in the tournament of championships, the Golden Gloves. There will be no draws. The referee now gives the instructions to telling them it should be a clean fight. In the first round, both the contestants do their best to outwit the other, but both are equally strong. In the second round, also the same thing happened. Punches fly back and forth, but none is flowed. Each punch is applauded thunderously by the crowd. Now comes the third round. Each contestant wanted to win. They punch each other very hard. Nobody falls on the canvas. The final bell rings, but the fight continued. The bell rings again and again, but there is no stopping to the fighting. People started getting worried. It looked as if they were witnessing a do or die fight and not the contestants. Not a contestant. There is utter silence. Then the referee and the trainee separated the contestants. Now the contestants embrace. They have forgotten what they were fighting like bulls for a moment. The announcer makes an announcement. He is trying to name the winner and he looks around. But both Felix and Antonio had left like a good old friends, arm in arm, declaring the strong bond of friendship. They proved themselves to be real amigo brothers. May their tribes increase. ഇതാണ് ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇതേ സാധനം അനൗൺസ്മെൻ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ഒരു ലൈവ് കമൻ്ററി ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എല്ലാത്തിനും ഒരേ രീതി തന്നെ, ആൻസേഴ്സ് ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ നമ്മളതിൻ്റെ രീതികൾ എന്ത് ചെയ്താൽ മതി, മാറ്റിയാൽ മതി. ഇപ്പോൾ ഞാൻ വായിച്ചത് എന്താണ്, ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ രീതിയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര ചുരുക്കി എഴുതിയാൽ മതി, പാരഗ്രാഫായിട്ട് ചുരുക്കി എഴുതിയാൽ മതി. അതിന് ജസ്റ്റ് ലൈവ് കമൻ്ററി ആകുമ്പോൾ നമ്മൾ കാണുന്ന പോലെ എഴുതണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഇല്ലാതെ എല്ലാം പ്രസന്റ് ടെൻസിൽ എന്ത് ചെയ്യാം, കൊണ്ടുവന്നാൽ മതി. ഓക്കെ, ലൈവ് കമൻ്ററി ആകുമ്പോഴും അതുപോലെ തന്നെ അനൗൺസ്മെൻ്റ് ആകുമ്പോഴും. ഓക്കെ, ദെൻ മറ്റ് ഒരു ചോദ്യം. The conversation given below is a part of an interview that Antonio and Felix gave to a reporter. What would be the reported version of the conversation? എന്നാണ് ചോദ്യം. Reported speech ആണ് സംഭവം. Reporter ചോദിക്കുകയാണ്, has the fight affected your friendship? Antonio, never. We never take fighting into our hearts. Reporter, who in your opinion is the winner of the fight? Felix, the question doesn't bother us. Both of us are winners. അപ്പോൾ ആൻസർ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. ചോദ്യം ഒന്ന് ഇതായിരുന്നു, ഹാസ് ദ ഫൈറ്റ് എഫക്റ്റഡ് യുവർ ഫ്രണ്ട്ഷിപ്പ് എന്നായിരുന്നു ചോദ്യം, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാം, ദ റിപ്പോർട്ടർ ആസ്ക്ഡ് ആന്റോണിയോ വെദർ ദ ഫൈറ്റ് ഹാഡ് എഫക്റ്റഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഹാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കൊണ്ട് നമുക്കറിയാം അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഹാസ് വെദറോ അല്ലെങ്കിൽ ഇഫോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വെദർ ദ ഫൈറ്റ് ഹാഡ് എഫക്റ്റഡ് ദ ഫ്രണ്ട്ഷിപ്പ്. ഹാസ് എഫക്റ്റഡ് എന്നുള്ളത് എന്താക്കി, ഹാഡ് എഫക്റ്റഡ് എന്നാക്കി. ഇനിയോ ആന്റോണിയോ ഡിനൈഡ്, നെവർ എന്ന് പറഞ്ഞാ തുടങ്ങിയത് അല്ലേ, അതിനെ ഞാൻ ഇങ്ങനെ എഴുതി, ആന്റോണിയോ ഡിനൈഡ് നിരാകരിച്ചു, ആൻഡ് ആഡഡ് ദാറ്റ്, ഫുൾ സ്റ്റോപ്പ് ഇട്ട് തുടങ്ങുന്നതിന് ഞാൻ ആഡഡ് ദാറ്റ് എന്നാക്കി. ആഡഡ് ദാറ്റ് ദേ നെവർ ടുക്ക് ഫൈറ്റിംഗ് ഇൻ ടു ദെയർ ഹാർട്ട്സ്. ദേ നെവർ ടേക്ക് ഫൈറ്റിംഗ് എന്നുള്ളത് ദേ നെവർ ടുക്ക് ഫൈറ്റിംഗ് എന്നാക്കി. വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. റിപ്പോർട്ടർ, ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ഇസ് ദ വിന്നർ ഓഫ് ദ ഫൈറ്റ്സ്? ദ റിപ്പോർട്ടർ ദെൻ ആസ്ക്ഡ് who in their opinion the winner of the
ഫൈറ്റർ വാസ് എന്നാക്കിയാൽ മതി. ഹൂ ഇസ് യുവർ ചോദ്യം ഹൂ ഇൻ യുവർ ഒപ്പീനിയൻ ഈസ് ദ വിന്നർ എന്നായിരുന്നു. ആ ഈസിനെ ലാസ്റ്റിലേക്ക് വാസ് ആക്കിയിട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അടുത്തത് ഫെലിക്സ്, ദ ക്വസ്റ്റ്യൻ ഡസൻറ്റ് ബോദർ us, ബോത്ത് ഓഫ് us ആർ വിന്നേഴ്സ്. ഫെലിക്സ് റിപ്ലൈഡ് ദാറ്റ് ദ ക്വസ്റ്റ്യൻ does not എന്നുള്ളത് did not bother them, us എന്നുള്ള them ആയി, and both of them were winners. both of us are winners എന്നുള്ളത് both of them were winners എന്ന് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാവ് വിറ്റ്നസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ അമിഗോ ബ്രദേഴ്സ്. അത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ കേട്ടോ ചോദ്യം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, യു ഹാവ് വിറ്റ്നസ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ദ അമിഗോ ബ്രദേഴ്സ് ആൻഡ് ഹാവ് ബീൻ ക്വൈറ്റ് ഇംപ്രസ്ഡ് ബൈ ദ വേ ഇറ്റ് എൻഡഡ്. പ്രിപ്പയർ എ റൈറ്റ് അപ്പ് അബൌട്ട് ദ ക്ലൈമാക്സ് ഓഫ് ദ ഫൈറ്റ്. ഈ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ട് ക്ലൈമാക്സ്. അപ്പോൾ അതിലൊരു റൈറ്റ് അപ്പ് കൊടുക്കാനാണ്, 3 മാർക്കിൻ്റെ ആണ്. അപ്പോൾ അത്രയും എഴുതിയാൽ മതി, ക്ലൈമാക്സ് മാത്രം എഴുതിയാൽ മതി. ദ റെഫറി വാണ്ടഡ് ടു ദ ഫൈറ്റ് ടു ബി ക്ലീൻ ദ ഫസ്റ്റ് റൗണ്ട്. ആന്റോണിയോ ആൻഡ് ഫെലിക്സ് വർഗാസ് ഡു ദെയർ ബെസ്റ്റ് ടു ഔട്ട് വിത്ത് ദ അതർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ഭാഗമല്ലേ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ, അത് എഴുതിയാൽ മതി കേട്ടോ. മാർക്ക് എപ്പോഴും നോക്കണം, മാർക്ക് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എഴുതിയാൽ മതി. ഒരുപാട് എഴുതി സമയം പോകരുത്. You might have got sincere friends whom you treasure more than anything else. Write a paragraph about your intimate friend. 4 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിനെ കുറിച്ചൊരു പാരഗ്രാഫ് എഴുതാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം. 2 days after the fight between Antonio and Felix, they received a letter from the secretary of the Golden Gloves Championship informing that both of them have been selected for the tournament. Prepare a letter. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ലെറ്ററിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കണം? നമ്മൾ ആദ്യം തന്നെ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ്, താഴെ ലോവർ ഈസ്റ്റ് സൈഡ് ന്യൂയോർക്ക് സിറ്റി അല്ലേ, അതുപോലെ തന്നെ താഴെ ഡേറ്റ് ചെയ്ത, താഴെ ടു അഡ്രസ് ചെയ്ത ആന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ്, ബോക്സേഴ്സ് ജിംനേഷ്യം, ന്യൂയോർക്ക് സിറ്റി, താഴെ ഡിയർ മിസ്റ്റർ Antonio Cruz and Mr. Felix Vargas. Subject, selection for the Golden Gloves tournament. Thare, we got a report from the referees of division finals bout of August 7. He wrote about your friendship, how hard you fought in the wind. But at the same time, you did not want the others to lose. Such a thing unheard of in the history of the Golden Gloves Championship tournament. Giving you due respect to your close friendship, we are making an exception this year and we are selecting both of you for the Golden Gloves Championship. This is a tribute to your friendship. Keep it up and best wishes. Tare, yours sincerely, signature, secretary. അതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്തിന്? ലെറ്റർ. മറ്റൊരു ചോദ്യം, അത് 5 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം. മൂവ്ഡ് ബൈ ദ അമിഗോ ബ്രദേഴ്സ് സ്റ്റോറി ഓഫ് ഇൻറ്റിമസി, read from the newspaper, you write a letter to Felix and Antonio congratulating them. Prepare the letter. 5 മാർക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രം അഡ്രസ്സും ഡേറ്റും മാത്രം എഴുതിയാൽ മതി. ഡിയർ ഫെലിക്സ് ആൻഡ് വർഗാസ്. പിന്നെ സബ്ജക്റ്റ് വേണോ? വേണ്ട. Congratulations Amigo brothers, you really deserve that name. You have proved that friendship is greater than winning any competition. You may not know me. I am a student from Kerala, India. I happened to read the story of your fight in the division finals and I was greatly impressed. I'm sure that the Golden Gloves Championship, authorities will take note of your intimacy and select both of you for the tournament. Keep up your spirits, amigos. I am really inspired by your spirit. I pray God to help you to achieve your dreams. I wish you all the best in life. You sincerely, Tare Peru. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ യുവർ സെൽഫ് ടു ബി ദ announcer of the boxing
match between Amigo brothers. Write the script of the announcement that could be used for before the match. മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ നടത്തുന്നതാണ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. മാച്ചിന്റെ നടുവിൽ നടത്തുന്നത് നമ്മൾ കമന്ററി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലൈവ് കമന്ററി അല്ലേ, ഇവിടെ അനൗൺസ്മെന്റ് ആണ്, മാച്ചിന്റെ മുമ്പേ നടക്കാൻ പോകുന്ന അനൗൺസ്മെന്റ്. അതിനൊരു മോഡൽ ഞാൻ വായിക്കാം. യു ആർ വെൽക്കം ടു ദ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ തുടങ്ങാം. യു ആർ വെൽക്കം ടു ദ ടോംസ്കിൻ സ്ക്വയർ പാർക്ക് for the division finals. We have winners, we have fine weather, and I assure you that you will have an exciting time here. You have already seen some earlier bouts. This is going to be the bout of the day. The moment you have been anxiously waiting for has finally come up. You two fine Puerto Rican fighters are ready to fight and win. On my left is Felix Vargas. He weighs 134 pounds. On my right is his rival Antonio Cruz, who weighs 133 pounds. The winners will represent the boys club tournament championship. In championship, the Golden Gloves, there will be no draw. Give Felix and Antonio a big round of applause. They are going to thrill you in coming moments. Felix, are you ready? Antonio, you are ready? Are you ready too? The referee will blow their whistle now. You start the bout. To start the bout. Okay, atrayum madi. Then അടുത്തൊരു ചോദ്യം 4 മാർക്കിന്റെ ചോദ്യമാണ്. After reading the story, Amigo brothers, certain students opined that boxing is a cruel game, but you have different view. So your friends decided to conduct a debate on the topic. Boxing is a cruel game, arousing animal instinct. What would be the possible argument your friends would support the topic? Write 3 points. സംഭവം മനസ്സിലായില്ലേ? arguments against എഴുതാനാണ്. Boxing makes us forget the importance of cooperation, sympathy and love, and we are blinded only by the one instinct, win anyhow. Boxing brings physical suffering to both the winner and also the loser. By constantly practicing, the boxer develops an unhealthy competitive spirit. He is ready to inflict pain, both mental and physical, even on his family members, because he becomes a callous an animal to others' feelings, or a person who doesn't realize the feelings of others. അപ്പോൾ അതിനെതിരെ സംസാരിക്കാനാണ് പറഞ്ഞത്. 3 പോയിന്റ് നമ്മൾ എഴുതി. Imagine that you are a reporter of a local TV channel. After the bout between Antonio and Felix, you are asked to interview them. Prepare a set of 5 questions to ask Antonio and Felix as a part of the interview. അപ്പോൾ ചോദ്യം ഉള്ളൊന്ന്, you wanted to win badly. Then why did you decide to quit the scene before the results was announced? ഒന്നാമത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. You wanted to win badly. Then why did you decide to quit the scene before the result was announced? റിസൾട്ട് അനൗൺസ് ചെയ്തതിന് മുമ്പ് എന്തിനാണ് പിന്നെ ക്വിറ്റ് ചെയ്തതെന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, we know you are close friends. What were the thoughts going through your mind during the fight when you were punching each other hand? രണ്ടുപേരും പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾക്കറിയാം നിങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. What was in your mind after you were separated by the referees and the trainees and you left the scene without waiting to hear the result? വേറെ ചോദ്യം, you were fighting like angry bulls at the bout. Will your friendship continue to be as intense as before? മറ്റൊന്ന്, last one, what would be your future plans? Are you going to choose boxing as your profession? അങ്ങനെ ചോദ്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അത്രയും മതി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണ്. ദ ആർ ഓഫ് ട്രൂത്ത്. 1 ആക്ട് പ്ലേ ആണ്. ആർ ഓഫ് ട്രൂത്തിലേക്ക്
വരാം. യെസ്, ഹവർ ഓഫ് ട്രൂത്ത്. പെർസിവൽ വൈൽഡ് എന്ന് പറയുന്ന ഓതറാണ്. ഇതൊരു നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ചാപ്റ്ററാണ്. സോ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഈ ചാപ്റ്ററിനെ നമ്മൾ നേരിടാൻ. പെർസിവൽ വൈൽഡ് എന്ന പേര് ഓർത്തു വെക്കുക. ദ പ്ലേ ഹവർ ഓഫ് ട്രൂത്ത്. The play Hour of Truth is written by Percival Wilde. The play is from a question of morality and other plays. ഈ പ്ലേ എടുത്തിരിക്കുന്നത്, ഈ നാടകം എടുത്തിരിക്കുന്നത്, the play is taken from a question of morality and other plays. എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. The characters are Robert Baldwin, Martha, John, Evie, Mr. Marshall and a maid. The scene is set at Baldwin's cottage and it is Sunday afternoon. Robert Baldwin has gone outside. His wife and children are anxiously waiting for her arrival. ഈ കഥ നടക്കുന്നത്, കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? റോബർട്ട് ബാൽവിൻ, മാർത്ത, ജോൺ അവരുടെ മകനാണ്, ഈവി മകളാണ്, മിസ്റ്റർ മാർഷൽ ഉണ്ട്, ഒരു മെയ്ഡ് ഉണ്ട്. The scene is set at Baldwin's cottage. ബാൽവിൻ്റെ കോട്ടേജിലാണ് കഥ മുഴുവനായിട്ട് നടക്കുന്നത്. And it is a Sunday afternoon. Robert Baldwin has gone outside. Sunday afternoon ആണ് റോബർട്ട് ബാൽവിൻ എവിടെ പോയതാണ്. His wife and children are anxiously waiting for his arrival. വൈഫും ചിൽഡ്രനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭർത്താവ് വരുന്നതും. The sky is so dark. ആകാശം ഇരുണ്ട് കൂടിയിരിക്കുന്നു. The family is expecting that it will rain. ഫാമിലി പ്രതീക്ഷിക്കുന്നു മഴ പെയ്യുമെന്ന്. ആൻഡ് ദേ ഡോണ്ട് നോ വെദർ ബാൽവിൻ ഹാസ് ടേക്കൺ ഹിസ് അംബ്രല്ല ഓർ നോട്ട്. ബാൽവിൻ കുട കൊണ്ടുപോയിക്കണോ ഇല്ലയോ എന്നൊന്നും ആർക്കറിയില്ല. വൈൽ ദ ഫാമിലി ഈസ് വെയിറ്റിംഗ് ഫോർ റോബർട്ട് ബാൽവിൻസ് അറൈവൽ, ദേ ആർ ടോക്കിംഗ് അബൌട്ട് ജോൺ ഗ്രേഷം ഓൺ ഹൂസ് ബാങ്ക് മിസ്റ്റർ ബാൽവിൻ വർക്ക്ഡ്. അവർ അച്ഛനെ കാത്തിരിക്കുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് ജോൺ ഗ്രേഷം എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. ആ ബാങ്കിലാണ്, അയാളുടെ ബാങ്കിലാണ് ഇവരുടെ അച്ഛൻ വർക്ക് ചെയ്യുന്നത്. ജോൺ ഗ്രേഷം എന്ന് പറയുന്ന ആളുടെ ബാങ്കിലാണ് ഇവരുടെ അച്ഛനായിട്ടുള്ള റോബർട്ട് ബാൽവിൻ വർക്ക് ചെയ്യുന്നത്. നൗ ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ദ ബാങ്ക് വാസ് ക്ലോസ്ഡ്. ഇന്ന് സാമ്പത്തികമായുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ബാങ്ക് അടച്ചിട്ടിരിക്കുകയാണ്. ജോൺ ഗ്രേഷംസ് ഇസ് ഫൗണ്ട് ഗിൽറ്റി ഫോർ ദാറ്റ്. അതിന് കുറ്റക്കാരനായിട്ട് ജോൺ ഗ്രേഷമിനെ കണ്ടുകിട്ടുകയും ആൻഡ് ഇസ് ഇൻ ജയിൽ. അദ്ദേഹം ജയിലിലാണ്. ഫ്രോം ദ ടോക്ക്, അവരുടെ സംഭാഷണത്തിൽ നിന്നും ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ജോൺ ഗ്രേഷംസ് ട്രയൽ ഇസ് ഓൺ ദ നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസമാണ് ജോൺ ഗ്രേഷമിൻ്റെ ട്രയൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അയാളെ വിചാരണ ചെയ്യുന്നത് പിറ്റേ ദിവസമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് Robert Baldwin is giving evidence against him, but John Gresham's called him that day. അയാൾക്കെതിരെ വിധി കൊടുക്കാൻ പോകുന്നത്, മൊഴി കൊടുക്കാൻ പോകുന്നത്, എവിഡൻസ് കൊടുക്കാൻ പോകുന്നത് റോബർട്ട് ബാൽവിൻ ആണ്. ഇവിടെ ജോൺ ബാൽവിൻ എഴുതിയത് റോബർട്ട് ബാൽവിൻ ആണ്. ഓക്കെ, ഇസ് ഗിവിംഗ് എവിഡൻസ് അഗെയിൻസ്റ്റ് ഹിം, ബട്ട് ജോൺ ഗ്രേഷം കോൾസ് ഹിം ദാറ്റ് ഡേ. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഈ റോബർട്ട് ബാൽവിനെ ഇയാൾ വിളിപ്പിച്ചിട്ടുണ്ട് ജോൺ ഗ്രേഷം. ദേ ആർ വെരി ആങ്ഷ്യസ് ടു നോ വൈ ഹി കോൾസ് ബാൽവിൻ. എന്തിനാണ് അയാൾ അച്ഛനെ വിളിച്ചതെന്ന് അവർക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈവി ഹാസ് എ ഡൗട്ട് വെദർ ബാൽവിൻ ഹാസ് ഇൻവോൾവ്ഡ് ഇൻ wrecking ഓഫ് ദ ബാങ്ക്. ഈവിക്ക് മകൾക്കൊരു സംശയമുണ്ട്, തൻ്റെ അച്ഛനും ഈ ഇതിൽ പങ്കുണ്ടോ, ബാങ്കിൻ്റെ തകർച്ചയിൽ അച്ഛനും പങ്കുണ്ടോ എന്ന് അവൾക്കൊരു സംശയം. ബിക്കോസ് എവറി ന്യൂസ് പേപ്പർ ഇസ് മെൻഷനിങ് ദാറ്റ്. കാരണം അത് എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും അത് വന്നിട്ടുണ്ട്. ആൻഡ് ബാൽവിൻ ഡസ് നോട്ട് സേ എനിത്തിങ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനെതിരെ ബാൽവിൻ ആണെങ്കിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. മാർത്ത, മദറാണ് മാർത്ത, tells that the newspaper is unfair to him since Baldwin is working under Gresham's orders. The family has a doubt whether
he involved in the bank crash. മാർത്ത പറഞ്ഞു പത്രക്കാരൊരിക്കലും അച്ഛനോട് ഫേവറബിൾ ആയിട്ടില്ല സംസാരിക്കുന്നത്, അവർ എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഏതായാലും ഫാമിലിക്ക് മൊത്തം ഒരു സംശയമുണ്ട്, ഇയാൾ ഗ്രേഷത്തിൻ്റെ അണ്ടറിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ബാങ്കിൻ്റെ തകർച്ചയിൽ ഇയാൾക്കും ഒരു പങ്കുണ്ടെന്ന് അവർക്കൊരു സംശയം. ബട്ട് മാർത്ത ഫേംലി ബിലീവ്സ് ദാറ്റ് ബാൽവിൻ നെവർ ഡിഡ് എനിത്തിങ് അറ്റ് ഓൾ. പക്ഷേ മാർത്ത വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നു തൻ്റെ ഭർത്താവ് ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല എന്ന്. ഹി ഫൗണ്ട് ഔട്ട് ദ ബാങ്ക് ക്രാഷ് ബൈ ആക്സിഡൻറ്റ്. അയാൾ ബാങ്ക് ക്രാഷ് ആക്സിഡൻ്റലിയാണ് അറിയുന്നത് തന്നെ. ജോൺ സേസ് ദാറ്റ്, ജോൺ മകനാണ്, സേസ് ദാറ്റ് ഹി സോ ഡൊനോവൻ ദ അസിസ്റ്റന്റ് കാഷ്യർ ദ പ്രീവിയസ് ഡേ അറ്റ് ദ അത്ലറ്റിക് ക്ലബിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഡൊനോവൻ എന്ന് പറയുന്ന ആ ബാങ്കിലെ അസിസ്റ്റന്റ് കാഷ്യറിനെ കണ്ടിട്ടുണ്ടായിരുന്നു മകൻ. ഡൊനോവൻ വാസ് വർക്കിംഗ് ഫോർ 8 years. ആ ബാങ്കിൽ ഡൊനോവൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ദ ന്യൂസ് കെയിം ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് ദ ക്ലിയർ സ്കൈ. തെളിഞ്ഞ ആകാശത്തിൽ പെട്ടെന്ന് എട്ടിയ ഇടിയെപ്പോലെയായിരുന്നു അയാൾക്ക് ആ വാർത്ത. അത് പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. ജോൺ ഹാസ് എ സസ്പീഷൻ ദാറ്റ് ഹിസ് ഫാദർ മസ്റ്റ് ഹാവ് known about it because he is the only witness against John Gresham since he was named after ജോൺ ഗ്രേഷത്തിൻ്റെ ഈ പരിപാടിക്ക് ശരിക്കും അതിൻ്റെ അച്ഛനും അറിയാമായിരിക്കും എന്ന് തന്നെയാണ് ഡൊനോവനും വിശ്വസിക്കുന്നത്. സിൻസ് ഹി വാസ് നെയ്മഡ് ആഫ്റ്റർ ജോൺ ഗ്രേഷം, ജോൺ ഫീൽസ് ദാറ്റ് ബിക്കോസ് ഓഫ് ജോൺ ഗ്രേഷം ഹിസ് നെയിം ഇസ് ഡാമേജ്ഡ്. ജോൺ ഗ്രേഷത്തിൻ്റെ പേരാണ് ഈ റോബർട്ട് ബാൽവിൻ തൻ്റെ മകനും കൊടുത്തത്. അപ്പോൾ ജോൺ വിചാരിക്കുകയാണ് തൻ്റെ പേരിലുള്ള അയാൾ ജോൺ ഗ്രേഷം എന്ന് പറയുന്ന ആരുടെ പേരാണോ എനിക്കിട്ടത് ആ ആളുടെ പേര് കൊണ്ട് തൻ്റെ പേരും മോശമായി എന്ന് അവന് തോന്നുകയാണ്. ഹി മെൻഷൻസ് ദാറ്റ് ജോൺ ഗ്രേഷം ഹാസ് acquired a lot of wealth in these 20 years while his father is getting only $60 a week. ജോൺ ഗ്രേഷം പറയുന്നു, നമ്മുടെ ജോൺ പറയാണ് തൻ്റെ അച്ഛൻ്റെ യജമാൻ അല്ലെങ്കിൽ ജോൺ ഗ്രേഷം എന്ന് പറയുന്ന മുതലാളി ഈ കണ്ട 20 വർഷത്തിനുള്ളിൽ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്. എന്നാൽ തൻ്റെ അച്ഛനാണെങ്കിലോ തുച്ഛമായ $60 a week മാത്രമാണ് കൊടുക്കുന്നത്. മാർത്ത ടെൽസ് ദാറ്റ് ഹർ ഹസ്ബൻഡ് ഇസ് വെരി ഡെഡിക്കേറ്റഡ് ടു ഹിസ് വർക്ക്. മാർത്ത പറയുന്നു നിന്റെ അച്ഛൻ ജോലിയോട് വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. വാട്ട് എവർ ജോൺ ഗ്രേഷം ആസ്ക്ഡ് ഹിം ടു ഡു വിത്തൗട്ട് റിവോൾട്ടിങ് ഹി ഒബെയ്ഡ്. ഒരു സംശയം കൂടാതെ അച്ഛനോട് എന്താണോ ആവശ്യപ്പെടുന്നത് അത് അദ്ദേഹം ചെയ്യുമായിരുന്നു. ഫൈനലി റോബർട്ട് ബാൽവിൻ കംസ് ഇൻ ദ ഹൗസ്. അങ്ങനെ അവസാനം റോബർട്ട് ബാൽവിൻ വീട്ടിൻ്റെ അകത്തേക്ക് വന്നു. എവ്രിവൺ വാണ്ട്സ് ടു നോ ഹൗ ദ ക്രാഷ് ഹാപ്പൺ ഇൻ ദ ബാങ്ക്. എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെയാണ് ഈ ക്രാഷ് നടന്നത്, ബാങ്കിൽ എങ്ങനെയാണ് ഈ തകർച്ച നടന്നതെന്നാണ്. He tells that even he knew the reality only a day before the crash. അദ്ദേഹം പറയാണ് ഞാൻ ഈ റിയാലിറ്റി അറിയുന്നത് ആ ക്രാഷിൻ്റെ ഒരു ദിവസം മുമ്പ് മാത്രമാണ്. The family enquires why John Gresham called Balvin. Balvin told them that John Gresham wanted him to keep silence on the issue. He wanted him to tell, I don't remember, in the court. ഫാമിലിക്ക് അറിയണം ഇയാൾ എന്തിനാണ് ജോൺ ഗ്രേഷം ഇപ്പോൾ വിളിപ്പിച്ചത്. ബാൽവിൻ പറഞ്ഞു ജോൺ ഗ്രേഷം എന്നോട് ആവശ്യപ്പെട്ടു സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ, എവിഡൻസ് കൊടുക്കുമ്പോൾ മിണ്ടരുത്, എന്ത് മാത്രം പറഞ്ഞാൽ മതി, ഐ ഡോണ്ട് റിമെമ്പർ എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇൻ ദ കോർട്ട്. ഇഫ് റോബർട്ട് ബാൽവിൻ ഡസ് ദിസ് ഗ്രേഷം വിൽ ഗിവ് ഹിം $100,000. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ $100,000 $1,00,000 നൽകാമെന്നും പറഞ്ഞു. ബട്ട് റോബർട്ട് ബാൽവിൻ ഡസ് നോട്ട് ആക്സെപ്റ്റ് ദിസ് പ്രൊപ്പോസൽ. പക്ഷേ ഈ ഒരു പ്രൊപ്പോസൽ ആര് സ്വീകരിച്ചില്ല. $1,00,000 അല്ല, എന്ത് തന്നാലും ശരി ഞാൻ അങ്ങനെ പറയൂല എന്ന് പറഞ്ഞു. ബട്ട് വെൻ ദ ഫാമിലി ഹിയേഴ്സ് അബൌട്ട് ദ മണി, പക്ഷേ കുടുംബക്കാർ പൈസയെക്കുറിച്ച് കേട്ടപ്പോൾ ദിയർ മൈൻഡ് ബിഗിൻസ് ടു ചേഞ്ച്. അവരുടെ മനസ്സ് ചഞ്ചലമായി. ദേ ബിഗിൻ ടു കൺവിൻസ് ജോൺ ഗ്രേഷം Martha wants to know whether the depositors would lose any money. They began to conceive John Gresham. Convince John Gresham. Martha wants to know whether the depositors would lose any money. മാർത്ത ചോദിച്ചു ഡെപ്പോസിറ്റേഴ്സിന് വല്ല പൈസയും നഷ്ടപ്പെടുമോ.
Robert Baldwin replies that no one will lose anything. റോബർട്ട് ബാൽവിൻ പറഞ്ഞു ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല, ആർക്കും ഒരു പൈസയും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ thus the family comes to know that money is safe. അവർക്ക് മനസ്സിലായി പൈസ സേഫ് ആണ്, എല്ലാ ആളുകളുടെയും പൈസ കിട്ടും. ജോൺ ഗ്രേഷംസ് crime was that his misappropriated the funds. ജോൺ ഗ്രേഷം ചെയ്തത് എന്താണ്? അയാൾ പൈസ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതാണ്. The family begins to persuade Robert Baldwin to say lie and to help John Gresham at first. ഫാമിലി മുഴുവനും പറഞ്ഞത് ആദ്യം എന്താണ്? റോബർട്ട് ബാൽവിനോട് പെർസ്യൂഡ് ചെയ്ത് എന്താണ്? കളവ് പറഞ്ഞിട്ട് നിങ്ങൾ ജോൺ ഗ്രേഷത്തിനെ സഹായിക്കണം. ഓക്കെ, അറ്റ് ഫസ്റ്റ് റോബർട്ട് ബാൽവിൻ ഇസ് ഷോക്ക്ഡ്. ഇത് കേട്ടിട്ട് ആദ്യം റോബർട്ട് ബാൽവിൻ ഷോക്ക്ഡ് ആയി. മാർത്ത tells him that since they named their son's name after John Gresham, it will be a disgrace to their son. Also, it was John Gresham who sponsored John's baptizing. ജോണിനെ മാമൂലിസ മുക്കിയതും ആരുടെ പേരാണോ തൻ്റെ മകനിട്ടത് ആ പേര് കളങ്കപ്പെട്ടു പോകും ഇങ്ങനെ ചെയ്താലെന്നും അമ്മ പറഞ്ഞു. വിത്ത് ദീസ് വേർഡ്സ് ഷീ ഫോഴ്സസ് റോബർട്ട് ബാൽവിൻ ടു ഹെൽപ്പ് ജോൺ ഗ്രേഷം. ഈ വാക്കുകൾ കൊണ്ട് അവൾ ജോൺ ഗ്രേഷത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു. അക്കോർഡിംഗ് ടു ഇവി എന്ന് പറയുന്ന മകള്, if John Gresham tells the depositors that he will pay everything back the next day, പിറ്റേ ദിവസം ഞാൻ എല്ലാ പൈസ നിങ്ങൾക്കൊക്കെ തിരിച്ചു തരാമെന്ന് അയാൾ പറയുകയാണെങ്കിൽ they will hate Robert Baldwin. നിങ്ങളെ അച്ഛാ എല്ലാവരും വെറുക്കില്ലേ? for sending John Gresham to jail. തൻ്റെ സുഹൃത്തായ ജോൺ ഗ്രേഷമിനെ ജയിലിലേക്ക് പറഞ്ഞയച്ചതിന് എല്ലാവരും നിങ്ങളെ വെറുക്കില്ലേ എന്ന് ചോദിച്ചു. ജോൺ സപ്പോർട്ട്സ് her by saying, മകൻ ജോൺ, ഈവിയുടെ ഏട്ടനായിട്ടുള്ള ജോൺ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയും, nobody wants to see him punished. ആർക്കും അയാളെ പണിഷ് ചെയ്ത് കാണാൻ ആഗ്രഹമില്ല അച്ഛാ. he also feels that if John Gresham does not go to jail, he will start a business. അയാൾ ജയിലിൽ പോയിട്ടില്ലെങ്കിൽ ജോൺ ഗ്രേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മാത്രമല്ല, he also feels that if John Gresham does not go to jail, he will start a business and might make Robert Baldwin his partner. റോബർട്ട് ബാൽവിനെ അയാളുടെ പാർട്ട്ണർ ആക്കുകയും ചെയ്യും. റോബർട്ട് ബാൽവിൻ ഡസ് നോട്ട് yield to these persuasion. എന്നാൽ ഇതിനൊന്നും ആര് വഴിപ്പെടുന്നില്ല? റോബർട്ട് ബാൽവിൻ വഴിപ്പെടുന്നില്ല. he does not surrender to these persuasions. ഈ പെർസുവേഷൻസിനോടൊന്നും അയാൾ സറണ്ടർ ചെയ്യുന്നില്ല. മാർത്ത tries to convince Robert Baldwin by saying that. മാർത്തയും അങ്ങനെ പറഞ്ഞു നോക്കുകയാണ്, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് റോബർട്ട് ബാൽവിനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ജോൺ ദ സോൾ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി. ഇന്ന് ഈ കുടുംബത്തിൽ ഏക വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ആണ് ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ പണം സമ്പാദിച്ചു കൊണ്ടിരുന്ന ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ മകൻ ജോൺ ആണ്. ബട്ട് ഹിസ് ഇൻകം is not sufficient for the family to survive. അവൻ്റെ പൈസ, അവന് കിട്ടുന്ന പൈസ വളരെ തുച്ഛമാണ്, ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നില്ല. ഇഫ് റോബർട്ട് accepts $100,000 from the John Gresham, the family can lead a cozy life. ഫാമിലിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ പറ്റും, ഒരു കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാകാൻ പറ്റും നിങ്ങൾ ആ പൈസ സ്വീകരിക്കുകയാണെങ്കിൽ. റോബർട്ട് ബാൽവിൻ ഇസ് നോട്ട് റെഡി ടു ചേഞ്ച് ഹിസ് ഡിസിഷൻ ഈവൻ ദെൻ. ഇങ്ങനെ പറഞ്ഞിട്ടും റോബർട്ട് ബാൽവിൻ അയാളുടെ ഡിസിഷൻ മാറ്റാൻ തയ്യാറല്ല. ബൈ ദിസ് ടൈം, ഈ സമയത്ത് മിസ്റ്റർ മാർഷൽ, ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ, ഈ മിസ്റ്റർ മാർഷൽ എന്ന് പറഞ്ഞ അയാൾ ആരാണ്? ദ പ്രസിഡന്റ് ആണ്. ദ തേർഡ് നാഷണൽ അറൈവ്സ് ഇൻ ദ ഹൗസ്. ആ വീട്ടിലേക്ക് അയാൾ വന്നു. പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ ഗ്രൂപ്പ് ഓഫ് ബാങ്ക് ആണ് കേട്ടോ. He gives a piece of happy news to Robert Baldwin. റോബർട്ട് ബാൽവിന് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. And his family by telling that he has a good position is waiting for Robert. റോബർട്ടിന് ഒരു വലിയ പൊസിഷൻ ഇതാ ഒരുക്കിയിട്ടുണ്ട്. എവിടെ? ഇൻ ദ തേർഡ് നാഷണൽ ബാങ്കിൽ. He hears from John Gresham that Robert Baldwin has refused to tell lie in the court, which prompted John Gresham to confess. അത് ഈ ജോലി കിട്ടുന്നത് തന്നെ തൻ്റെ സുഹൃത്തായ ജയിലിൽ കിടക്കുന്ന ജോൺ ഗ്രേഷം പറഞ്ഞൊരു കോംപ്ലിമെൻറ്റിൻ്റെ പ്രകാരമാണ്. അയാൾ പറഞ്ഞു, ഞാൻ ഇത്രയും വലിയൊരു പൈസ അയാൾ ഓഫർ ചെയ്തു, പക്ഷെ അത് സ്വീകരിച്ചിട്ടില്ല ഈ നമ്മുടെ റോബർട്ട് ബാൽവിൻ. അയാൾ സത്യസന്ധനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എൻ്റെ കുറ്റസമ്മതം കൺഫെഷൻ നടത്തുകയാണ് എന്ന് പറഞ്ഞു. മിസ്റ്റർ മാർഷൽ ഈസ് ഇംപ്രസ്ഡ് ബൈ ദ ഓണസ്റ്റി. മിസ്റ്റർ മാർഷലിന് ഈ റോബർട്ട് ബാൽവിൻ്റെ ഓണസ്റ്റി ഇഷ്ടപ്പെട്ടു.
The play ends with by Marshall praising Robert Baldwin for his honesty. കഥ അവസാനിക്കുന്നത് റോബർട്ട് ബാൽവിനെ മാർഷൽ പ്രൈസ് ചെയ്തുകൊണ്ടാണ്. പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുന്നതിലൂടെയാണ് കഥ അവസാനിക്കുന്നത്. ഓക്കെ, അതാണ് കഥ. ഇത്രയാണ് നമ്മുടെ സ്റ്റോറി. പ്ലേ ആണ്, 1 act പ്ലേ ആണ്, ഓർത്ത് വെക്കാം. On the eve of John's arrest, Robert Baldwin sent him an email. അന്ന് വൈകുന്നേരം റോബർട്ട് ബാൽവിൻ ഒരു ഇമെയിൽ അയക്കാണ്. ആർക്ക്? ഓൺ ദ ഈവ് ഓഫ് ജോൺസ് അറസ്റ്റ്, ജോണിനെ അറസ്റ്റ് ചെയ്ത ആ വൈകുന്നേരം റോബർട്ട് ബാൽവിൻ സെൻഡ് ഹിം ആൻ ഇമെയിൽ പെർസ്വേഡിങ് ഹിം ടു ക്ലോസ് ഡൗൺ ദ ബാങ്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്. ഡ്രാഫ്റ്റ് ദ ഇമെയിൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കുക, എന്താണ് 2 അഡ്രസ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് എഴുതി ഡിയർ CC എഴുതാൻ നടുവിൽ കേട്ടോ. CC സബ്ജക്റ്റിന് മുമ്പ് മേലായിട്ട് എഴുതാം. ഡിയർ ജോൺ എന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിയർ ജോൺ. താഴെ I have got some definite information that the police will come. I have got some definite information that എനിക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. That police will come and arrest you soon. നിങ്ങളെ ഉടനെ തന്നെ പോലീസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നുള്ള ചില വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. Somebody has complained against you and accused you to misappropriating bank money. നിങ്ങൾക്കെതിരെ ഒരു പരാതിയും പോയിട്ടുണ്ട്. I was going through the records and I find there are many discrepancies which we cannot explain to the police. If they come to the bank to investigate the matter, so in the best interest of all, എല്ലാവരുടെയും നന്മ കണക്കിലെടുത്ത് I strongly recommend that, ഞാൻ നിങ്ങളോട് സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്യുന്നു, you to close down the bank. ബാങ്ക് ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുന്നത് നല്ലത്. Keeping it open will bring you more troubles. അത് തുറന്നു വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളാവും. With more time in our hands, we can see how we can settle the things in a proper way. I hope you will take my suggestion seriously and close the bank down, Robert. താഴെ റോബർട്ട് എന്ന് എഴുതിയതായുള്ള പേരായിട്ട് കേട്ടോ. അപ്പോൾ അത്രയാണ് ഇമെയിൽ. മറ്റൊരു ചോദ്യം. Mr. John Gresham, who is under police custody, sends Robert Baldwin a message expressing his wish to meet Robert as early as possible. പെട്ടെന്ന് തന്നെ റോബർട്ടിനെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കാണ്. ആര്? റോബർട്ട് ബാൽവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് ജോൺ ഗ്രേഷം ഒരു മെസ്സേജ് അയക്കാണ്. കംപ്ലീറ്റ് ദ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നമ്മൾ അങ്ങനെ മെസ്സേജ് അയക്കാം. ഹായ് റോബർട്ട്, I am going through the worst time of my life. As you know, I am accused of misappropriation of the bank money and I am in jail. I want to see you as early as you can make it. Our meeting is a life and death issue for me. So, do not hesitate to come. അതുകൊണ്ട് വരാൻ വിമുഖത കാണിക്കരുത്. I want to talk to you some very personal and urgent matters. Your delay in coming would cost me my liberty and your job in the bank. So do come immediately and don't delay. താഴെ with love, John. ഇൻഫോർമൽ ലെറ്റർ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വിത്ത് ലവ് എന്നൊക്കെ എഴുതിയത്. ഫ്രം അഡ്രസ് ഒന്നും വേണ്ട. ഫ്രം അഡ്രസ് ചെയ്താൽ, ടു അഡ്രസ് വേണ്ട, താഴെ ഡേറ്റ് ചെയ്താൽ, സബ്ജക്റ്റ് വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. John Gresham offered $100,000 to Robert Baldwin. Okay, but he rejected it. Later he told to his family, I will go to my grave clean. What trait of Baldwin's character is evident here? 2 മാർക്കിന്റെ ചോദ്യമാണ്. റോബർട്ട് ബാൽവിൻ്റെ എന്ത് സ്വഭാവത്തിലെ എന്ത് സവിശേഷതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? The trait of character evident here is honesty. സത്യസന്ധതയാണ്.
he does not want to take a bribe. അയാൾക്ക് കൈക്കൂലി വാങ്ങാൻ താല്പര്യമില്ല. However big it is and tell a lie. കളവ് പറയാനും അയാൾ ആഗ്രഹിക്കുന്നില്ല. He wants to die as a man of integrity and truth. സത്യത്തിൻ്റെ ആളായിട്ട് ജീവിച്ച് മരിക്കാനാണ് അയാൾക്ക് താല്പര്യം. Next one. On the eve of John's arrest, Robert Baldwin sent him an email. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. Then Robert Baldwin decided to join Third National. He writes a letter to Marshall expressing his willingness to join. അയാൾ ഒരു ലെറ്റർ എഴുതാണ് മാർഷലിന്. ഓക്കെ, ഞാൻ തയ്യാറാണ്, ജോയിൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതാണ്. ആ ലെറ്റർ എങ്ങനെ ഉണ്ടായിരിക്കുന്നു? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റോബർട്ട് ബാൽവിൻ്റെ അഡ്രസ്സ് എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു. ടു മാർഷൽ സ്മിത്ത്, പ്രസിഡന്റ് തേർഡ് നാഷണൽ ബാങ്ക്. താഴെ അഡ്രസ്സ്, അയാളുടെ അഡ്രസ്സ്. ഡിയർ സർ, താഴെ സബ്ജക്റ്റ് എഴുതണം. വില്ലിംഗ്നെസ് ടു ജോയിൻ തേർഡ് നാഷണൽ ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതണം. ഓക്കെ, താഴെ താങ്ക് യു ഫോർ യുവർ ഓഫർ ലെറ്റർ. ഓക്കെ, ഡേറ്റ് ആ ഓഫർ ലെറ്ററിൻ്റെ ഡേറ്റ് കൊടുക്കുക. I am writing this to take up the job. I am willing to take the job. I am willing to take up the job. I request you to give me a period of 2 weeks to settle certain matters with which I am busy at the moment. I will be able to join on November 23rd. Thank you. Yours faithfully, Robert Baldwin. അപ്പോൾ ഒന്നുകൂടെ കേൾക്കുക, ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അയാൾ തേർഡ് നാഷണൽ ബാങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമ്മത ലെറ്ററാണ് ചോദ്യം. അപ്പോൾ അത് നമ്മളിങ്ങനെ എഴുതാം. സബ്ജക്റ്റ് വില്ലിംഗ്നെസ് ടു ജോയിൻ തേർഡ് നാഷണൽസ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് കൊടുക്കുന്നു. താഴെ താങ്ക് യു ഫോർ യുവർ ഓഫർ ലെറ്റർ, ഡേറ്റ് കൊടുക്കുക. I am willing to take up the job. I request you to give me a period of 2 weeks to settle certain matters with which I am at the moment busy with. താഴെ thank you, yours faithfully, Robert Baldwin. Okay, then read the excerpt from the play Hour of Truth. And Mr. Gresham hasn't done anything really wrong. It's a technicality. That's what it is. Nobody loses and nobody wants to see him punished. Do you agree with Evie and John? Substantiate your answer. നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈവി പറഞ്ഞതിനോടും ജോൺ പറഞ്ഞതിനോടും? ഈവി പറഞ്ഞതാണ് ആൻഡ് മിസ്റ്റർ ഗ്രേഷം ഹാസൻ ഡൺ എനിത്തിങ് റിയലി റോങ്. ജോൺ പറയാണ് ഇറ്റ് ഈസ് ഓൺലി എ ടെക്നിക്കാലിറ്റി അല്ലേ? I don't agree with Evie and John. Both of them know Robert Baldwin. Their father simply says 3 words during the trial of the Gresham. He is promised a bribe of colossal sum of $1 lakh. For the poor family, this is a huge sum. If the money comes to the family, Evie and John can do some of the things they want to do, but were unable to do because of the lack of money. So they are making excuses to make their father accept the bribe. Evie says Mr. Gresham has not done anything really wrong, as if Gresham by calling the mere technicality. Moreover, he says nobody will lose his end, and nobody wants Gresham to be punished. So his logic is nothing wrong in his father takes the $1 lakh offered to him. The young children are talking like some modern lawyers who twist the truth for their advantage.
they don't mind twisting the truth if the payment is good. നല്ല പേയ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കാൻ ഒരു മടിയും ഇല്ലാത്ത വക്കീലന്മാരെ പോലെ, മോഡേൺ വേൾഡിലെ വക്കീലന്മാരെ പോലെയാണ് ജോണും ഈവിയും ശ്രമിക്കുന്നത്, സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ചാപ്റ്റർ ആട്ടത്. Go through the excerpt taken from the Hour of Truth. John, they are going to punish Gresham, aren't they? Balvin, I am afraid so. John, what for? Balvin, for misappropriating the fund of the bank. John, oh, I know that, but what crime has he done? അപ്പോൾ എന്നിട്ട് പറയണം, റിപ്പോർട്ട് ദ കോൺവെർസേഷൻ ഫ്രം മാർത്താസ് പോയിന്റ് ഓഫ് വ്യൂ. മാർത്തയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മതി. ജോൺ ആസ്ക്ഡ് ബാൽവിൻ വെദർ ദേ വേർ ഗോയിങ് ടു പണിഷ് ഗ്രേഷം. ദേ വേർ ഗോയിങ് ടു പണിഷ് ഗ്രേഷം എന്നാക്കിയിട്ട് മാറ്റി. ബാൽവിൻ റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എഫ്രൈഡ്. ഐ എം എഫ്രൈഡ് സോ എന്നുള്ളത് ഹി വാസ് എഫ്രൈഡ് സോ എന്നാക്കി. ജോൺ അഗെയിൻ ആസ്ക്ഡ് വാട്ട് ഇറ്റ് വാസ് ഫോർ. മനസ്സിലായില്ലേ? വാട്ട് ഇറ്റ് വാസ് ഫോർ, വാട്ട് ക്രൈം ഹാസ് ഹി ഡൺ എന്ന് പറയുന്നത് വാട്ട് ഫോർ എന്ന് ചോദിച്ചത് വാട്ട് ഇറ്റ് വാസ് ഫോർ എന്നാക്കി. പിന്നെയോ ബാൽവിൻ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട് ഓഫ് ദ ബാങ്ക്. ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട് ഓഫ് ദ ബാങ്ക് എന്നുള്ളത് ബാൽവിൻ റിപ്ലൈഡ് ദാറ്റ് ഇറ്റ് വാസ് ഫോർ മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട് ഓഫ് ദ ബാങ്ക് എന്നാക്കി. അടുത്തത്, ഹോ ഐ നോ ദാറ്റ് but what crime has he committed എന്ന് പറയുന്ന ജോണിന്റെ ഡയലോഗ്. ജോൺ commenced that he knew that and asked but what crime he has committed. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തത്. When Mr. Marshall enters the scene and speak about Gresham's confession, Martha Roberts' wife feels extremely proud of her husband. മാർഷൽ വന്നിട്ട് തൻ്റെ ഭർത്താവിനെ കുറിച്ചിട്ട് നല്ല വാക്ക് പറഞ്ഞപ്പോൾ മാർത്തയ്ക്ക് വല്ലാതെ അഭിമാനം തോന്നി അല്ലേ. ഷീ സ്പീക്സ് വേൾഡ്ലി ഓൺ ദ ഐഡിയൽ ക്വാളിറ്റീസ് ഓഫ് റോബർട്ട് ബാൽവിൻ, മൈ ഹസ്ബൻഡ്. ഇനി ബാക്കി നിങ്ങളോട് ഏതാണ് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് എന്താണെന്ന് അവൾ പറയുന്നത്, മാർത്ത പറയുന്നത്, my husband Robert Balvin is a gem of a person. Without hesitation I can say that he is a synonym of honesty. He has practiced it all his life and he has been trying to instill it into our two children and also me. His salary is very small. He gets only $60 a week, but he will never think of increasing his income by questionable means. He is a man of self-confidence and he is sure to himself. He has an uncompromising attitude. He is highly committed to his family and spends a lot of prime time with us. My husband neither drinks nor smokes nor gambles. He could have easily taken the money offered by John Gresham and we could have lived a more comfortable life. In fact, Evie, John and even I tried to persuade him that saying I don't remember in the court is not a big sin at all and he should say it and get the money promised to him by John Gresham. He loves John Gresham and
That is why he named us our son John, but neither his love for Gresham nor his desire to give his family better comforts would persuade him from taking a bribe. That is my husband and I am proud of him. ഇവിടെ നമ്മൾ വായിച്ചത് മാർത്ത ആരെക്കുറിച്ച് പറയുന്നതാണ്? തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാനുള്ള ചോദ്യങ്ങൾ. ദ ആർ ഓഫ് ട്രൂത്ത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞു, സെക്കൻഡ് യൂണിറ്റും കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം. 3 വീൽഡ് റെവല്യൂഷനാണ്. ചലഞ്ചസ് ഓഫ് ലൈഫാണ് ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ പേര്. ചലഞ്ചസ് ഓഫ് ലൈഫാണ്. എ 3 വീൽഡ് റെവല്യൂഷനാണ് നെക്സ്റ്റ് ചാപ്റ്റർ. എ 3 വീൽഡ് റെവല്യൂഷൻ. ഇർഫാൻ ആലമാണ് നമ്മുടെ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. അതെ, ഇർഫാൻ ആലത്തെ കുറിച്ചിട്ടാണ്. ഇർഫാൻ ആലത്തോടുള്ള ഒരു ഒരു ഇൻ്റർവ്യൂ ആണ് ഈ ചാപ്റ്റർ. ഏതായാലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. 3 വീൽഡ് റെവല്യൂഷൻ. Irfan Alam is a young entrepreneur who set up an organization named Samman to help cycle rickshaw workers. Cycle rickshaw workersനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയ ആളാണ് ആര്? ഇർഫാൻ ആലം എന്ന് പറയുന്ന നമ്മുടെ നായകൻ, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ആരെയാണ് നമ്മൾ ചെയ്യുന്ന അയാൾ? ഓണർപ്രണർ. But before the organization was formed, many rickshaw pullers rented out vehicles from owners and paid daily rent for them. ഇതിനു മുമ്പേ ആളുകളൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുകയും അതുപോലെ തന്നെ വാടക കൊടുത്തിട്ടായിരുന്നു ആളുകൾ റിക്ഷ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. വിത്ത് ദ എഫേർട്ട് ഓഫ് സമ്മാൻ, ഇർഫാൻ വാസ് ഏബിൾ ടു ഗെറ്റ് ലോൺ ഫോർ ദ റിക്ഷ പുള്ളേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ബൈ ദെയർ ഓൺ വെഹിക്കിൾസ് വിത്ത് ദ ഓർഗനൈസേഷൻ ഓഫറിംഗ് ഗ്യാരണ്ടി ഫോർ ദ റിക്ഷ പുള്ളേഴ്സ്. ബാങ്കുകാർക്ക് ഗ്യാരണ്ടി ആയി നിന്നിട്ട് ഇർഫാൻ ആലം വന്നതോടുകൂടിയിട്ട്, ഇർഫാൻ ആലത്തിൻ്റെ ഈ ഓർഗനൈസേഷൻ വന്നതോടുകൂടിയിട്ട് ബാങ്ക് വഴി ഇവർക്ക് എന്ത് കിട്ടി? റിക്ഷോസ് കിട്ടി. ദ ഓർഗനൈസേഷൻ ഓൾസോ ഹെൽപ് ദ റിക്ഷോ പുള്ളേഴ്സ് ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. ഓർഗനൈസേഷൻ അവരെ എങ്ങനെയും കൂടെ സഹായിച്ചു അവരുടെ വരുമാനം ഉയർത്താൻ വേണ്ടിയിട്ട്. ബൈ ഓഫറിംഗ് അഡ്വർടൈസിംഗ് സർവീസസ് ഇൻ ദെയർ റിക്ഷോസ് ആസ് വെൽ ആസ് സെല്ലിംഗ് പ്രോഡക്ട്സ് ലൈക്ക് വാട്ടർ, ജ്യൂസസ്, മൊബൈൽ കാർഡ്സ് എക്സെട്ര. മൊബൈൽ കാർഡ്സ്, വാട്ടർ, ജ്യൂസ് ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുകയും ചെയ്തു. The profit from sales and advertisements were shared between the rickshaw pullers and the organization. The organization also provided training to the pullers and education services for their family in the evening. അവർക്ക് ഇൻഷുറൻസ്, അവർക്ക് ID കാർഡ്സ്, അവർക്ക് അവരുടെ ഫാമിലീസിന് ഈവനിങ് ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ഇർഫാൻ ആലത്തിൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്തു. They were also able to they were also able to give ID cards, uniform etc. for the pullers. Irfan not only helped the pullers to achieve financial stability but also helped them to become an organized sector. അവരെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുന്നതിനപ്പുറത്തേക്ക് ഈ ഓർഗനൈസേഷനെ, ഈ ആളുകളെ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ വിഭാഗമാക്കാനും അദ്ദേഹം ശ്രമിച്ചു. Irfan believes that the cycle rickshaws are the future of urban transportation. നാളെയുടെ വാഹനമാണ് സൈക്കിൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് അദ്ദേഹം കരുതി. ആസ് ദേ ആർ വെരി എക്കോ ഫ്രണ്ട്ലി, കാരണം അത് വളരെ എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇർഫാൻ ഹാസ് ബീൻ ഓണേർഡ് ഫോർ ദിസ് ഓണർപ്രണർഷിപ്പ് സ്കിൽ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ കിട്ടി. He attended the Presidential Entrepreneurship Summit at the United States where he met and interacted with Muhammad Yunus and the Bangladeshi Nobel Prize literary. A small paragraph on time management prepared by a student in your class is given below. There are few mistakes in it. Identify them and write the correct form. കുറച്ച് മിസ്റ്റേക്സ് ഇവിടെ ഉണ്ട്, അതൊന്നും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. Time is most precious than money. Money loss can be regained, but time once lost is lost forever. The time
and the tide waits for none. A lost opportunity may spoil one's life. Those who doesn't act in time would repent afterwards. അപ്പോൾ ഇവിടെ എന്തൊക്കെ മിസ്റ്റേക്സ് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, ദ ടൈം ഇസ് മോസ്റ്റ് പ്രഷ്യസ് ദാൻ. തെറ്റാണ്. മോസ്റ്റ് പ്രഷ്യസ് ദാൻ എന്ന് പറയില്ല നമ്മൾ, മോർ പ്രഷ്യസ് ദാൻ എന്നാണ് പറയുക. കാരണം മോറിന്റെ കൂടെയാണ് നമ്മൾ ദാൻ ഉപയോഗിക്കുക, അല്ലെ? യങ്ങറിന്റെ കൂടെയാണ് ദാൻ ഉപയോഗിക്കുക, ഈസിയറിന്റെ കൂടെയാണ് ദാൻ ഉപയോഗിക്കുക. പ്രഷ്യസ് എന്താണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മേലെ അല്ല, നേരെ അല്ല, കൂടെ അല്ല നമ്മൾ ദാൻ ഉപയോഗിക്കുക. കമ്പാരിറ്റീവിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഇവിടെ സൂപ്പർലേറ്റീവ് ആണ് മോസ്റ്റ്, മച്ച് മോർ മോസ്റ്റ്. കമ്പാരിറ്റീവ് പറഞ്ഞാൽ മോറാണ്, മോർ ദാൻ ആണ് യൂസ് ചെയ്യുക, മോസ്റ്റ് ദാൻ എന്ന് പറയൂല. അപ്പൊ അതുകൊണ്ട് ഇവിടെ മോർ ദാൻ എന്നാക്കണം. പിന്നെ എന്താണ്, മണി ലൂസ് ക്യാൻ ബി റീഗെയിൻഡ് അല്ല, ലൂസ് പ്രസന്റ് ടെൻസ് ആണ്. പണം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാം എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടാൽ ലോസ്റ്റ് ആണ്. മണി ലോസ്റ്റ് ക്യാൻ ബി റീഗെയിൻഡ്, ബട്ട് ടൈം വൺസ് ലോസ്റ്റ് ഇസ് ലോസ്റ്റ് ഫോർ എവർ. ദ ടൈം ആൻഡ് ടൈഡ്, ദ ടൈം ആൻഡ് ടൈഡ് ഇവിടെ ദ ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്ന് പറയുന്നത് തെറ്റാണ്. വെയിറ്റ് എന്നാണ് വരുന്നത്, വെയിറ്റ്സ് എന്ന് പറയൂല. കാരണം ടൈമും ടൈഡും രണ്ടാൾക്കാരാണ്. രണ്ടാൾക്കാർ പറയുമ്പോൾ വെയിറ്റ്സ് എന്നല്ല പറയേണ്ടത്, വെയിറ്റ് ആണ് പറയേണ്ടത്. ഈ എസ് എന്ന് കാണുന്നത് സിംഗുലർ ആണ് കേട്ടോ, എസ് സിംഗുലർ ആണ്. ഇവിടെ ടൈം മാത്രം ഉള്ളായിരുന്നെങ്കിൽ നമുക്ക് വെയിറ്റ്സ് പറയാൻ മതിയായിരുന്നു, ടൈഡ് മാത്രം ഉള്ളായിരുന്നെങ്കിൽ വെയിറ്റ്സ് പറഞ്ഞാൽ മതിയായിരുന്നു. ഹീ വെയിറ്റ്സ് ആണ്, ദേ വെയിറ്റ് ആണ്. അപ്പോൾ ടൈം ആൻഡ് ടൈഡ്സ് ഉണ്ടായതുകൊണ്ട് വെയിറ്റ്സ് പറയൂല, വെയിറ്റേ പറയുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ എ ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി മേ സ്പോയിൽ വൺസ് ലൈഫ്. ദോസ് ഹു ഡസൻറ്റ് ആക്ട് ഇൻ ടൈം വുഡ് റിപ്പൻഡ് ആഫ്റ്റർവേർഡ്സ്. ഡോണ്ട് ആക്ട് ആണ്, എന്തല്ല, ഡസൻറ്റ് ആക്ട് അല്ല. ദോസ് ഹു ഡസൻറ്റ് ആക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിംഗുലർ ആണ് വരിക, അല്ലെ? ഡസ്, ഇതാ എസ് സിംഗുലർ ആണ്, എസ് സിംഗുലർ ആണ്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, ദോസ് ഹു എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് ദോസ് ഹു ഡോണ്ട് ആക്ട് ഇൻ ടൈം വേണ്ടത്, അപ്പോൾ പ്ലൂറലാണ് വേണ്ടത്, ഡസൻറ്റ് ആക്ട് അല്ല ആൻസർ. 3 മിസ്റ്റേക്ക് ആണ്. എത്ര മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയേണ്ടത് നമ്മൾ മാർക്ക് നോക്കിയാൽ മതി. You have read the interview with Irfan Alam, the founder of Samman Foundation. You are deeply impressed with his creative ideas in transforming the lives of rickshaw pullers. Now prepare an email to congratulate Irfan Alam and suggest a few more ways to make rickshaw more profitable. ഇത് ഒരുപാട് തവണ ചോദിച്ചത് ചോദ്യമാണ്, പല രീതിയിലാണ് ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിൽ അല്ല സ്കൂളിൽ ഇർഫാൻ ആലം വന്നു, നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ, ഇമെയിൽ അയക്കാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിക്ഷയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ സജ്ജീകരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചില ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയിട്ടൊക്കെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ഒരു ഇമെയിലാണ് ഇവിടെ അയക്കുന്നത്. ഇർഫാൻ ആലം എന്തെങ്കിലും ഒരു സമ്മാനം ഹോട്ട്മെയിലിനോ ജിമെയിലിനോ ഒക്കെ അയക്കാം. CC എഴുതാം, താഴെ ഡിയർ ഫ്രണ്ട്, ഡിയർ സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ഡിയർ ഇർഫാൻ, കൺഗ്രാറ്റ്സ്, യു ഹാവ് ബീൻ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് ഇൻ ameliorating the lives of rickshaw pullers and their families. You have made them dignified citizens, proud of their professions. You are starting Gyan Samman to educate the wives and children of the rickshaw pullers was an excellent idea. It is good to know that Samman's RD wing is researching into the possibility of making fiberglass rickshaws. I know that there are advertisement spaces in the rickshaws and they are selling water juice and prepaid phone cards to the passengers in the rickshaws. To make the rickshaw pullers earn more money, I suggest that ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ സജഷൻ നമ്മൾ പറയാൻ പോകുന്നു. I suggest that you start selling the stationery and cosmetics in the rickshaws. You start selling stationeries and cosmetics in the rickshaws. They can also undertake home delivery of goods from shops to various homes. അപ്പോൾ ഇതാണ് നമ്മുടെ 2 സജഷൻസ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതൊക്കെ നമ്മുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. അത് പറഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമ്മുടെ 2 സജഷൻ ഇതായിരുന്നു അല്ലേ? സജഷൻസ് കേട്ടോ.
I suggest that you start selling stationery and cosmetics in the rickshaws. Okay. ശേഷം they can also undertake home delivery of goods from shops to various homes എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, അത്രയാണ് നമ്മുടെ ചാപ്റ്റർ. With that, we are closing. We are ending up for today. ഇന്ന് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. നാളെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ് ദീദി, സ്റ്റാമർ, വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്, റൈസ്, ഡേഞ്ചറസ് ഓഫ് ഡ്രഗ് അബ്യൂസ്, പിന്നെ ദ ലൈറ്റർ സൈഡ് ഓഫ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ദൈവം സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി വെച്ച് നാളെ കാണാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.